Hi students, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ജാനുവരി 31 സെക്കൻഡ് ഷിഫ്റ്റോ ഈവനിങ് ഷിഫ്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇത് ഇത്ര വലിയ ഡിഫിക്കൽട്ട് പേപ്പറൊന്നും അല്ല, എന്നാൽ അത്ര സിമ്പിളും അല്ല, ഒരു മോഡറേറ്റ് ലെവൽ ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസിലേക്ക് വൺ ബൈ വൺ നമുക്ക് പോകാം. നമ്മൾ ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ ഞാൻ സാധാരണ പറയാറുള്ള പോലെ നിങ്ങൾ ഓരോ ക്വസ്റ്റ്യൻസും നോക്കിയിട്ട് അത് പോസ് ചെയ്ത് ആ ക്വസ്റ്റ്യൻ ശരിക്കും മനസ്സിലാക്കിയിട്ട് വേണം അടുത്ത പേജിലേക്ക് പോകാൻ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാൻ. കാരണം നമ്മൾ ക്ലാസ് ഇത് ചെയ്യുമ്പോൾ നമ്മുടെ ആക്ച്വൽ പേസിൽ കുറച്ച് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ ഉണ്ടാവും. പക്ഷേ ആക്ച്വൽ എക്സാമിനേഷന് നമ്മൾ കുറേ ഷോർട്ട് കട്ട്സ് അല്ലെങ്കിൽ ടൈം കുറച്ചുള്ള മെത്തേഡിലായിരിക്കും പോവുക. പക്ഷേ നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ കുറച്ച് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ വേണ്ടി വരും. അപ്പോൾ അത് ഒന്ന് ബാലൻസ് ചെയ്തായിരിക്കും ഞാൻ പോകുന്നത്. ഓക്കെ, ശരി. സോ ലെറ്റ് us go to the first question. The shortest distance between the lines L1 and L2, where L1 is given by x minus 1 by 2 equal to y plus 1 by minus 3 equal to z plus 4 by 2. And L2 is a line which is passing through these 2 points, A and B. ആ രണ്ട് പോയിൻറ്റ്സ് അവിടെ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ L1 എന്ന് പറയുന്ന ഒരു ലൈനുണ്ട്, L2 എന്ന് പറയുന്ന വേറൊരു ലൈനുണ്ട്. ഇതിനിടയിലുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദീസ് 2 ലൈൻസ്. പക്ഷേ രണ്ടാമത്തെ ലൈൻ വേറൊരു ലൈനിന് പെർപെൻഡിക്കുലർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ദ സെക്കൻഡ് ലൈൻ L2 ഈസ് പെർപെൻഡിക്കുലർ ടു അനദർ ലൈൻ. ഈ ലൈൻ വേറൊരു ലൈനിന് പെർപെൻഡിക്കുലർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ആക്ച്വലി അതിൻ്റെ ആവശ്യം അവിടെ ഇല്ല. കാരണം ഒരു ലൈൻ തന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു ലൈനിൻ്റെ പെർപെൻഡിക്കുലർ കണ്ടുപിടിക്കണമെങ്കിൽ 2 ലൈൻസ് തരണം. 2 ലൈൻസ് തന്നാലും ഒരു ലൈനിൻ്റെ പെർപെൻഡിക്കുലർ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ലൈൻ തരേണ്ട ആവശ്യമില്ല. അത് ജസ്റ്റ് കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് തന്നിരിക്കുകയാണ്. സോ ഐ എം നോട്ട് ഗോയിങ് ടു റൈറ്റ് ഇറ്റ്. സോ ഐ എം ജസ്റ്റ് ഇഗ്നോറിങ് ദിസ് തിങ്. ഓക്കെ, അതിൻ്റെ ആവശ്യമില്ല. ഇത് രണ്ട് ലൈൻസ് നമുക്ക് തന്നിട്ടുണ്ട്. രണ്ടാമത്തെ ലൈനിൽ 2 പോയിന്റ്സ് എയും ബിയും തന്നിട്ടുണ്ട്. ദ 2 points ഓൺ ദി സെക്കൻഡ് ലൈൻ തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഒന്നാമത്തെ ലൈൻ L1 and this is second line. So L1 is the line x minus 1 by 2 equals y plus 1 by minus 3 equals z plus 4 by 2. And രണ്ടാമത്തെ ലൈൻ ഏതാണ്? x minus രണ്ടാമത്തെ ലൈനിൽ 2 പോയിന്റ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ലൈൻ നമ്മൾ എങ്ങനെയാണ് ഫോം ചെയ്യുക? x minus minus 4 y minus 4 z minus 3 divided by direction ratio. ഇത് നമ്മൾ സബ്ട്രാക്ട് ചെയ്യുക. ഓക്കെ, so minus 1 plus 4 that is 3, then 6 minus 4 that is 2, and 3 minus 3 that is equal to 0. ഇതിൽ നിന്ന് ഇത് കുറച്ചാൽ മതി, അല്ലെങ്കിൽ ഇതിൽ നിന്ന് ഇത് കുറച്ച് എങ്ങനെ വേണം ചെയ്യാം. ഇത് കുറയ്ക്കുക, ഇതിൽ നിന്ന് ഇത് കുറയ്ക്കുക ചെയ്യാം. അപ്പോൾ ഡയറക്ഷൻ റേഷ്യോ കിട്ടും 3 to 0. സി നോക്കിയേ, ഈ 3 to 0 ഈ ലൈനിന് പെർപെൻഡിക്കുലർ ആണ്. 3 to 0 നോക്കിയേ, 3 into minus 2 minus 6, 2 into 3 6, പിന്നെ 0 അല്ലേ. അപ്പോൾ ആൻസർ ഈ 0 എന്ന് കിട്ടിക്കോളും. ഓക്കെ, ആക്ച്വലി അതിൻ്റെ ആവശ്യമില്ല, ബട്ട് we just ignore it. Okay, now shortest distance കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? I subtract the numerator, minus 1 minus 4, then 1 plus 4 5, then 4 plus 3 7, then 2 minus 3 2, write the direction ratios, 3 to 0, okay, divided by square root of b1 cross b2. So I am writing this 2 3 once again. I am cross multiplying like this, 0 minus 4 the whole square plus this is 6 minus 0 that is 6 square plus this is 4 plus 3 4 plus 9 13 square, 4 minus 9 4 plus 9 13 square. So ഈ ഡിറ്റർമിനൻ്റ് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ minus 5 into minus 4 that is plus 20, then 5 into 6 plus 30, plus 7 into 30 91, divided by root of 4 square that is 16 plus 36 plus 169. അപ്പോൾ ആഡ് ചെയ്യുമ്പോൾ എത്ര 36 42 16 ഇഞ്ചും 21 അല്ലേ, 221. that is root of denominator is 221, numerator is 141. So 141 by root of 221. So option D is the answer. So this is the shortest distance between 2 lines. A very simple normal question, CBSE level question. Okay.
Now let us go to the next question. See, f is a function from r to 0, infinity. So f is a function from real numbers, set of real numbers to 0 to infinity. Okay, only positive real numbers excluding 0. This is a strictly increasing function. So fx is a strictly increasing function. So strictly increasing function, and so a strictly increasing function will be like this. Suppose this is strictly increasing function, and limit extends to infinity. Limit extends to infinity. F of 7x by fx equal to 1 and we have to find out limit extends to infinity f of 5x by fx minus 1. അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്കിവിടെ 3 വേരിയബിൾസ് ആണ്. ഒരു എക്സ് എന്ന് പറയുന്നത് എക്സ്, 5x, 7x. ഇത്രയാണ് നമുക്കിവിടെ. ഇവിടെ ഒരു 7x ഉണ്ട്, ഇവിടെ ഒരു 5x ഉണ്ട്, then x ഉണ്ട്. അപ്പോൾ സപ്പോസ് എക്സ് ഞാൻ ഇവിടെ എടുക്കുന്നു വിചാരിക്കുക. സപ്പോസ് എക്സ് ഈസ് ദിസ്, സപ്പോസ് ദിസ് ഈസ് 5x ആൻഡ് സപ്പോസ് ദിസ് ഈസ് 7x. ഓക്കെ, x is 7x. Now, therefore, we know that x is less than or equal less than 5x, less than 7x. x ആണ് ചെറുത്, 7x ആണ് വലുത്, രണ്ടിൻ്റെ ഇടയിലാണ് 5x. ആൻഡ് ഇതൊരു ഇൻക്രീസിങ് ഫംഗ്ഷൻ ആയതുകൊണ്ട് what we can write, f of x is less than f of 5x is less than f of 7x. കാരണം ഇൻക്രീസിങ് ഫംഗ്ഷൻ ആകുമ്പോൾ ഇനിക്വാളിറ്റി മാറില്ല. ഡിക്രീസിങ് ഫംഗ്ഷൻ ആകുമ്പോൾ ഇനിക്വാളിറ്റി ചേഞ്ച് ചെയ്യും. ലെസ് ദാൻ ബിക്കംസ് ഗ്രേറ്റർ ദാൻ. അപ്പോൾ ഇവിടെ ഇൻക്രീസ് ഫംഗ്ഷൻ ആകുമ്പോൾ ഇനിക്വാളിറ്റി വിൽ നോട്ട് ചേഞ്ച്. അപ്പോൾ ഞാൻ ഇതിനെ എഫ് ഓഫ് എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. എല്ലാത്തിനെയും എഫ് ഓഫ് എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. സോ എഫ് ഓഫ് എക്സ് എപ്പോഴും പോസിറ്റീവാണ്. കാരണം എഫ് ഓഫ് എക്സ് പോസിറ്റീവ് എന്ന് തന്നിട്ടുണ്ട്. എഫ് ഓഫ് എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ 0 ബിക്കോസ് അതിൻ്റെ റേഞ്ച് എവിടെയാണ് വരുന്നത്? 0 to infinity ആണ്. റേഞ്ച് 0 to infinity ആണ്. ഓക്കെ, അപ്പോൾ എഫ് ഓഫ് എക്സ് പോസിറ്റീവ് ആണ്. അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇനിക്വാളിറ്റി മാറില്ല. ഓക്കെ, അത് അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ എഴുതാൻ പറ്റില്ല. അപ്പോൾ എഫ് ഓഫ് എക്സ് പോസിറ്റീവ് എന്ന് ഉറപ്പായതുകൊണ്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ ഇനിക്വാളിറ്റി വിൽ നോട്ട് ചേഞ്ച്, ദ ഇനിക്വാളിറ്റി വിൽ ബി ദ സെയിം ഓൺലി. Now f of x by fx എന്ന് പറയുന്നത് എത്രയാണ്? ഇത് നമ്മൾ ക്യാൻസൽ ചെയ്യുമ്പോൾ you will get 1 less than f of 5x by f of x less than f of 7x by f of x. f of 7x by f of x. Now നമുക്കൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, എഫ് ഓഫ് 7x by fxൻ്റെ ലിമിറ്റ്. അപ്പം ഞാനിവിടെ എല്ലാത്തിൻ്റെ ലിമിറ്റ് എടുക്കുന്നു. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു ഇൻഫിനിറ്റി, ലിമിറ്റ് എക്സ്റ്റെൻസ് ടു ഇൻഫിനിറ്റി. ഇതിൻ്റെ ലിമിറ്റ് 1 ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് ഓൾറെഡി 1 ആണ്. ആൻഡ് ദിസ് ഈസ് എ ഫംഗ്ഷൻ, ദിസ് ഈസ് വാട്ട് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് 5x by f of x. എഫ് ഓഫ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് 5x by f of x. അതായത് ഇത് രണ്ടും ഇതിൻ്റെ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 1നും 1നും ഇടയിലാണെന്ന് പറഞ്ഞ അർത്ഥം എന്താ? അതായത് ഇപ്പോൾ എഫ് ലെസ് ദാൻ ജി ലെസ് ദാൻ എച്ച് ആണെന്ന് വിചാരിക്കുക. ഇതിൻ്റെ ലിമിറ്റ് എടുക്കുമ്പോൾ എഫിൻ്റെ ലിമിറ്റ് എല്ലിലേക്ക് പോകുന്നു, എച്ചിൻ്റെ ലിമിറ്റ് എല്ലിലേക്ക് പോയി കഴിഞ്ഞാൽ ജിയുടെ ലിമിറ്റ് ഓട്ടോമാറ്റിക്കലി അങ്ങോട്ട് തന്നെ പോകും, എല്ലിലേക്ക് തന്നെ പോകും. അതിനെയാണ് നമ്മൾ സാൻഡ്വിച്ച് തിയറം എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് വാട്ട് സാൻഡ്വിച്ച് തിയറം. So, if f tends to L and h tends to L, then g, which is the intermediate function, will always tend to L. അപ്പോൾ അത് നമുക്കിവിടെ എന്ത് പറയാം? ലെഫ്റ്റ് സൈഡ് 1 ആണ്, റൈറ്റ് സൈഡ് 1 ആകുമ്പോൾ അതിനിടയിൽ വരുന്ന ഇൻ്റർമീഡിയറ്റ് ഫംഗ്ഷൻ അതിൻ്റെ ലിമിറ്റ് എന്തായിരിക്കും? ലിമിറ്റ് എക്സ്റ്റെൻസ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് 5x by f of x. ഓക്കെ, ഇത് ടെൻസ് ടു 1 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ 1 ഇപ്പുറത്ത് കൊണ്ടുവരുമ്പോൾ -1. Okay, -1 equal to what? f of 5x by f of x minus 1. That is equal to what? 0 is the answer. So option A is the answer to this question. It's a very simple concept. So those who know the sandwich theorem, you can attend this question very well. Okay. Now let us go to the next question. The number of solutions of the equation e raised to sin x minus 2 e raised to minus sin x equal to 2. E raised to sin x minus 2 e raised to minus sin x is equal to 2. Okay, and a number of equation എത്ര number of solutions ഉണ്ട്? അപ്പോൾ ഞാൻ എന്തെന്ന് വെച്ചാൽ e raised to sin x നെ ഞാൻ y എന്ന് വിളിക്കുന്നു. Let us take it as y. e raised to sin x y ആയിരിക്കും. അപ്പോൾ e raised to minus sin x എന്തായിരിക്കും? 1 by y ആയിരിക്കും. ബിക്കോസ് പവർ നെഗറ്റീവ് ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? y minus 2 into 1 by y equal to 2 എന്ന് എഴുതാം. ഇതിനെല്ലാത്തിനെയും ഞാനൊരു y കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ എന്താ വരിക?
y square minus 2 equal to 2y. ആ 2y ഇപ്പുറത്തുകൊണ്ടൊരു y square minus 2y minus 2 equal to 0. അപ്പോൾ നമുക്കൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടി അല്ലേ? സോ വി ഗോട്ട് എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. നൗ ക്വാഡ്രാറ്റിക്കിൽ വൈയുടെ വാല്യൂ എന്തായിരിക്കും? മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ഹോൾ ബൈ 2a. ഓക്കെ, സോ ദാറ്റ് ഈസ് 2 പ്ലസ് ഓർ മൈനസ് ഇത് 8 12 ആകുമ്പോൾ 2 റൂട്ട് 3 ബൈ 2 എന്ന് വരും. അപ്പോൾ നമുക്ക് അവിടെ 2 കട്ട് ചെയ്യുമ്പോൾ 1 പ്ലസ് ഓർ മൈനസ് റൂട്ട് 3 എന്ന് വരും. അപ്പോൾ നമുക്ക് രണ്ട് വാല്യൂ കിട്ടി, 1 പ്ലസ് റൂട്ട് 3 എന്നും കിട്ടി, 1 മൈനസ് റൂട്ട് 3 എന്നും കിട്ടി അല്ലേ? 1 പ്ലസ് റൂട്ട് 3 1 മൈനസ് റൂട്ട് 3 നോക്കിയാൽ നമുക്കറിയാം ഇത് വൈയുടെ വാല്യൂ ആണ്. വൈ എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്? ഇ റേസ് ടു സൈൻ എക്സ് ആണ്. വൈ എന്ന് പറഞ്ഞാൽ ഇ റേസ് ടു സൈൻ എക്സ് ആണ്. ദാറ്റ് ഈസ് ഒരു എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ്റെ വാല്യൂ ഒരിക്കലും നെഗറ്റീവ് വരത്തില്ല, ഇത് നെഗറ്റീവ് ആണ്. അപ്പോൾ അത് നമുക്ക് ഇഗ്നോർ ചെയ്യാം, നെഗ്ലക്റ്റ് ചെയ്യാം. അപ്പോൾ ബാക്കി എന്ത് വരും? ഇ റേസ് ടു സൈൻ എക്സിൻ്റെ വാല്യൂ ഇ റേസ് ടു സൈൻ എക്സ് ഈക്വൽ ടു 1 പ്ലസ് റൂട്ട് 3. ഇ റേസ് ടു സൈൻ എക്സ് 1 പ്ലസ് റൂട്ട് 3, അതായത് ഐ വിൽ റൈറ്റ് ഇറ്റ് ഓവർ ഹിയർ. ഇ റേസ് ടു സൈൻ എക്സ് ഈസ് ഈക്വൽ ടു 1 പ്ലസ് റൂട്ട് 3 ആണെങ്കിൽ അല്ലേ, സൈൻ എക്സിൻ്റെ വാല്യൂ എത്രയാണ്? ലോഗ് 1 പ്ലസ് റൂട്ട് 3 ടു ദ ബേസ് ഇ ആണ്. ലോഗ് 1 പ്ലസ് റൂട്ട് 3 ടു ദ ബേസ് ഇ ആണ്. നമുക്കറിയാം റൂട്ട് 3യുടെ വാല്യൂ ഓൾമോസ്റ്റ് 1.732 അപ്രോക്സിമേറ്റ്ലി വരും. അപ്പോൾ 1 പ്ലസ് റൂട്ട് 3 എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? 1 പ്ലസ് റൂട്ട് 3 ഈക്വൽ ടു 2.732 ആയിരിക്കും. അപ്പോൾ അതുപോലെ ഇയുടെ വാല്യൂ എത്രയാണ്? 2.71828 അപ്രോക്സിമേറ്റ്ലി ആണ് അല്ലേ? അപ്രോക്സിമേറ്റ്ലി ആണ്. അപ്പോൾ ഇത് അതുപോലെ. അപ്പോൾ സി നോക്കി, 1 പ്ലസ് റൂട്ട് 3 ആണ് ഗ്രേറ്റർ ദാൻ ഇ. 1 പ്ലസ് റൂട്ട് 3 2.73 ആണ്, ഇത് 2.71 ആണ്. 1 പ്ലസ് റൂട്ട് 3 ഈസ് ഗ്രേറ്റർ ദാൻ ഇ അല്ലേ? അതായത് ബേസ് ചെറുതും നമ്പർ വലുതുമാണ്. അത് നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ ലോഗ് 1 പ്ലസ് റൂട്ട് 3 ടു ദ ബേസ് ലോഗ് ഓഫ് ഇയുടെ വാല്യൂ 2.71828. അപ്പം ന്യൂമറേറ്റർ ലോഗ് 2.732 divided by log 2.718. അപ്പം ന്യൂമറേറ്റർ ഈസ് ഗ്രേറ്റർ ദാൻ ഡിനോമിനേറ്റർ. അപ്പോൾ ഇതിൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. ന്യൂമറേറ്റർ വലുതും ഡിനോമിനേറ്റർ ചെറുതുമാണ്. അപ്പോൾ അതിൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 1 ആണ്. സൈൻ എക്സ് ഗ്രേറ്റർ ദാൻ 1 എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും അഡ്മിറ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, therefore no solution is the answer to this question. So that means the number of solutions is equal to what? 0. The number of solutions is equal to 0. ഇവിടെ സൈൻ എക്സിൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 1 കിട്ടി. സൈൻ എക്സിൻ്റെ വാല്യൂ എപ്പോഴും -1 +1 ഇടയിലാണ് അല്ലേ? സൈൻ എക്സ് ബിലോങ്സ് ടു ക്ലോസ് ഇൻ്റർവെൽ -1 + 1. So greater than 1 we can never admit, therefore there is no solution to this question. Okay. Now let us see the solution. The area of the region enclosed by the parabolas y is equal to 4x minus x square and 3y is equal to x minus 4 the whole square. Y equal to 4x minus x square. Now y is equal to 4x minus x square എന്ന് പറയുന്നത് ഇതൊരു ഡൗൺവേർഡ് പാരബോളയാണ്. This is downward parabola. And x minus 4 the whole square, this is upward paraboളയാണ്. അപ്പോൾ ഇതിൻ്റെ y equal to 4x minus x square എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ എഴുതാം. y equal to x പുറത്തെടുത്താൽ 4 minus x എന്ന് എഴുതാം. അപ്പോൾ എക്സിൻ്റെ വാല്യൂ ഇവിടെ 0 എന്നും വരും, 4 എന്നും വരും അല്ലേ? എക്സിൻ്റെ വാല്യൂ 0, അതായത് 0യിലും 4ലും അത് y ആക്സിനെ കട്ട് ചെയ്യുന്നു, x ആക്സിനെ കട്ട് ചെയ്യുന്നു. അപ്പോൾ 0 and 4 suppose, so the graph is like this, approximately like this. Suppose this is 0 and 4, it's a downward parabola. And see 3y is equal to x minus 4 the whole square. അപ്പോൾ ഈ രണ്ട് പാരബിള, ഇത് അപ്വേർഡ് പാരബിളയാണ്. ഇത് രണ്ടും കൂടി ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന എവിടെയാണ് നമുക്ക് നോക്കണം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഈ ഇക്വേഷൻ ഇതിനെ ഞാൻ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇതിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ വരിക? 3y is equal to 12x minus 3x square എന്ന് വരും. ഓക്കെ, ഇവിടെ 3y is equal to what? x minus 4 the whole square. So x minus 4 the whole square is equal to 12x minus 3x square. 12x minus 3x square. Okay, now expand here. X square minus 8x plus 16 equal to 12x minus 3x square. Therefore, ഇത് പുറത്തുകൊണ്ടുവരിക 4x square minus 20x plus 16 equal to 0. നമുക്ക് ഒരു 4 കട്ട് ചെയ്യാം. അപ്പോൾ x square minus 5x plus 4 equal to 0. അപ്പോൾ ഇവിടെ എക്സിൻ്റെ വാല്യൂ x minus 1 into x minus
4 എന്ന് എഴുതാം. That is x is equal to 1 and 4. X is equal to 1 and 4. Now ഈ പാരബോള x-ആക്സിനെ കട്ട് ചെയ്യുന്നത് എവിടെയാണ്? 4-ലാണ്. ഓക്കെ, സോ ദിസ് ഈസ് x minus 4 the whole square. 1-ലും 4-ലും കട്ട് ചെയ്യുന്നു. Suppose this is, so the second parabola will be like this. The second parabola, suppose this is 1, so it is going like this. Okay, the vertex എന്ന് പറയുന്നത് ഇവിടെയാണ്. The vertex of the parabola is 4,0. ഈ പാരബോളയുടെ vertex 4,0-ലാണ്. സോ ഇതിന് ഇടയിലുള്ള ഈ ഏരിയയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. And this is the point 1. Okay, so it's actually a very simple question, actually direct question ആണ്. So x is equal to, അപ്പോൾ നമുക്ക് ഈ ഏരിയ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇത് ഏതാണ്? 12x minus this is 12x minus, sorry, this is 4x minus x square ആണ്. Okay, and this is what? X minus 4 the whole square by 3 ആണ്. This is y is equal to, ഇവിടെ നിന്ന് yയുടെ വാല്യൂ x minus 4 the whole square by 3. അപ്പോൾ നമുക്ക് ആ ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ ഇൻ്റഗ്രൽ ഫ്രം 1 to 4 എപ്പോഴും മുകളിലുള്ള കർവിൽ നിന്ന് താഴത്തെ കർവ് സബ്ട്രാക്ട് ചെയ്യാം. 4x minus x square minus x minus 4 the whole square by 3. Okay, now into dx. Okay, so integral formula എന്താണ്? Integral from a to b y1 minus y2 dx. ഇതാണ് നമ്മുടെ ഏരിയയുടെ ഫോർമുല. ഓക്കെ, നൗ യു ക്യാൻ ഇൻ്റഗ്രേറ്റ് ഇറ്റ്. 4x ഇൻ്റഗ്രൽ ഈസ് വാട്ട്? 2x square മൈനസ് x cube by 3 മൈനസ് ഇതിന് ഇൻ്റഗ്രൽ എത്ര വരും? x minus 4 the whole cube by 3 into 3 9 അല്ലെ. x minus 4 whole square integral is x minus 4 whole cube by 3. അപ്പോൾ 3യും ഇവിടെ ഒരു 3 ഉണ്ട് വേറെ. 3 into 3 9 ആയിരിക്കും. ഫ്രം 1 to 4 ആണ്. ഓക്കെ, 1 to 4. നൗ നമുക്കറിയാം 4 കൊടുക്കുമ്പോൾ എത്ര വരിക? 4 into 2 into 16 32 മൈനസ് ഇത് 3 cube 4 cube, that is 64 by 3 minus this is 4 minus 4 0 ആണ്. then 1 കൊടുക്കുക. 2 into 1 2 minus 1 by 3 minus this is 1 minus 4 minus 3 cube, that is minus 27 by 3, that is minus plus 3 അല്ലേ. സോ 32 ഇത് 3 2 5 32 5 വരെ 27. സോ 27 minus 64 plus 1 minus 63 by 3. അപ്പോൾ ഇത് 81 minus 63 by 3. അപ്പോൾ 81 by 3, that is 6 is the answer. So our option is D. So answer to this question is D. It's only a matter of integration. Only thing is that നിങ്ങൾ ചെയ്യേണ്ടത് ഏതൊക്കെ പോയിന്റ്സിലാണ് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത് കണ്ടുപിടിക്കുക. ആ രണ്ട് ഇക്വേഷനോടെ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എക്സിൻ്റെ വാല്യൂസ് കിട്ടും. Then you go for integral area between two curves is given by area is equal to integral from 1 to 4 y1 minus y2 dx. It's a very simple question. Now let us go to next question. Now consider the function f from 0 infinity. അപ്പോൾ ഇവിടെ ഡൊമെയിൻ എന്ന് പറയുന്നത് 0 infinity ആണ്. ഡൊമെയിൻ ഇതാണ്. This is the codomain. Codomain is R. Okay, set of real numbers defined by fx is equal to e raised to minus mod log x. ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ. ആൻഡ് m and n are ഇവിടെ തന്നിരിക്കുന്നത് m ഉം n ഉം. m and n are respectively the number of points at which f is not continuous. കണ്ടിന്യൂസ് അല്ലാതെ വരുന്ന എത്ര പോയിന്റ്സ് ഉണ്ട് അതാണ് m എന്ന് പറയുന്നത്. ആൻഡ് f is not differentiable. എത്ര പോയിന്റ്സിൽ അത് ഡിഫറൻഷ്യബിൾ അല്ല അതാണ് n എന്ന് പറയുന്നത്. അപ്പോൾ തന്നിരിക്കുന്ന ഫംഗ്ഷൻ എവിടെയൊക്കെ ഡിസ്കണ്ടിന്യൂസ് ആണ്, എവിടെയൊക്കെ നോൺ ഡിഫറൻഷ്യബിൾ ആണ് എന്ന് കണ്ടുപിടിക്കുക. എത്ര പോയിന്റ്സിൽ ഡിഫറൻഷ്യബിൾ ആണ് അല്ല, എത്ര പോയിന്റ്സിൽ കണ്ടിന്യൂസ് അല്ല, അതാണ് എമ്മും എന്നും. അപ്പോൾ ആദ്യം നമ്മൾ ഈ ഗ്രാഫ് നമ്മൾ വരയ്ക്കുക. ഇതിൻ്റെ ഗ്രാഫ് എഫ് എക്സ് ഇസ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്യാം. ഞാൻ ലോഗ് എക്സിൻ്റെ ഗ്രാഫ് വരയ്ക്കുക. ഇതാണ് ലോഗ് എക്സിൻ്റെ ഗ്രാഫ്. ദ ഗ്രാഫ് ഓഫ് ലോഗ് എക്സ് ഈസ് ലൈക്ക് ദിസ്. ദിസ് ഈസ് ദ ഗ്രാഫ് ഓഫ് ലോഗ് എക്സ്.
Okay, this is the graph of log x, and so this is the graph of log x. അപ്പോൾ log xന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ 1ന്റെ ലെഫ്റ്റ് സൈഡിൽ ഇത് 0 to ഇൻഫിനിറ്റിയേ ഉള്ളൂ. 1ന്റെ 0 to 1 അത് നെഗറ്റീവ് ആണ്, 1 to ഇൻഫിനിറ്റി log x പോസിറ്റീവ് ആണ്. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് മോഡ് ലോഗ് എക്സ് ആണ്. അപ്പോൾ മോഡ് ലോഗ് എക്സിൻ്റെ ഗ്രാഫ് വരയ്ക്കുമ്പോൾ വാട്ട് യു ഗെറ്റ്, മോഡ് ലോഗ് എക്സ് എന്ന് പറയുമ്പോൾ ഈ താഴെ വരുന്ന നെഗറ്റീവ് ഒക്കെ എന്താവും, ഈ ഭാഗം എന്താവും, പോസിറ്റീവ് ആയിട്ട് മാറും. അപ്പോൾ അതിങ്ങനെയായിരിക്കും വരിക, ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ആയിരിക്കും. അപ്പോൾ ഇതാണ് മോഡ് ലോഗ് എക്സ്. സോ ദിസ് ഈസ് ദ ഗ്രാഫ് ഓഫ് മോഡ് ലോഗ് എക്സ്. ഓക്കെ, സോ ദാറ്റ് ഇസ് എ ഗ്രാഫ് ഓഫ് മോഡ് ലോഗ് എക്സ്. നൗ സോ ഇത് വീണ്ടും 1 തന്നെയാണ്. നൗ ഇതിൻ്റെ മൈനസ് മോഡ് ലോഗ് എക്സ് പറയുമ്പോൾ ഇതിനെ കംപ്ലീറ്റ് താഴേക്ക് കൊണ്ടുവരിക. അപ്പോൾ ഇതിനെ താഴേക്ക് കൊണ്ടുവരുമ്പോൾ ഇങ്ങനെയായിരിക്കും വരിക. ഓക്കെ, ആൻഡ് ഇതാണ് മൈനസ് മോഡ് ലോഗ് എക്സ് എന്ന് പറയുന്നത്. സോ മൈനസ് മോഡ് ലോഗ് എക്സിൻ്റെ ഗ്രാഫ് എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഇത് മൈനസ് മോഡ് ലോഗ് എക്സ്, ഇതേതാണ്, ലോഗ് എക്സ് തന്നെയാണ്. ഇതേതാണ്, മുകളിലേക്കുള്ളത് നമ്മൾ താഴേക്ക് കൊണ്ടുവന്നു. ഇത് ലോഗ് എക്സ് ആണ് അല്ലേ, ഇത് ലോഗ് എക്സ് ആണ്. അത് താഴെ വരുമ്പോൾ എന്തായി, മൈനസ് ലോഗ് എക്സ് ആയി. അപ്പോൾ മൈനസ് മോഡ് ലോഗ് എക്സ് എന്ന് പറയുന്നത് വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് മൈനസ് മോഡ് ലോഗ് എക്സ്. അതിനെ നമുക്ക് രണ്ടായിട്ട് എഴുതാം. ഏതൊക്കെ, ഒന്ന് ലോഗ് എക്സ് ആണ്, ദാറ്റ് ഈസ് ഒന്ന് ലോഗ് എക്സ് ആണ്. ഫോർ ഇത് എക്സ് ലെസ് ദാൻ 1 ആണ്. ഫോർ എക്സ് ലെസ് ദാൻ 1, എക്സ് ലെസ് ദാൻ 1 എന്ന് പറയുമ്പോൾ 0 to 1. ഓക്കെ, എക്സ് ലെസ് ദാൻ 1, 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 1 എന്ന് എഴുതാം. ഈക്വൽ ടു ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. ആൻഡ് മറ്റേന്താണ്, മൈനസ് ലോഗ് എക്സ്. മൈനസ് ലോഗ് എക്സ് നമുക്ക് ഇങ്ങനെ എഴുതാം, ലോഗ് 1/x എന്ന് എഴുതാം. ലോഗ് 1/x ഫോർ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. ഫോർ എക്സ് ഗ്രേറ്റർ ഓർ ഈക്വൽ ടു 1. കാരണം 1 കൊടുത്തു കഴിഞ്ഞാൽ 1ൽ രണ്ടിടത്ത് ഒരേ വാല്യൂ, ലോഗ് 1 ലോഗ് രണ്ടിടത്ത് ഒരുപോലെയാണ്. അപ്പോൾ ഈക്വൽ ടു രണ്ടിടത്തിട്ടാലും കുഴപ്പമൊന്നുമില്ല. സോ മൈനസ് മോഡ് ലോഗ് എക്സ് ഈക്വൽ ടു ലോഗ് എക്സ് ഫോർ എക്സ് 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആൻഡ് ലോഗ് 1/x. നമുക്ക് വേണ്ടത് എഫ് എക്സ്, നമ്മുടെ ഫംഗ്ഷൻ എന്താണ്, ഇ റേസ് ടു മൈനസ് മോഡ് ലോഗ് എക്സ് ആണ്. സോ വാട്ട് ഈസ് ഇ റേസ് ടു മൈനസ് മോഡ് ലോഗ് എക്സ് ഈസ് ഈക്വൽ ടു ഇതിൻ്റെ ഇ റേസ് ടു ലോഗ് എക്സ്. ഇ റേസ് ടു ലോഗ് എക്സ് എടുക്കുമ്പോൾ എന്താവും, എക്സ് എന്നാവും. ഇവിടെ ഇ റേസ് ടു ലോഗ് എടുക്കുമ്പോൾ എന്താവും, 1/x ആവും. സോ ദിസ് ഈസ് എക്സ് ലെസ് ദാൻ 1 ആൻഡ് ദിസ് ഈസ് എക്സ് ഗ്രേറ്റർ ഓർ ഈക്വൽ ടു 1. 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 1. ഓക്കെ, സോ ഇ റേസ് ടു മൈനസ് മോഡ് ലോഗ് എക്സ് എന്ന് പറയുന്നത് എക്സും 1/x ആണ്. ഓക്കെ, ഇ റേസ് ടു മൈനസ് മോഡ് ലോഗ് എക്സ്. നൗ ഇതിൻ്റെ ഗ്രാഫ് വരയ്ക്കുമ്പോൾ എങ്ങനെയായിരിക്കും വരിക, ഇതിൻ്റെ ഗ്രാഫ് നമ്മൾ വരച്ചാൽ ലോഗ് എക്സിൻ്റെ ഗ്രാഫ്, the graph of log x is like this. The graph of y equal to x. Y equal to x is 0 to 1 വരെ ഇങ്ങനെ ആയിരിക്കും. y equal to x. Y equal to x. And മറ്റെന്താണ്, y equal to 1/xന്റെ ഗ്രാഫ് എങ്ങനെയാണ്, 1/x ഗ്രാഫ് is like this. This is graph of 1/x. This is x. Y equal to x. So what happens, ഇത് ഒരിടത്തും ബ്രേക്ക് ആവുന്നില്ല, അതുകൊണ്ട് അത് കണ്ടിന്യൂസ് ആണ്, എല്ലായിടവും കണ്ടിന്യൂസ് ആണ്. ഇറ്റ് ഈസ് കണ്ടിന്യൂസ് എവരിവെയർ. അപ്പോൾ എമ്മിൻ്റെ വാല്യൂ 0 ആണ്, കാരണം അത് കണ്ടിന്യൂസ് അല്ലാത്ത പോയിന്റ്സ് ഒന്നും ഇല്ല എന്നർത്ഥം. ഓക്കെ, ആൻഡ് ഈ പോയിന്റിൻ്റെ ലെഫ്റ്റ് സൈഡിലെ ഡെറിവേറ്റീവ് 1 ആണ്, റൈറ്റ് സൈഡിലെ ഡെറിവേറ്റീവ് -1/x² ആണ്. ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുക, ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുക. ഇത് 1 ആണ്, ഇത് -1/x². എക്സിന് 1 കൊടുക്കുമ്പോൾ 1ലെ റൈറ്റ് ഡെറിവേറ്റീവ് കിട്ടും. 1ലെ റൈറ്റ് ഡെറിവേറ്റീവ് എത്രയാണ്, -1 എന്ന് വരും. എക്സിന് 1 കൊടുക്കുമ്പോൾ -1 വരും. അപ്പോൾ ലെഫ്റ്റ് ഡെറിവേറ്റീവ് 1 ആണ്, റൈറ്റ് ഡെറിവേറ്റീവ് -1 ആണ്. ലെഫ്റ്റ് ഡെറിവേറ്റീവ് നോട്ട് ഈക്വൽ ടു റൈറ്റ് ഡെറിവേറ്റീവ്, therefore the function is not differentiable exactly at one point. ഈ 1ൽ മാത്രം അത് ഡിഫറൻഷ്യബിൾ അല്ല. അപ്പോൾ എന്നിൻ്റെ വാല്യൂ 1 ആണ്. അപ്പോൾ എമ്മിൻ്റെ വാല്യൂ 0 ആണ്, എന്നിൻ്റെ വാല്യൂ 1 ആണ്. അപ്പോൾ m plus n is equal to what, 1. So option B is the answer to this question. ഓക്കെ, സോ ആ ഗ്രാഫ് വരയ്ക്കുന്നത്, നിങ്ങൾ ആ ഗ്രാഫ് വരച്ച് അതിൽ നിന്ന് ആ ഫംഗ്ഷൻ നമ്മൾ കണ്ടുപിടിച്ചെടുക്കുക. എന്നിട്ട് ആ ഫംഗ്ഷൻ്റെ ഫൈനൽ ഗ്രാഫ് വരയ്ക്കുക. അതിൽ നിങ്ങൾക്കറിയാം ഇതൊരു ഷാർപ്പ് പോയിൻ്റാണ്. ഷാർപ്പ് പോയിന്റിൽ യൂഷ്വലി ഇറ്റ് ഈസ് നോട്ട് ഡിഫറൻഷ്യബിൾ. എങ്കിലും നമ്മളത് ചെയ്ത് നോക്കണം. ലെഫ്റ്റ് ഡെറിവേറ്റീവ് റൈറ്റ് ഡെറിവേറ്റീവും കണ്ടുപിടിക്കുക. ഈ 1ലെ ലെഫ്റ്റ് ഡെറിവേറ്റീവ്, ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ എക്സ് ആണ്, റൈറ്റ് എന്ന് പറയുന്നത് 1/x ആണ്. ഈ എക്സിൻ്റെ ഡെറിവേറ്റീവ് 1/xൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക. എന്നിട്ട് എക്സിന് 1 കൊടുക്കുമ്പോൾ വി വിൽ ഗെറ്റ് ലെഫ്റ്റ് ഡെറിവേറ്റീവ് നോട്ട് ഈക്വൽ റൈറ്റ് ഡെറിവേറ്റീവ്. ദ ഫംഗ്ഷൻ ഇസ് നോട്ട് ഡിഫറൻഷ്യബിൾ എക്സാക്ട്ലി അറ്റ് 1 point. അപ്പോൾ എമ്മിൻ്റെ വാല്യൂ 0, എന്നിൻ്റെ വാല്യൂ 1. So total is m plus n. It's a very moderate level question. Okay, now let us go to the next question. The number of ways in which 21
identical apple. Question from permutations and combinations. Actually, a very simple question. There are 21 identical apples. Identical is very important. 21 identical apples that can be distributed among 3 children. അതായത് 3 കുട്ടികളുണ്ട്. ആ 3 കുട്ടികൾക്ക് നമ്മൾ 21 ആപ്പിൾസ് കൊടുക്കണം. 21 ആപ്പിൾസ് കൊടുക്കണം. നമ്മുടെ കയ്യിൽ ആകെയുള്ള ആപ്പിൾസിൻ്റെ എണ്ണം 21 ആണ്. Such that each child get at least 2 apples. ഓരോ കുട്ടിക്കും 2 ആപ്പിളെങ്കിലും കിട്ടിയിരിക്കണം. അപ്പോൾ അവിടെ കണ്ടീഷൻ എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ കുട്ടിക്ക് നമ്മൾ 2 എണ്ണം കൊടുത്തു, രണ്ടാമത്തെ കുട്ടിക്ക് 2 എണ്ണം കൊടുത്തു, മൂന്നാമത്തെ കുട്ടിക്ക് 2, ഓരോരുത്തർക്കും 2 എണ്ണം വെച്ച് കൊടുത്തു. ഇനി ബാക്കി, അപ്പോൾ ആ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആയി. ഓരോ കുട്ടിക്കും ഷുഡ് ഗെറ്റ് അറ്റ്ലീസ്റ്റ് 2 ആപ്പിൾസ്. അപ്പോൾ ആ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആയി. ഇനിയിപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇവിടെ 0 കൊടുത്ത് ഇവിടെ 1 കൊടുത്തിട്ട് ഇവിടെ ബാക്കി 14 കൊടുക്കും. കാരണം ബാക്കി ഇനി എത്രയുണ്ട്? 21 നിന്ന് നമ്മൾ 6 കുറച്ചാൽ 15 ആപ്പിൾസ് ബാക്കിയുണ്ട്. 6 നമ്മൾ കൊടുത്തു, ഓരോ കുട്ടിക്ക് 2 വെച്ച് 6 കൊടുത്തു, ബാക്കി ഇനി 15 എണ്ണേ ഉള്ളൂ. ആ 15 എണ്ണം നമുക്ക് എങ്ങനെ വേണമെങ്കിലും കൊടുക്കാം. 0, 0, 15 ഇങ്ങനെയൊക്കെ കൊടുക്കാം. ഓക്കെ, 1, 1, 13 ഇങ്ങനെയൊക്കെ കൊടുക്കാം. അണ്ടർസ്റ്റുഡ്? അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നത്, ഇത് നമ്മളൊരു ഇക്വേഷൻ ആക്കുക. അതായത് ഇതിപ്പോൾ ഈ കുട്ടിക്ക് എക്സ് കൊടുത്തു, ഇത് വൈ കൊടുത്തു, ഇവിടെ ഇസഡ് കൊടുത്തെങ്കിൽ ടോട്ടൽ എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് ഈക്വൽ ടു 15. അപ്പോൾ അവിടെ എക്സ് വൈ ഇസഡിൻ്റെ വാല്യൂ വേണമെങ്കിൽ 0 വരാം. എക്സ് വൈ ഇസഡിൻ്റെ വാല്യൂ 0 വരാം. അപ്പോൾ number of integral solutions including 0 is given by the formula n plus r minus 1 cr minus 1, where r stands for the number of variables. ഇവിടെ നമ്പർ ഓഫ് വേരിയബിൾസ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് കുട്ടികളാണ്. 3 കുട്ടികൾ, ആറിൻ്റെ വാല്യൂ 3 ആണ്. n എന്ന് പറഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് ആപ്പിൾസ് നമുക്ക് 15 എണ്ണം ഉണ്ട്. So 15 plus 3 minus 1 C3 minus 1, that is 17 C2, that is 17 into 16 by 2, that is number 1336, 136. Option B is the answer to this question. Okay, so it's a very simple question actually. Now let us go to the next question. Let a variable line passing through the center of the circle x square plus y square minus 16x minus 4y equal to 0 meet the positive coordinate axis. Okay, a variable. അപ്പോൾ ആദ്യം നിങ്ങൾ ഈ സർക്കിളിൻ്റെ സെൻറ്റർ ഏതാണ്? The center of the circle is 8,2. The center of the circle is 8,2. A variable line passing through the center of the circle meet the positive coordinate axis. അതായത് ആ സർക്കിൾ നമ്മൾ ആ ലൈൻ വരയ്ക്കുമ്പോൾ ദാറ്റ് ലൈൻ ഈസ് പാസിങ് ത്രൂ ഈസ് ലൈക്ക് ദിസ്. ആ ലൈൻ പാസ് ചെയ്യുന്ന സർക്കിളിൻ്റെ സെൻറ്ററാണ്. സെൻറ്റർ എന്ന് പറയുന്നത് 8,2 ആണ്. ഓക്കെ, 8,2ൽ കൂടി പോകുന്ന ഒരു സർക്കിളാണ്. ഓക്കെ, സോ ദിസ് ഈസ് സർക്കിൾ. സർക്കിളിൻ്റെ സെൻറ്ററിൽ കൂടിയാണ് ദാറ്റ് ലൈൻ ഈസ് പാസിങ്. ദാറ്റ് ലൈൻ ഈസ് പാസിങ് ത്രൂ ദി സെൻറ്റർ ഓഫ് ദി സർക്കിൾ. Okay, so meet the positive coordinate axis at points A and B. അപ്പോൾ ഈ പോയിന്റ് ആണ് A എന്ന് പറയുന്നത്, ഈ പോയിന്റ് ആണ് B എന്ന് പറയുന്നത്. This is A and this is B. This is the origin and we have to find the minimum value of OA plus OB. അപ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും, ഈ ലൈൻ സെൻറ്റർ ഫസ്റ്റ് ക്വാർട്ടറിലായതുകൊണ്ട് ലൈൻ ഡിക്രീസിങ് ലൈൻ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ സ്ലോപ്പ് നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കി വെച്ചോളുക, സ്ലോപ്പ് നെഗറ്റീവ് ആയിരിക്കണം. കാരണം ആ ലൈൻ ഫസ്റ്റ് ക്വാർട്ടറിൽ ലൈൻ ആകുമ്പോൾ നമുക്കിങ്ങനെ വരയ്ക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് സ്ലോപ്പ് എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. കാരണം അത് പിന്നെ സർക്കിളിൻ്റെ സെൻറ്ററിൽ കൂടെ പാസ് ചെയ്യും കൂടി വേണം, 8,2ൽ കൂടി പാസ് ചെയ്യും കൂടി വേണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ലൈനിൻ്റെ സ്ലോപ്പ് അറിയില്ല, അത് എം എന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് ഈ ലൈനിൻ്റെ സ്ലോപ്പ് എം വെച്ചിട്ട് ലൈൻ്റെ ഇക്വേഷൻ എങ്ങനെ എഴുതാം? y മൈനസ് y1 ഈക്വൽ ടു എം ഇൻറ്റു എക്സ് മൈനസ് x1 എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ എ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ വൈക്ക് 0 കൊടുക്കണം, ബി കണ്ടുപിടിക്കണമെങ്കിൽ എക്സിന് 0 കൊടുക്കണം. അപ്പോൾ എക്സിന് 0 എടുക്കുമ്പോൾ ബി കിട്ടും, വൈക്ക് 0 എടുക്കുമ്പോൾ എ കിട്ടും. സോ വെൻ യു പുട്ട് y ഈക്വൽ ടു 0 യു വിൽ ഗെറ്റ് -2 ഈക്വൽ ടു mx മൈനസ് 8m. അപ്പോൾ ഇവിടുന്ന് എക്സിൻ്റെ വാല്യൂ എത്ര വരും? എക്സിൻ്റെ വാല്യൂ 8m മൈനസ് 2 ബൈ എം എന്ന് വരും. ആ എക്സ് എന്ന് പറയുന്നതാണ് ഒ എ ഈക്വൽ ടു. ഇനിയും ഒ ബി കിട്ടണമെങ്കിലോ വൈക്ക് എക്സിന് 0 കൊടുക്കണം. എക്സിന് 0 കൊടുത്താൽ
y minus 2. So x in 0 കൊടുത്താൽ y minus 2 equal to m into minus 8. So y യുടെ value, therefore y equal to 2 minus 8m. 2 minus 8m. Okay, y യുടെ value 2 minus 8m, x ൻ്റെ value 8m minus 2 by m. Okay, ഇതാണ് OB എന്ന് പറയുന്നത്. ഇനി നമുക്ക് OA plus OB മിനിമം ആയിരിക്കണം. OA plus OB മിനിമം ആയിരിക്കണം. അപ്പോൾ വാട്ട് ഈസ് OA plus OB ഈക്വൽ ടു? OA plus OB ഈസ് ഈക്വൽ ടു 8m minus 2 by m, 8m minus 2 by m plus 2 minus 8m, plus 2 minus 8m. നമുക്കിവിടെ സ്പ്ലിറ്റ് ചെയ്യാം. 8 minus 2 by m plus 2 minus 8m, that is 8 plus 2, 10 minus 2 by m minus 8m എന്ന് വരും. 2 by m minus 8m. ഓക്കെ, അപ്പോൾ ഈ ഫംഗ്ഷൻ ഇത് മിനിമം ആയിരിക്കണം എന്ന് പറയുമ്പോൾ ഇതിപ്പോൾ സപ്പോസ് ദിസ് ഈസ് ഫംഗ്ഷൻ ഓഫ് എം ആണ്, ഫംഗ്ഷൻ ഓഫ് എം ആണ്. അപ്പോൾ അതിന് മിനിമം ആണെങ്കിൽ കണ്ടീഷൻ എന്താണ്? ഫസ്റ്റ് ഡെറിവേറ്റീവ് 0 ആയിരിക്കണം അല്ലേ, ആൻഡ് സെക്കൻഡ് ഡെറിവേറ്റീവ് എന്തായിരിക്കണം? പോസിറ്റീവ് ആയിരിക്കണം ഫോർ മിനിമം. ഫസ്റ്റ് ഡെറിവേറ്റീവ്, വാട്ട് ഈസ് ഫസ്റ്റ് ഡെറിവേറ്റീവ്? 10 0 ആണ്. മൈനസ് 2 ഇൻറ്റു മൈനസ് 2 മൈനസ് 1 ബൈ എം സ്ക്വയർ. 1 ബൈ എം ഡെറിവേറ്റീവ്സ് മൈനസ് 1 ബൈ എം സ്ക്വയർ മൈനസ് 8 ഈക്വൽ ടു 0. അപ്പോൾ നമുക്കിവിടെ 2 ബൈ എം സ്ക്വയർ ഈക്വൽ ടു 8 എന്ന് വരും, ശരിയല്ലേ? therefore m square equal to 1 by 4. m is equal to plus or minus 1 by 2 എന്ന് വരും. m square equal to 1 by 4. therefore m is equal to plus or minus 1 by 2. അതിൽ m നെഗറ്റീവ് ആണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. കാരണം സ്ലോപ്പ് ഓഫ് ദ ലൈൻ it is a decreasing line. therefore m ൻ്റെ വാല്യൂ minus 1 by 2. m equal to what? minus 1 by 2. m is equal to minus 1 by 2 ആകുമ്പോൾ നമുക്ക് അവിടെ സെക്കൻഡ് ഡെറിവേറ്റീവ് നിങ്ങൾ കണ്ടുപിടിച്ചാൽ അത് പോസിറ്റീവ് ആയിട്ടേ വരികയുള്ളൂ. So when you put m is equal to minus 1 by 2 in the question, you will get the minimum value. The minimum value is OA plus OB equals, therefore OA plus OB equals 10 minus 2 by minus 1 by 2 minus 8 into minus 1 by 2 minus 1 by 2. So 10 plus 4 plus 4, that is 18 is the answer. Option C is the answer to this question. Okay, so 18. Okay, so that's actually a simple question. Now let us go to the next question. It's a question from complex numbers. Z1 and Z2 are two complex numbers such that modulus of Z1 plus Z2 is equal to 5, and Z1 cube plus Z2 cube is equal to 20 plus 59, and modulus of Z1 raised to 4 plus Z2 raised to 4 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇപ്പം ഞാനിപ്പോൾ ഇവിടെ എയും ബി ഉപയോഗിക്കുകയാണ്. മോഡുലസ് ഓഫ് എ റേസ്റ്റ് ടു 4 പ്ലസ് ബി റേസ്റ്റ് ടു 4 കണ്ടുപിടിക്കണം. ഓക്കെ, തന്നിരിക്കുന്നത് എന്താണ്? എ പ്ലസ് ബി ഈക്വൽ ടു 5 എന്ന് തന്നിട്ടുണ്ട്. എ പ്ലസ് ബി ഈക്വൽ ടു 5 ആൻഡ് എ ക്യൂ പ്ലസ് എയും ബിയും കോംപ്ലക്സ് നമ്പേഴ്സ് ആണ്. എ ക്യൂ പ്ലസ് ബി ക്യൂബ് ഈക്വൽ ടു 20 പ്ലസ് 15i ആണ്. ഓക്കെ, നൗ വാട്ട് ഈസ് എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് ഈക്വൽ ടു എ പ്ലസ് ബി the whole cube minus 3ab into a plus b. a cube plus b cube equal to a plus b whole cube minus 3ab into a plus b. Okay, now a cube plus b ക്ക് നമുക്ക് തന്നിട്ടുണ്ട് എത്രയാ? 20 plus 15i is equal to a plus b. a plus b തന്നിട്ടുണ്ട്. a plus b is equal to 5. So 5 cube 125 minus 3ab into again a plus b is 5. ത്രൂ ഔട്ട് നമുക്കൊരു 5 കട്ട് ചെയ്യാം. ഒരു 5 കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ഒരു 5 കട്ട് ചെയ്യുമ്പോൾ 4 കിട്ടും, ഇവിടെ 3 വരും, ഇവിടെ 25 വരും, ഇവിടെ 5 കട്ടായി. ബാക്കി എത്ര വരും? 4 plus 3i is equal to 25 minus 3ab എന്ന് വരും. 25 minus 3ab. So 3abയുടെ വാല്യൂ എത്രയാണ്? 3ab is equal to 4 അപ്പുറത്തുകൊണ്ട് 25 minus 4 21 minus 3i.
21 minus 3i. 3ab യുടെ ആൻസർ നമുക്ക് 3 കട്ട് ചെയ്യാമല്ലോ. സോ ലെറ്റ് us ക്യാൻസൽ 3. സോ എ ബിയുടെ വാല്യൂ 7 മൈനസ് ഐ എന്ന് വരും. എ ബിയുടെ വാല്യൂ 7 മൈനസ് ഐ എന്ന് വരും. നോ നമുക്ക് കണ്ടുപിടിക്കേണ്ട ആക്ച്വലി ഇതെന്താണെന്ന് നോക്കിക്കോളൂ. മോഡുലസ് ഓഫ് എ റേസ് ടു 4 പ്ലസ്. അപ്പോൾ എ റേസ് ടു 4 പ്ലസ് ബി റേസ് ടു 4 is equal to a square plus b square the whole square minus 2a square b square ആണ്. എ പ്ലസ് ബി ഹോൾ സ്ക്വയർ പറയുന്ന പോലെ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഈക്വൽ ടു എ പ്ലസ് ബി ഹോൾ സ്ക്വയർ മൈനസ് 2ab എന്ന് പറയുന്ന പോലെ എ റേസ് ടു 4 പ്ലസ് ബി റേസ് ടു 4 ഈക്വൽ ടു വാട്ട്? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഹോൾ സ്ക്വയർ മൈനസ് 2a സ്ക്വയർ ബി സ്ക്വയർ. Now that is equal to a square plus b square. ഇതിൽ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ നമുക്ക് കണ്ടുപിടിക്കാം. വാട്ട് ഈസ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ? എ പ്ലസ് ബി ഹോൾ സ്ക്വയർ മൈനസ് 2ab. എ പ്ലസ് ബി ഹോൾ സ്ക്വയർ മൈനസ് 2ab. എ പ്ലസ് ബി നമുക്കറിയാം 5 ആണ്. എ പ്ലസ് ബി ഈസ് ഈക്വൽ ടു 5 സ്ക്വയർ, ദാറ്റ് ഈസ് 25 മൈനസ് 2 ഇൻറ്റു എ ബി നമുക്ക് കിട്ടിയിട്ടുണ്ട് 7 മൈനസ് ഐ. 7 മൈനസ് ഐ എന്ന് വരും. Okay, so that is 25 minus 14, that is 11 minus minus plus 2i എന്ന് വരും. 25 minus 14, that is 11 plus 2i. അതാണ് what? A square plus b square. Now a raised to 4 plus b raised to 4 അപ്പോൾ എന്തായിരിക്കും? So a raised to 4 plus b raised to 4 equal to a square plus b squareൻ്റെ സ്ക്വയർ ആണ്. അപ്പോൾ ഇതിൻ്റെ സ്ക്വയർ എടുക്കുക, that is 11 plus 2i the whole square minus 2 into a square b square. A square b square is 7 minus i the whole square. 7 minus i the whole square. 7 minus i the whole square. Now expand the 11 square 121 minus 2i the square minus 4. 11 into 4 22 plus into 2 44. 44i minus ഇവിടെ 2 ഇൻറ്റു 7i 49ൻ്റെ സ്ക്വയർ 7ൻ്റെ സ്ക്വയർ 49 ഇൻറ്റു 2 98. പിന്നെ മൈനസ് പ്ലസ് ഐ സ്ക്വയർ മൈനസ് 1 ഇൻറ്റു 2 മൈനസ് 2. പിന്നെ മൈനസ് 14i ഇൻറ്റു 2 പ്ലസ് മൈനസ് 28i എന്ന് വരും. മൈനസ് 28i. ഓക്കെ, സോ ദിസ് ഈസ് equal to 121 minus 4, that is 117 plus 44i. ഇത് 98 minus 2 96 minus 96 plus 28i plus 28i. അപ്പോൾ ഇത് കുറയ്ക്കുമ്പോൾ എത്ര വരിക? 96 അല്ലേ? അപ്പോൾ 100 കുറയ്ക്കുമ്പോൾ 17 വരും. 17 4 21. 21 പ്ലസ് 44 44 8 52 72 72i. 21 plus 72i. അതാണ് വാട്ട്? മോഡുലസ് ഓഫ് എ റേസ് ടു 4 പ്ലസ് ബി റേസ് ടു 4. ഇതിൻ്റെ മോഡുലസ് ആണ് നമ്മുടെ ആൻസർ. മോഡുലസ് ഓഫ് ദിസ് ഈസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് 21 plus 72i, that is equal to root of 21 square plus 72 square, that is equal to 75 square, that is equal to 75. Okay, so our answer is 75. Option B is our answer to this question. Actually it's a simple question, but only thing is that lot of that steps, calculation steps അവിടെ വരുന്നുണ്ട്. അത്രയും മാനിപ്പുലേറ്റ് ചെയ്ത് നമ്മൾ എടുക്കണം. എ റേസ് ടു 4 പ്ലസ് ബി റേസ് ടു 4, എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ കണ്ടുപിടിക്കുക. എ ക്യൂ പ്ലസ് ബി ക്യൂ തന്നിട്ടുണ്ട്, അതിൽ നിന്ന് നമ്മൾ എ ബി കണ്ടുപിടിക്കുക. ഓക്കെ, ഇവിടുന്ന് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ നമുക്ക് കണ്ടുപിടിക്കുക. ഓക്കെ, എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ കണ്ടുപിടിച്ചിട്ട് ആ വാല്യൂ എടുത്ത് എവിടെ കൊടുക്കുക? എ റേസ് ടു 4 പ്ലസ് ബി റേസ് ടു 4 ഈ ഫോമിലേക്ക് കൊടുക്കുക. സോ ദാറ്റ് മച്ച് ടൈം കൺസ്യൂമിങ് ആണ്. ഓക്കെ, സോ അതിന് വേറെ ഷോർട്ട് കട്ട് മെത്തേഡ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. Okay, thank you. Now let us go to the next question. Yeah, it's a question from integration. Let f comma g from 0 infinity. So this is the domain and this is the codomain with the two functions defined by f of x equal to f of x നോക്കുക. f of x is equal to ഇത്രയാണ് f of x എന്ന് പറയുന്നത്, and g of x എന്ന് പറയുന്നത് ഇത്രയാണ്. ഓക്കെ, ഇൻ്റഗ്രൽ 0 to x സ്ക്വയർ ടി റേസ് ടു ഹാഫ് എന്ന് പറയാം റൂട്ട് ടി. ഓക്കെ, ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ 0 to x സ്ക്വയർ
root of t into e raised to minus t dt. E raised to minus t dt. And f of x, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? f of ഇത്രയും f of root of log 9 to the base e, root of ln 9, okay, plus g root of ln 9 ആണ്. Now let us see, this is e raised to minus t, okay, this is e raised to minus t dt. അപ്പോൾ ഇതാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം f of x എടുക്കുക. f of x എന്ന് പറയുന്നത് എന്താണ്? ഇൻ്റഗ്രൽ മൈനസ് എക്സ് ടു എക്സ്, ഓക്കെ, മോഡ് ടി പ്ലസ് ടി മൈനസ് ടി സ്ക്വയർ ഇൻറ്റു ഇ റേസ് ടു മൈനസ് ടി സ്ക്വയർ ഡി ടി. നമുക്കറിയാം മോഡ് ടി എന്ന് പറയുന്നത് ഈവൻ ഫംഗ്ഷനാണ്, ടി സ്ക്വയർ ഈവൻ ഫംഗ്ഷനാണ്. ഇവിടെ ടി സ്ക്വയർ ഈവൻ ഫംഗ്ഷനാണ്. അപ്പോൾ ഇവിടെ എക്സിന് ടി എന്ന് പറയുന്നത് മൈനസ് ടി ആയാലും വാല്യൂ ഈ ഫംഗ്ഷന് മാറ്റം വരില്ല. സോ ദിസ് ഈസ് ആൻ ഈവൻ ഫംഗ്ഷൻ, ദിസ് ഈസ് ആൻ ഈവൻ ഫംഗ്ഷൻ. അപ്പോൾ ഈവൻ ഫംഗ്ഷൻ വരുമ്പോൾ, കാരണം എഫ് ഓഫ് മൈനസ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് തന്നെ വരും. അപ്പോൾ അതൊരു ഈവൻ ഫംഗ്ഷനാണ്. ഈവൻ ഫംഗ്ഷൻ വരുമ്പോൾ നമുക്ക് അതിനെ എങ്ങനെ എഴുതാം? 2 ഇൻറ്റു സിമെട്രിക് ആണ് അല്ലേ? ഒരു ഈവൻ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ അത് ഇങ്ങനെയായിരിക്കും വരിക, അത് ഒറിജിന് സിമെട്രിക് ആയിട്ട് വരും രണ്ട് സൈഡിലേക്കും. Therefore, it can be written as 2 into integral from 0 to x. Okay, mod t എന്ന് പറയുന്നത് നമുക്ക് t എന്ന് എഴുതാം, mod t equal to t, because 0 to x ആണ് നമ്മൾ എടുക്കുന്നത്. 0 മുതൽ x വരെ എടുക്കുക. അതായത് ടോട്ടൽ ഏരിയ കണ്ടുപിടിക്കാൻ ഈ ഭാഗത്ത് ഏരിയ കണ്ടുപിടിച്ചിട്ട് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ 0 to എടുക്കുമ്പോൾ mod t എന്ന് പറഞ്ഞാൽ t എന്ന് എഴുതിയാൽ മതി, കാരണം പോസിറ്റീവ് അല്ലേ. 0 to x എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് അല്ലേ. സോ t മൈനസ് ടി സ്ക്വയർ ഇൻറ്റു ഇ റേസ് ടു മൈനസ് ടി സ്ക്വയർ dt, e raised to minus t square dt, okay, e raised to minus t square dt. So e raised to minus t square, okay. അപ്പോൾ ഞാനിവിടെ ഈ ടി പുറത്തെടുക്കുന്നു. ഈ ടി പുറത്തെടുത്തിട്ട് ഇൻ്റഗ്രൽ 0 to x ടി പുറത്തെടുത്ത് ഇവിടെ ടി ഡി ടി എന്ന് എഴുതുന്നു, ടി ഡി ടി. ഈ 2 കൂടി ഇങ്ങോട്ട് എഴുതുന്നു, 2 ഡി ടി, ഓക്കെ. ബാക്കി എത്ര വരും? 1 മൈനസ് ടി സ്ക്വയർ ഇൻറ്റു ഇ റേസ് ടു മൈനസ് ടി സ്ക്വയർ എന്ന് വരും. 1 മൈനസ് ടി ഇൻറ്റു 1 മൈനസ് ടി, ടി പുറത്തെടുത്താൽ പിന്നെ 1 മൈനസ് ടി ഉള്ളൂ. 1 മൈനസ് ടി ഇൻറ്റു 2t. ഞാനിവിടെ ടി സ്ക്വയറിനെ വൈ എന്ന് കൊടുക്കുന്നു. ടി സ്ക്വയറിന് വൈ എന്ന് കൊടുത്താൽ 2t ഡി ടി എന്തായിരിക്കും? ഡി വൈ ആയിരിക്കും അല്ലേ. 2t ഡി ടി ഈക്വൽ ടു ഡി വൈ എന്നായിരിക്കും. സോ ടി സ്ക്വയർ ഈക്വൽ ടു വൈ ആണ്. അപ്പോൾ വൈ ഈക്വൽ ടു ടി സ്ക്വയർ ആണ്, ഓക്കെ. അപ്പോൾ ഇൻ്റഗ്രൽ, സോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മളിവിടെയാണ്. എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു, ഓക്കെ, ഇൻ്റഗ്രൽ 0 to x സ്ക്വയർ എന്നാവും. കാരണം എന്താ? കാരണം ലിമിറ്റ് ഇവിടെ 0, എക്സിന് എക്സ് ചേഞ്ചസ് ടു, സോറി വൈ ഈസ് ഈക്വൽ ടു ടി സ്ക്വയർ നമ്മൾ കൊടുത്തിരിക്കുന്നു. വൈ ഈസ് ഈക്വൽ ടു ടി സ്ക്വയർ ആകുമ്പോൾ ലിമിറ്റ് എന്താവും? 0 സ്ക്വയർ, 0 ആവും. എക്സിൻ്റെ സ്ക്വയർ എത്ര ആവും? എക്സ് സ്ക്വയർ ആവും. പിന്നെ 1 മൈനസ് ടി എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? ടി സ്ക്വയർ ഈക്വൽ ടു വൈ ആണ്. അപ്പോൾ ടി ഈസ് ഈക്വൽ ടു വാട്ട്? റൂട്ട് വൈ ആയിരിക്കും, ഓക്കെ. സോ ടി സ്ക്വയർ ഈസ്, സോ 1 മൈനസ് റൂട്ട് വൈ ഇൻറ്റു ഇ റേസ് ടു മൈനസ് വൈ എന്ന, ടി സ്ക്വയറിനെ വൈ എന്ന് വിളിച്ചിരിക്കുന്നു. ഇ റേസ് ടു മൈനസ് വൈ ഇൻറ്റു ഡി വൈ എന്ന് വരും അല്ലേ. ഇത്രയും ഭാഗം എന്താവും? ഡി വൈ ആവും. ഈ മൈനസ് ടി സ്ക്വയർ എന്താവും? മൈനസ് വൈ ആവും. സോ 1 മൈനസ് റൂട്ട് വൈ, ടി എന്ന് പറയുന്നത് റൂട്ട് വൈ ആവും, ഓക്കെ. 1 മൈനസ് റൂട്ട് വൈ ഇൻറ്റു ഇ റേസ് ടു മൈനസ് വൈ ഡി വൈ. ഇത് നമ്മൾ ഇതിനെ ഇങ്ങനെ ആക്കുന്നു, ഇൻ്റഗ്രൽ 0 to x സ്ക്വയർ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ഇ റേസ് ടു മൈനസ് വൈ ഡി വൈ മൈനസ് ഇൻ്റഗ്രൽ 0 to x സ്ക്വയർ റൂട്ട് വൈ ഇ റേസ് ടു മൈനസ് വൈ ഡി വൈ എന്ന് വരും, ഓക്കെ. റൂട്ട് വൈ ഇ റേസ് ടു മൈനസ് വൈ ഡി വൈ. സി നമ്മളുടെ ആ തന്നിരിക്കുന്ന ജി എക്സ് നോക്കിക്കേ. ജി എക്സ് എന്ന് പറയുന്നത് 0 to x സ്ക്വയർ റൂട്ട് ടി റേസ് ടു മൈനസ് ടി ഡി ടി ആണ്. അത് തന്നെയാണിത്. ഇവിടെ ഞാൻ ടി വൈ മാറ്റി ടി ആക്കിയാൽ മതി. ഇൻ്റഗ്രൽ 0 to x സ്ക്വയർ റൂട്ട് ടി ഇ റേസ് ടു മൈനസ് ടി ഡി ടി എന്നാക്കിയത്. ഇവിടെ ഞാൻ വൈ ഈക്വൽ ടി എന്ന് കൊടുക്കുകയാണ്. പുതിയ വേറെ വേരിയബിളാണ് വൈ ഈക്വൽ ടി. നേരത്തെ ഉള്ള ടി ആയിട്ട് ബന്ധമൊന്നുമില്ല, ഓക്കെ. സോ റൂട്ട് ടി റേസ് ടു മൈനസ് ഡി ടി മൈനസ് ഇതിന് ഇൻ്റഗ്രൽ എത്രയാണ്? മൈനസ് ഇ റേസ് ടു മൈനസ് വൈ ഫ്രം 0 to x സ്ക്വയർ ആണ്. അതാണ് എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു. സോ എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ഇത് കൊടുക്കുമ്പോൾ എത്ര വരും? മൈനസ്, നമുക്ക് മൈനസ് കളയാൻ വേണ്ടി 0 ആദ്യം കൊടുക്കാം. അപ്പോൾ ഇ റേസ് ടു 0 1
minus e raised to minus x square എന്ന് വരും. ഓക്കെ, ലിമിറ്റ് ഞാൻ തിരിച്ചെഴുതി, മൈനസ് കളയാൻ വേണ്ടി ലിമിറ്റ് തിരിച്ചെഴുതി. അതായത് 0 ആദ്യം കൊടുക്കുക, എസ് സ്ക്വയർ രണ്ടാമത് കൊടുക്കുക, ഇ റേസ് ടു മൈനസ് എസ് സ്ക്വയർ. ഇത് നമ്മളുടെ തന്നിരിക്കുന്ന ജി തന്നെയാണ്, ജി എക്സ് ആണ് ഇത്. ഓക്കെ, ദിസ് ഈസ് ജി എക്സ്. ഇത് തന്നിരിക്കുന്ന ജി എക്സ് തന്നെയാണ്. ദിസ് ഈസ് ഈക്വൽ ടു ജി എക്സ്. അപ്പോൾ എഫ് ഓഫ് എക്സ്, ഈ ജി എക്സ് ഇപ്പുറത്ത് കൊണ്ടുവരിക. എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു വാട്ട്? 1 മൈനസ് ഇ റേസ് ടു മൈനസ് എക്സ് സ്ക്വയർ. 1 minus e raised to minus x square. f of x plus g of x equal to 1 minus e raised to minus x square. അപ്പോൾ ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ട എഫ് ഓഫ് റൂട്ട് ഓഫ് ലോഗ് 9 ആണ്. അപ്പോൾ എക്സിൻ്റെ പ്ലേസിൽ റൂട്ട് ഓഫ് ലോഗ് 9 കൊടുക്കുക. പുട്ട് എക്സ് ചേഞ്ചസ് ടു റൂട്ട് ഓഫ് ലോഗ് 9. റൂട്ട് ഓഫ് ലോഗ് 9. ഓക്കെ, റൂട്ട് ഓഫ് ലോഗ് 9. അപ്പോൾ എക്സ് സ്ക്വയർ, എക്സ് ഇസ് ഈക്വൽ ടു, അപ്പോൾ എക്സ് സ്ക്വയർ എന്താവും? ലോഗ് 9 ആവും. log 9 ആവും. അപ്പോൾ എഫ് ഓഫ് റൂട്ട് ഓഫ് ലോഗ് 9 പ്ലസ് ജി ഓഫ് റൂട്ട് ഓഫ് ലോഗ് 9 is equal to 1 minus e raised to minus x square minus log 9. മൈനസ് ലോഗ് 9 എന്ന് പറയുമ്പോൾ 1/9 ആവും. മൈനസ് ലോഗ് 9 is minus s square is minus log 9, that is equal to log 1/9. So 1 minus 1 by e raised to log 1/9 എടുക്കുമ്പോൾ എന്താവും? 1/9 എന്ന് വരും. e raised to log 1/9. So 1 minus 1/9 is what? 8/9. 8/9. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഇവിടെ ഒരു 9 ഇൻറ്റും കൂടി ഉണ്ട്. 9 ഇൻറ്റു, ഓക്കെ, അപ്പം 9 ഇൻറ്റു 8/9. 9 ഇൻറ്റു 8/9 is equal to what? Okay, is equal to 8 is the answer. 9 and 9 cancels. You will get 8. Option D is the answer. Okay, option D is the answer to this question. It is actually a moderate level question, not so difficult. But only thing is that you must be able to apply the properties and even function the property ellam അറിഞ്ഞിരിക്കുക. Okay, now let us go to the next question. Yeah, let A be a 3/3 real matrix such that A into 1 0 1 is equal to 2 into 1 0 1 etc. A എന്ന് പറയുന്നത് ഒരു 3/3 റിയൽ മാട്രിക്സ് ആണ്, മാട്രിക്സ് വിത്ത് റിയൽ നമ്പേഴ്സ്. എ എന്ന് പറയുന്നത് പറഞ്ഞിരിക്കുന്നത് എന്താ? A into 1 0 1 is equal to 2 into 1 0 1. A into minus 1 0 1 equal to 4 into minus 1 0 1. അങ്ങനെയാണ്. അപ്പോൾ നമുക്ക് രണ്ട് മെത്തേഡ് ചെയ്യാം. ഒന്ന് നമ്മൾ സാധാരണ നിങ്ങൾ പഠിച്ചിട്ടുള്ള മെത്തേഡ്, NCERT മെത്തേഡ്. മറ്റേത് നമ്മൾ പഠിച്ചിട്ടില്ല, ഏഗൺ വാല്യൂസ്, ഏഗൺ വെക്ടേഴ്സ് മെത്തേഡാണ്. അപ്പോൾ അത് ഞാനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, അത് ബിക്കോസ് യു ഹാവിൻറ്റ് ലേൺഡ് ഇറ്റ്. സോ ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, എ എന്ന് പറഞ്ഞൊരു 3/3 മാട്രിക്സ് നമ്മൾ അസ്യൂം ചെയ്യുക. ലെറ്റ് A is equal to x1 y1 z1 x2 y2 z2 x3 y3 z3. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ അധികം ടൈം കൺസ്യൂം ചെയ്യാതെ ഇപ്പോൾ ഒരു മാട്രിക്സ് നോക്കി. ഇത് A into 1 0 1, ഇതിനെ നമ്മൾ 1 0 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ വരിക? 1 0 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നോക്കിയാൽ ഫസ്റ്റ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം, അപ്പോൾ എത്ര വരും? x1 പ്ലസ് z1 എന്ന് വരും. അടുത്ത രണ്ടാമത്തെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴോ x2 പ്ലസ് z2 വരും, കാരണം നടുക്കുള്ള 0 ആയിപ്പോൾ അല്ലേ. പിന്നെ x3 പ്ലസ് മൂന്നാമത്തെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ x3, അപ്പോൾ x2 പ്ലസ് z2 x3 പ്ലസ് z3. ദിസ് ഈസ് ഈക്വൽ ടു, ഇവിടെ എത്ര പറഞ്ഞേക്കുന്നത്? 2. ഇതെത്ര? 2 കൊടുത്തു കഴിയുമ്പോൾ എന്താ? ഇത് 2 ആവും, ഇത് 0 ആവും, 2 ആവും. 2 0 2 എന്ന് വരും. 2 0 2 അതാണ്. ഓക്കെ, ഇനി നമ്മൾ രണ്ടാമത് നോക്കാം. ഇവിടെ A ഇൻറ്റു ഇവിടെ -1 0, ഇവിടെ -1 0 1 ആയിരിക്കും. -1 0 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ വരിക? ഇത് മൈനസ് ആവും. -x1 -x2 -x3 പ്ലസ് z1 പ്ലസ് z2 പ്ലസ് z3 ഇസ് ഈക്വൽ ടു, ഓക്കെ, നൗ ഇസ് ഈക്വൽ ടു 4 ഇൻറ്റു, അപ്പോൾ എത്ര ആവും? ഇത് -4 ആവും, ഇത് 4 ആവും. -4 0 4 ആവും. ഇനി മൂന്നാമത്തെ നോക്കി, A ഇൻറ്റു 0 1 0 ആണ്. അപ്പോൾ ഇവിടെ 0 1 0 കൊടുക്കുമ്പോൾ എന്താ വരിക? ഇത് മാത്രമേ വരുള്ളൂ, കാരണം ബാക്കി രണ്ട് 0 ആണ്. അപ്പോൾ y1 ഇൻറ്റു 1, അപ്പോൾ y1 കിട്ടും, y2 കിട്ടും, y3 കിട്ടും. y1 y2 y3 എത്രയാണ്? y1 എന്ന് പറയുമ്പോൾ ഇവിടെ എത്ര വരും? 2 ഇൻറ്റു ഇത് 2 ആവും, 0 2 0 എന്ന് വരും. 0 2 0.
അപ്പം y1ൻ്റെ വാല്യൂ 0, y2ൻ്റെ വാല്യൂ 0, y3യുടെ വാല്യൂ 0 കിട്ടി. ഇനി ഇത് രണ്ടും കൂടെ നമ്മൾ സോൾവ് ചെയ്താൽ എത്ര കിട്ടും? അതിനോട് ആഡ് ചെയ്യുമ്പോൾ എത്ര? 2z1 ഈക്വൽ ടു -2. അപ്പോൾ z1 ഈക്വൽ ടു -1. ഇത് രണ്ടും കൂടെയോ 2z2 ഈക്വൽ ടു 0. അപ്പോൾ z2 0 ആയിരിക്കും. പിന്നെ ഇത് രണ്ടും കൂടെയോ 2z3 ഈക്വൽ ടു x3 പ്ലസ് z3. Yeah. z1 x3, that is x3 plus z2. z1 z2, that is രണ്ടാമത്തെ ചെയ്യുമ്പോൾ x3 plus z3. z1 z2 z3, ഇവിടെ x3 plus z3 ആണ്. So that is z3 is equal to 3 എന്ന് വരും. ഇപ്പോൾ z1 -1 ആണെങ്കിൽ x1 എന്ന് പറയുന്നത് 3 ആയിരിക്കും. ഓക്കെ, z2 0 ആകുമ്പോൾ x2 എന്ന് പറയുന്നത് 0 ആയിരിക്കും. x2 ഈക്വൽ ടു 0. z3 3 ആകുമ്പോൾ x3 ഈക്വൽ ടു 2 - 3 -1 ആയി. അപ്പോൾ x1 y1 z1 കിട്ടി. x1ൻ്റെ വാല്യൂ 3 0 -1. സോ വി വിൽ റൈറ്റ് ഇറ്റ് ഓവർ ഹിയർ 3 0 -1. ഇതാണ് എക്സിൻ്റെ വാല്യൂ, x1 x2 x3. ആൻഡ് y1ൻ്റെ വാല്യൂ 0 to 0 ആണ്. 0 to 0. ആൻഡ് ഇസഡിൻ്റെ വാല്യൂ -1 0 3 -1 0 3. ഇതാണ് എ എന്ന് പറയുന്ന മാട്രിക്സ്. ഓക്കെ, ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? a-3i ഇൻറ്റു ഇതിന് എത്ര സൊല്യൂഷൻ ഉണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ a-3i എന്ന് പറയുമ്പോൾ എയിൽ നിന്ന് 3i സബ്ട്രാക്ട് ചെയ്യണം. അപ്പോൾ a-3i കാണാൻ വേണ്ടി നമ്മൾ എന്താ പെട്ടെന്ന് ചെയ്യാന്ന് വെച്ചാൽ ഈ ഡയഗണൽ 3i എന്ന് പറയുമ്പോൾ 3 0 0 0 3 0 0 0 3 ആണ്. ഇതാണ് 3. ഇത് തമ്മിൽ കുറയ്ക്കുക. അപ്പോൾ കുറയ്ക്കുമ്പോൾ ഡയഗണൽ എലമെൻറ്റ്സ് അങ്ങ് കുറയ്ക്കുക. ഡയഗണൽ എലമെൻറ്റ്സിൽ നിന്ന് നിങ്ങൾ 3 3 കുറയ്ക്കുക. അപ്പോൾ എന്താ വരിക? ഇതെന്താവും? 3 - 3 0 ആവും. 2 - 3 -1 ആവും. 3 - 3 0 ആവും. ബാക്കി എത്ര വരും? 0 - 1 0 0 -1 0. ഓക്കെ, now ഇതിൻ്റെ ഡിറ്റർമിനൻ്റ്, അപ്പോൾ ദിസിൻ്റെ a-3i ഇൻറ്റു xyz, a-3i ഇൻറ്റു xyz, a-3i ഇൻറ്റു xyz is equal to 1 2 3. I think 1 2 3. Yeah, 1 2 3. ഇതാണ്. ഇതിന് എത്ര സൊല്യൂഷൻസ് ഉണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്പർ ഓഫ് സൊല്യൂഷൻസ് ഫൈനൈറ്റ് ആണോ, നോ സൊല്യൂഷൻ ആണോ, ഇൻഫിനിറ്റ്ലി മെനി ആണോ, യുണീക്ക് ആണോ, എക്സാക്ട്ലി 2 ആണോ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു സിസ്റ്റം ഓഫ് ഇക്വേഷൻസിന് യുണീക്ക് സൊല്യൂഷൻ അല്ലെങ്കിൽ ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻസ് ഒക്കെ വരണമെങ്കിൽ കണ്ടീഷൻ എന്താ? ആദ്യത്തേത് ഡിറ്റർമിനന്റ് ഓഫ് എ കണ്ടുപിടിക്കുക. ഡിറ്റർമിനന്റ് ഓഫ് എ നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ യുണീക്ക് സൊല്യൂഷൻ ആയിരിക്കും. Unique. Let us see determinant of a-3i. What is determinant of a-3i? 0 0 -1 into, okay, 0 -1, that is 1, not equal to 0. Determinant of a not equal to 0. Therefore, it has got unique solution. It has got unique solution. Determinant of a-3i 0 alla. Therefore, it has got unique solution. So, option C is the answer to this question. Okay. So, only thing is, the question is simple question. Calculation is samay edugum. Okay. So, that's all. Okay, students. Now, let us go to the next question. It's a question from sequences and series. Let second, 8th and 44th terms of a non-constant AP arithmetic progression are first, second, third terms of a GP. അതായത് രണ്ടാമത്തെ ടേം, എട്ടാമത്തെ ടേം, 44th ടേം, അത് ഒരു എ പിയുടെ ടേംസ് ആണ്. അതേ ടേംസ് തന്നെ ജി പിയുടെ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ടേംസ് ആണ്. എ പിയുടെ ഈ 3 ടേംസ്, അതായത് second term, 8th term and 44th term, they are equivalently G1, G2, G3. First, second and third terms of a GP ആണ്. ആ എ പിയുടെ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 1 ആണ്. ദ ഫസ്റ്റ് ടേം ഓഫ് ദ എ പി ഈസ് 1.
then sum of the 20 terms ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഒരു എ പിയുടെ 3 ടേംസ് തന്നിട്ടുണ്ട്, കോൺസിക്യൂട്ടീവ് അല്ലാത്ത 3 ടേംസ് തന്നിട്ടുണ്ട്. അത് ഒരു ജി പിയുടെ 3 കോൺസിക്യൂട്ടീവ് ടേംസ് ആണ്. അപ്പോൾ നമുക്ക് A2 എന്ന് പറയുന്നത് 1 പ്ലസ് ഡി ആണ്. A8 എന്ന് പറയുന്നത് 1 പ്ലസ് 7D ആണ്. A44 എന്ന് പറയുന്നത് 1 പ്ലസ് 43D ആണ്. ഇത് മൂന്നും ഒരു ജി പിയുടെ ഫസ്റ്റ് ടേം, സെക്കൻഡ് ടേം ആൻഡ് തേർഡ് ടേം ആണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ആ റേഷ്യോ, കോമൺ റേഷ്യോ എന്താണ് ഇവിടെ? G2/G1 അല്ലേ? G2/G1 ആണ് കോമൺ റേഷ്യോ, അല്ലെങ്കിൽ G3/G2 എന്ന് എഴുതാം. അതും കോമൺ റേഷ്യോ ആണ്. കോമൺ റേഷ്യോ എന്ന് പറയുന്നത് G2/G1 അല്ലെങ്കിൽ G3/G2. അപ്പം രണ്ടും ഈക്വൽ ആയിരിക്കും. അപ്പോൾ തിരിച്ചെഴുതിയാലും G1/G2 എന്ന് എഴുതിയാൽ 1/R എന്ന് വരും. അപ്പം ഞാനിവിടെ 1 പ്ലസ് ഡി ബൈ 1 പ്ലസ് 7D ഈക്വൽ ടു 1 പ്ലസ് 7D ബൈ 1 പ്ലസ് 43D. ഞാൻ തിരിച്ച് അങ്ങോട്ട് ഡിവൈഡ് ചെയ്യുന്നേ ഉള്ളൂ, അല്ലെങ്കിൽ തിരിച്ച് ഇങ്ങോട്ട് ഡിവൈഡ് ചെയ്യാലും മതി. 1 പ്ലസ് 7D ബൈ 1 പ്ലസ് ഡി ഈക്വൽ ടു 1 പ്ലസ് 43D ബൈ 1 പ്ലസ് 7D. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് ഡി കണ്ടുപിടിക്കാം. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? 1 പ്ലസ് ഡി ഇൻറ്റു 1 പ്ലസ് 43D ഈക്വൽ ടു 1 പ്ലസ് 7D ഇൻറ്റു 1 പ്ലസ് 7D, 1 പ്ലസ് 7D ദ ഹോൾ സ്ക്വയർ. ഇത് നിങ്ങൾക്ക് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് ഡിയുടെ വാല്യൂ 5 എന്ന് കിട്ടും. അത് നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. യു വിൽ ഗെറ്റ് ദി കോമൺ ഡിഫറൻസ് ഈസ് ഈക്വൽ ടു 5. ഓക്കെ, അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കുന്നത് എന്താണ്? വാട്ട് ഈസ് ദ സം ഓഫ് ദി ഫസ്റ്റ് 20 ടേംസ് ഓഫ് ദ എ പി ആണ്. ഓഫ് ദ എ പിയുടെ ഫസ്റ്റ് 20 ടേംസിൻ്റെ സം കണ്ടുപിടിക്കണം. സോ വാട്ട് ഈസ് ദ സം ഓഫ് ദി ഫസ്റ്റ് 20 ടേംസ്? n/, നമ്മുടെ ഫോർമുല അറിയാമല്ലോ, n/2 ഇൻറ്റു 2a പ്ലസ് 2 ഇൻറ്റു a പ്ലസ് 19 ഇൻറ്റു ഡി, 19 ഇൻറ്റു 5. 19 ഇൻറ്റു 5 എന്ന് പറയുമ്പോൾ 95 വരും. 95 പ്ലസ് 2 97. അപ്പോൾ 10 ഇൻറ്റു 97 എന്ന് വരും. 10 ഇൻറ്റു 97 ഈസ് 970. 970. ഓപ്ഷൻ എ ഈസ് ദി ആൻസർ. ഇറ്റ്സ് എ വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. ഓക്കെ, ഇറ്റ്സ് എ വെരി സിമ്പിൾ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ലെവൽ 1 ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, now let us go to the next question. Now a comma b 3,4 and c. ഈ 3 പോയിന്റ്സ് തന്നിട്ടുണ്ട്. They are respectively the centroid capital G, and circumcenter is capital C, and orthocenter, let us take it as capital O അല്ലെങ്കിൽ capital H, whatever it is. അപ്പോൾ ഈ തന്നിരിക്കുന്ന 3 പോയിന്റ്സ്, ഇപ്പോൾ ഞാനൊരു ലൈൻ വരയ്ക്കുന്നു. ആ ലൈനിൽ ആദ്യം പറഞ്ഞിരിക്കുന്നത് സെൻട്രോയിഡ് ആണ്. ഓക്കെ, പിന്നെ സർക്കംസെൻറ്റർ, ഓർത്തോസെൻറ്റർ. അപ്പോൾ നമുക്കറിയാം ഓർത്തോസെൻറ്റർ, ജോമെട്രിക് സെൻറ്റർ ആൻഡ് സർക്കംസെൻറ്റർ, OGC. O stands for orthocenter, G stands for geometric center, and C stands for circumcenter. ഇതിൻ്റെ റേഷ്യോ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. OG/GC എന്ന് പറഞ്ഞാൽ 2:1 ആയിരിക്കും അല്ലേ? OG/GC, അതായത് സെൻട്രോയിഡ് ഡിവൈഡ്സ് ദ ജോയിൻ ഓഫ് ഓർത്തോസെൻറ്റർ ആൻഡ് സെൻട്രോയിഡ് ഇൻ ദ റേഷ്യോ 2:1 എന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് സെക്ഷൻ ഫോർമുല അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഇവിടുന്ന് ജിയുടെ വാല്യൂ, G is equal to 2 into C plus 1 into O by 2 plus 1 എന്ന് എഴുതാം. അപ്പോൾ ഇവിടുന്ന് ദാറ്റ് ഈസ് നമുക്കിവിടെ എ ബി എന്ന് പറയുന്ന സെൻട്രോയിഡ് നമുക്ക് തന്നു. സെൻട്രോയിഡ് ആണ് എ ബി, A, B. സെൻട്രോയിഡ് ഈക്വൽ ടു A, B. അപ്പോൾ വാട്ട് ഈസ് circumcenter is 3,4. So 2 into 3,4. Okay, C stands for circumcenter. Circumcenter is, this is circumcenter 3,4, and plus 1 into O. Orthocenter is -6, -8 divided by 3. നോക്കി, ഇത് 2 അകത്തേക്ക് കൊടുക്കുമ്പോൾ 6,8 വരും. ആഡ് ചെയ്യുമ്പോൾ 0, 0 എന്ന് വരും. അപ്പോൾ സെൻട്രോയിഡ് എന്ന് പറയുന്നത് 0, 0 ആണ്. ഒറിജിൻ ഈസ് ദി സെൻട്രോയിഡ്. അപ്പോൾ എയുടെ വാല്യൂ 0 ആണ്,
ബിയുടെ വാല്യൂ 0 എന്ന് കിട്ടി. അങ്ങനെ വരുമ്പോൾ പി എന്ന് പറയുന്ന പോയിന്റ് ഏതാണ്? പി എന്ന് പറയുന്ന പോയിന്റ് എക്ക് 0 കൊടുക്കുക, ബിക്ക് 0 കൊടുക്കുക. അപ്പോൾ 3,5 എന്ന് കിട്ടും. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ദ ഡിസ്റ്റൻസ് ഓഫ് ദിസ് പോയിന്റ് പി ഫ്രം ദ ലൈൻ 2x plus 3y minus 4 equal to 0. ഓക്കെ, അപ്പോൾ ഈ ഡിസ്റ്റൻസ് ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് 3,5 എന്നുള്ള ഡിസ്റ്റൻസ് കാണാൻ എന്ത് ചെയ്യണം? 2 into 3 plus 3 into 5 minus 4 by root of 2 square plus 3 square. Okay, root of 2 square plus 3 square. The question is the distance from the line measured parallel to the line ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അവിടെ you have to change it. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: ഡിസ്റ്റൻസ് ഓഫ് ദിസ് പോയിന്റ് ഫ്രം ദ ലൈൻ. ഇപ്പോൾ ഇവിടെ ഞാൻ 2x plus 3y minus 4 equal to 0. ഇതാണ് 3,5 എന്ന് വിചാരിക്കുക. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ദ ഡിസ്റ്റൻസ് ഓഫ് ദിസ് പോയിന്റ് ഫ്രം ദ ലൈൻ മെഷേർഡ് പാരലൽ ടു, അതായത് ഇവിടെ വേറൊരു ലൈൻ ഉണ്ട്, ഇങ്ങനെ ഒരു ലൈൻ ഉണ്ട്. ആ ലൈനിന് പാരലായിട്ട് ഇത് നമ്മൾ ഇങ്ങനെ വരയ്ക്കണം. അപ്പോൾ ഇതിവിടെ ചെന്ന് മീറ്റ് ചെയ്യും. ഇത് രണ്ടും പാരലായിരിക്കും. അപ്പോൾ ഈ പോയിന്റ്, ഇത് പി ആണ്, ഈ പോയിന്റ് നമുക്ക് അറിയില്ല, അത് കണ്ടുപിടിക്കണം. എന്നിട്ട് ഈ ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ ഡിസ്റ്റൻസ് ഓഫ് ദി പോയിന്റ് ഫ്രം ദ ലൈൻ, ഈ ലൈൻ മെഷേർഡ് പാരലൽ ടു അനദർ ലൈൻ. അപ്പോൾ വേറെ ലൈന് മെഷേർഡ് പാരലൽ ടു അനദർ ലൈൻ എന്ന് പറയുമ്പോൾ ഈ ലൈനാണ് x minus 2y minus 1 equal to 0. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സ്ലോപ്പ് അറിയാം. ഈ ലൈനിൻ്റെ സ്ലോപ്പ്, ദ സ്ലോപ്പ് ഓഫ് ദിസ് ലൈൻ ഈസ്, വാട്ട് ഈസ് ദ സ്ലോപ്പ് ഓഫ് ദിസ് ലൈൻ? മൈനസ് എ ബൈ ബി മൈനസ് 1 ബൈ മൈനസ് 2 ഈക്വൽ ടു 1/2 ആണ്. അതാണ് സ്ലോപ്പ് ഓഫ് ദിസ് ലൈൻ. ദിസ് ലൈനിൻ്റെ സ്ലോപ്പ് 1/2 ആണ്. അപ്പോൾ ഇതേ ലൈൻ, ഈ ലൈനിൻ്റെ സ്ലോപ്പ് 1/2 ആയിരിക്കും, കാരണം ആ രണ്ട് ലൈൻസ് പാരലാണ്. ഈ ലൈനിൻ്റെ സ്ലോപ്പ് 1/2. അപ്പോൾ ഇങ്ങനൊരു ലൈൻ തന്നാൽ നമ്മൾ അതിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിക്കുക, ആ സ്ലോപ്പ് ഇവിടെ ഉപയോഗിക്കുക. ആ സ്ലോപ്പിൻ്റെ ആവശ്യം മാത്രമേ നമുക്കുള്ളൂ. ഓക്കെ, ഈ ലൈനിൻ്റെ സ്ലോപ്പ് അറിയാം, ഈ ലൈൻ പാസ് ചെയ്യുന്ന പോയിന്റ് അറിയാം, ഏതാണ്? 3,5. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ എന്താണ്? ഈ ലൈനിൻ്റെ ഇക്വേഷൻ പറയൂ. y മൈനസ് y1 ഈക്വൽ ടു 1/2 ഇൻറ്റു എക്സ് മൈനസ് x1 x മൈനസ് 3. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. 2y മൈനസ് 10 ഈക്വൽ ടു എക്സ് മൈനസ് 3 x minus 3. So x minus 2y, so you will get x minus 2y minus plus 7 equal to 0. x minus 2y plus 7 equal to 0. അപ്പോൾ നമുക്ക് കിട്ടി ഈ ലൈൻ 2x plus 3y equal minus 4 equal to 0, and ഈ ലൈൻ കിട്ടി x minus 2y plus 7 equal to 0. ഓക്കെ, അപ്പോൾ ആ രണ്ട് ലൈൻസൂടെ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് യു വിൽ ഗെറ്റ് ദ പോയിൻറ്റസ് 3,5. നമ്മൾ സോൾവ് ചെയ്യുക. അപ്പോൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2x. ഓക്കെ, സോ യു മൾട്ടിപ്ലൈ ദിസ് വിത്ത് 2. സോ യു വിൽ ഗെറ്റ് 3,5. യു വിൽ ഗെറ്റ് xy is equal to 3,5. നിങ്ങൾ സോൾവ് ചെയ്ത് നോക്കിക്കോളാം. 3,5 is equal to, okay, this point, I'm sorry, this point is 2x 3 plus 4, that is 7y minus 14 minus 18 equal to 0. So y യുടെ വാല്യൂ 18/7, y യുടെ വാല്യൂ 18/7, and then x is equal to 2y 36/7 minus 7, that is 49. 13 minus 13/7, so minus 13/7. Now, so this is the point, minus 13/7 comma 18/7. 2x plus 3y minus 4 equal to 0. Okay. Now,
we find out the distance PQ. Distance PQ equal to root of PQ distance plus distance formula apply here 3 plus 13 by 7 the whole square plus 5 minus 18 by 7 the whole square. നിങ്ങൾ simplify ചെയ്യുമ്പോൾ you will get option B 17 root 5 by 7 is the answer. Okay, അത് നിങ്ങൾ simplify ചെയ്ത് നോക്കുക. You will get 17 root 5 by 7 is the answer to this question. Okay. Now let us go to the next question. Yeah, it's a question from parabola. Let P be a parabola with vertex 2, 3 and the directrix. Directrix ഇവിടെ നിങ്ങൾ നോക്കിയാൽ this is an inclined directrix. സാധാരണ ഉള്ള directrix vertical അല്ല, ഓക്കെ, or horizontal അല്ല, ഇതൊരു ചരിഞ്ഞ directrix ആണ്. അപ്പോൾ പാരബോള അതിൻ്റെ ഫോക്കസ് vertex എന്ന് പറയുന്നത് 2,3 ആണ്. This is 2,3 is the vertex. 2,3 is the vertex. And this is the directrix. So directrix is this line 2x plus y equal to 6. By the slope minus 2 on. Slope minus 2 on. Slope equal to minus 2 by 1. Minus 2. And but this is the axis. Okay. So this is the axis of this parabola. Axis directrix perpendicular ആയിരിക്കും. This is the axis. Okay. And this parabola, there is another ellipse. Okay, an ellipse E where A greater than B. A greater than B എന്ന് പറയുമ്പോൾ ആദ്യത്തെ നമ്മുടെ ellipse ആണ്. ആദ്യത്തെ horizontal ellipse ആണ്, major ellipse ആണ്. അതിൻ്റെ eccentricity പറഞ്ഞിട്ടുണ്ട്. Eccentricity of the ellipse is 1 by root 2 ആണ്. 1 by root 2 is the ellipse that pass through the focus of the parabola. ഈ പാരബോളയുടെ ഫോക്കസിൽ കൂടിയാണ്. Suppose this is the focus. So there is a parabola, there is a ellipse passing through the focus of this parabola. Ellipse passing through the focus of this parabola. Okay. Ellipse is passing through the focus of this parabola. അപ്പോൾ നമ്മൾ ഫോക്കസ് കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ ഫോക്കസ് കണ്ടുപിടിച്ചാലേ ബാക്കി കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ഫോക്കസ് ഇതാണ്, ഫോക്കസ് ഓഫ് ദി പാരബോള, അത് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഡയറക്ട്രിക്സ് ഉണ്ട്, വേർട്ടെക്സ് ഉണ്ട്. വേർട്ടെക്സ് ഏതാന്ന് വരിക. അപ്പോൾ ഡയറക്ട്രിക്സ് നമുക്ക് ഫോക്കസ് കാണണമെങ്കിൽ നമുക്കറിയാം ഈ ഡിസ്റ്റൻസും ഈക്വൽ ആണ്. അതായത് എ എന്ന് പറയുന്നത് ഇതിപ്പോൾ ഇസഡ് ആണെങ്കിൽ എ ഇസഡിൻ്റെ മിഡ് പോയിൻ്റ് ആണ് എ എന്ന് പറയുന്നത്. എ ഈക്വൽ ടു എസ് പ്ലസ് ഇസഡ് ബൈ 2 ആയിരിക്കും. അപ്പോൾ എപ്പോഴും വേർട്ടെക്സ് എന്ന് പറയുന്നത് ഫോക്കസിൻ്റെയും ഈ പോയിൻ്റ് ഇസഡിൻ്റെയും മിഡ് പോയിൻ്റ് ആയിരിക്കും. അപ്പോൾ ഈ ലൈൻ്റെ ഇക്വേഷൻ അറിയാം. അപ്പം നമുക്ക് ഈ ലൈൻ്റെ ഇക്വേഷൻ എഴുതാൻ എളുപ്പമാണ്. 2x plus y അങ്ങോട്ടോട്ട് മാറ്റിയാൽ മതി. 2y minus x എന്ന് എഴുതിയാൽ മതി. 2y minus x, അല്ലെങ്കിൽ നമുക്ക് x minus 2y എന്ന് എഴുതാം. x minus 2y. കോഎഫിഷ്യൻസ് 2 ഇവിടെ കൊണ്ടുവരിക, 1 ഇവിടെ കൊണ്ടുവരിക. ഇവിടെ 1 ആണല്ലോ. ഈക്വൽ ടു അത് പാസ് ചെയ്യുന്ന പോയിന്റ് 2, 3 ആണ്. അപ്പം നമ്മൾ ഈ ആക്സിസിൻ്റെ ഇക്വേഷൻ എഴുതുന്നു. ഡയറക്ട്രിക്സിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. അപ്പോൾ ആക്സിസിൻ്റെ ഇക്വേഷൻ കാണാൻ വേണ്ടി ഇത് പെർപെൻഡിക്കുലർ, ഇത് രണ്ടും കൂടി പെർപെൻഡിക്കുലർ ആണ്. അപ്പോൾ പെർപെൻഡിക്കുലറിൻ്റെ പ്രോപ്പർട്ടി വെച്ചിട്ട് ഇത് അങ്ങോട്ട് ഇൻ്റർചേഞ്ച് ചെയ്യുക. ഇത് പാസ് ചെയ്യുന്ന പോയിന്റ് 2 ആണ്. അപ്പോൾ 2 minus 6 minus 4 എന്ന് വരും. അപ്പോൾ x minus 2y ഈക്വൽ ടു -4. അപ്പോൾ ഈ ലൈൻ്റെ ഇക്വേഷൻ കിട്ടി. ഏത് ലൈൻ? ഡയറക്ട്രിക്സിൻ്റെ ഇക്വേഷൻ കിട്ടി. അപ്പോൾ സോറി, ഡയറക്ട്രിക്സ് അല്ല, ആക്സിസിൻ്റെ ഇക്വേഷൻ കിട്ടി. അപ്പോൾ ആക്സിസിൻ്റെ ഇക്വേഷൻ എന്താണ്? x minus 2y ഈക്വൽ ടു -4. ഡയറക്ട്രിക്സ് ഏതാണ്? 2x plus y ഈക്വൽ ടു 6 ആണ്. ഇപ്പോൾ നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ ഇതിനെ നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യുക. So 4x plus x, 5x equal to 12 minus 4, 8. Okay, 12 minus 4 that is equal to x is equal to 8 by 5 എന്ന് കിട്ടി. അപ്പോൾ y കിട്ടാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? x അപ്പുറത്തുണ്ട്, that is 6 minus 2 into x, 16 by 5. അപ്പോൾ 16, 30, 14 by 5. So 14 by 5,
അതാണ് ഏത് ഇസഡ് എന്ന് പറയുന്നത്. ഇസഡ് എന്ന് പറയുന്നത് 8/5, 14/5. അപ്പോൾ നമ്മൾ ഇസഡ് കിട്ടി. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഡയറക്ട്രിക്സിൻ്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട്, അതിൻ്റെ പെർപെൻഡിക്കുലറാണ് ആക്സിസിൻ്റെ ഇക്വേഷൻ എഴുതി. അതിൽ പിന്നെ നമ്മൾ ആ പാസ് ചെയ്യുന്ന പോയിന്റ് 2,3 ആണ്. അപ്പോൾ അവിടെ കോൺസ്റ്റൻറ്റ് കിട്ടാൻ വേണ്ടി 2,3 ഇവിടെ കൊടുക്കുക. 2 - 6 -4. അപ്പോൾ നമുക്ക് ആ ആക്സിസിൻ്റെ ഇക്വേഷൻ കിട്ടും. ആ ആക്സിസും ഡയറക്ട്രിക്സും സോൾവ് ചെയ്യുമ്പോൾ ഇസഡ് കിട്ടി. ഇസഡ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എസ് കിട്ടും. എസ് കിട്ടുന്ന ഏത് ഫോമിലാണ്? എ is equal to s plus z/2. ഇവിടുന്ന് എസ് പറയുക, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. എസ് ഈസ് ഈക്വൽ ടു എ മൈനസ് ഇസഡ്. എസ് ഈസ് ഈക്വൽ ടു 2a മൈനസ് ഇസഡ്. അപ്പോൾ എസ് ഫോക്കസ് ഈക്വൽ ടു 2 × എ. എ എന്ന് പറഞ്ഞാൽ ഇതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 4,6 മൈനസ് ഇസഡ് കിട്ടിയല്ലോ. 8/5, 14/5. അത് കുറയ്ക്കുക. 20 - 8 12/5. പിന്നെ 30 - 14 16/5. അപ്പോൾ എസ് കിട്ടി. എസ് എന്ന് പറയുന്നത് 12/5, 16/5 ആണ്. അപ്പോൾ ഈ പോയിൻ്റാണ് 12/5, 16/5 കിട്ടി. അപ്പോൾ ആക്ച്വലി നമുക്ക് എന്ത് കിട്ടി? എലിപ്സ് പാസ് ചെയ്യുന്നത് ഫോക്കസിൽ കൂടെയാണ്. അപ്പോൾ എലിപ്സിൻ്റെ ഒരു പോയിൻ്റാണ് നമുക്ക് കിട്ടിയത്. ഇനിയും നമ്മൾ എലിപ്സിലേക്ക് വരിക. അപ്പോൾ എലിപ്സിലേക്ക് വരുമ്പോൾ എലിപ്സ് പാസ് ചെയ്യുന്ന പോയിന്റ് നമുക്ക് എലിപ്സിൻ്റേത് നമുക്ക് എഴുതാം. ഞാൻ എലിപ്സ് സെപ്പറേറ്റ് വരയ്ക്കുക. സപ്പോസ് ദിസ് ഈസ് ദ എലിപ്സ്. ഓക്കെ, ആ എലിപ്സ് പാസ് ചെയ്യുന്ന പോയിൻ്റാണ് 12 and 16. 12/5, ദിസ് ഈസ് 12/5, 16/5. ഇനി ഈ എലിപ്സിൻ്റെ എക്സെൻട്രിസിറ്റി 1/√2 എന്ന് പറഞ്ഞിട്ടുണ്ട്. എലിപ്സിലെ ഒരു പോയിൻ്റാണ് എസ്. അപ്പോൾ എക്സെൻട്രിസിറ്റിയുടെ ഫോർമുല എന്താ? B² ഈക്വൽ ടു A² ഇൻറ്റു 1 - E² എന്നാണ്. ദാറ്റ് ഈസ് B² ഈക്വൽ ടു A² ഇൻറ്റു 1 - 1/2 ബിക്കോസ് E is equal to 1/√2. So E² is equal to what? 1/2. 1 - 1/2 is 1/2. So A²/2. ഇപ്പോൾ A²ൻ്റെ പകുതിയാണ് B². B² ഈക്വൽ ടു A²/2 കിട്ടി. ഇനി നമ്മൾ എലിപ്സിൻ്റെ ഇക്വേഷൻ എഴുതുക. x² പ്ലസ് y²/b² ഈക്വൽ ടു 1 ആണ്. അപ്പോൾ നമുക്കിവിടെ ആക്ച്വലി എന്താണ് നമ്മൾ കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത്? ദെൻ ദ സ്ക്വയർ ഓഫ് ദി ലെങ്ത് ഓഫ് ദി ലാറ്റസ് റെക്റ്റം ഓഫ് ദി എലിപ്സ്. എലിപ്സിൻ്റെ ലാറ്റസ് റെക്റ്റത്തിൻ്റെ സ്ക്വയറാണ് കണ്ടുപിടിക്കേണ്ടത്. അത് നമുക്കൊന്ന് ആദ്യം ഒന്ന് എഴുതാം. ഓക്കെ, എലിപ്സിൻ്റെ ലാറ്റസ് റെക്റ്റത്തിൻ്റെ സ്ക്വയർ. ലാറ്റസ് റെക്റ്റം എന്ന് പറയുന്നത് 2b²/a ആണ്. ദ ഹോൾ സ്ക്വയർ ആണ്. ലാറ്റസ് റെക്റ്റത്തിൻ്റെ സ്ക്വയർ ആണ്. നമുക്കറിയാം b² ഈക്വൽ ടു A²/2 ആണ്. അപ്പോൾ 2 ഇൻറ്റു b² ഈക്വൽ ടു A²/2. 2 ഇൻറ്റു A²/2 ഇൻറ്റു a. b² ഈക്വൽ ടു A²/2 ദ ഹോൾ സ്ക്വയർ എന്ന് വരും. അപ്പോൾ ഇവിടെ നമുക്ക് 2 കട്ട് ചെയ്യാം, ഒരു a കട്ട് ചെയ്യാം, ബാക്കി A² എന്ന് വരും. A². അപ്പോൾ ആക്ച്വലി വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് A². ഓക്കെ, നോ ഇവിടെ നോക്കുക. അപ്പോൾ നമുക്ക് ഏതാണ് ക്വസ്റ്റ്യൻ? നമുക്ക് കണ്ടുപിടിക്കേണ്ട ഇതാണ് ലാറ്റസ് റെക്റ്റത്തിൻ്റെ സ്ക്വയർ. അപ്പോൾ ആക്ച്വലി നമ്മൾ എന്ത് കണ്ടുപിടിച്ചാൽ മതി? A² കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ A² എന്ന് പറയുമ്പോൾ ഇവിടെ x² പ്ലസ് y²/b² ഈക്വൽ ടു A²/2 ഈക്വൽ ടു 1. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യൂ. A² ഈക്വൽസ് x² പ്ലസ് 2y². ഓക്കെ, ഈ A² അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് A² ഈക്വൽ ടു A² പ്ലസ് 2y². x² y² എന്ന് പറയുന്നത് പാരബോളയിലെ ഒരു പോയിൻ്റാണ്. ഇതാണ് എക്സും വൈയും. അപ്പോൾ x² എത്രയാണ്? 144/25 പ്ലസ് 2 ഇൻറ്റു y² എത്രയാണ്? 256/25. ഓക്കെ, now 25 നമുക്ക് LCM എടുത്താൽ you will get 144 plus 256, 512. ഓക്കെ, 512. സോ ആഡ് ചെയ്യുമ്പോൾ എത്ര വരും? 656. 656/25. So 656/25. So our option is B. 656/25 is the answer.
So 656 by 25. Our systematic problem, question treat we can easily find out that answer. Okay. Only thing B square equal to A square by 2. But B square no A square by 2. But A square and formula. That latter sector in the square no A square formula. Okay. So actually it's a moderate level question. Now let us go to the next question. The mean and variance of 6 observations A, B, 68, 44, etc. Mean എന്ന് പറയുന്നത് 55 ആണ്, variance അപ്പോൾ mean equal to 55, variance equal to 194. A greater than B തന്നിട്ടുണ്ട്. What do you have to find out? A plus 3B. ശരി, അപ്പോൾ മീനിൻ്റെ ഫോർമുല എന്താ? അപ്പോൾ എല്ലാം സിഗ്മ എക്സ് ഈക്വൽ ടു എൻ എക്സ് ബാർ എന്നാണ്. എൻ എക്സ് ബാർ സിഗ്മ എക്സ് എന്ന് പറയുമ്പോൾ ഇതെല്ലാം കൂടി നമ്മൾ ആഡ് ചെയ്യുക. ഇതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ എത്ര വരിക? എ പ്ലസ് ബി പ്ലസ് അവിടെ 6 4 10 14 14 20 8 4 12 220 220 ഈക്വൽ ടു എൻ ഇൻറ്റു എക്സ് ബാർ. എൻ എന്ന് പറയുന്നത് 6 ഇൻറ്റു 55 30 331 വരും. ഓക്കെ, അപ്പോൾ എ പ്ലസ് ബി എത്ര കിട്ടി? 330 മൈനസ് 220 ദാറ്റ് ഈസ് 111 കിട്ടി. എ പ്ലസ് ബി എയും ബിയും കൂടി ആഡ് ചെയ്യുമ്പോൾ 111 കിട്ടി. ഇനി നമ്മൾ വേരിയൻസ് എടുക്കുക. വേരിയൻസിൻ്റെ ഫോർമുല എന്താ? വേരിയൻസ് പറഞ്ഞാൽ സിഗ്മ എക്സ് ഐ മൈനസ് എക്സ് ബാർ ദ ഹോൾ സ്ക്വയർ ബൈ എൻ ആണ്. അതാണ് വേരിയൻസിൻ്റെ ഫോർമുല അല്ലേ? അതായത് ഓരോ ഒബ്സർവേഷനും മീനിൽ നിന്ന് കുറയ്ക്കുക. ഈ ഒബ്സർവേഷൻ മൈനസ് എല്ലാത്തിൽ നിന്നും 55 കുറയ്ക്കുക. മൈനസ് 55 അപ്പോൾ നമ്മൾ അതെല്ലാം കൂടെ ആഡ് ചെയ്യുക. ദാറ്റ് ഈസ് എ മൈനസ് 55 ഹോൾ സ്ക്വയർ പ്ലസ് ബി മൈനസ് 55 ഹോൾ സ്ക്വയർ പ്ലസ് 68 നിന്ന് 55 കുറയ്ക്കുക 13 68 44 അപ്പോൾ 11ൻ്റെ സ്ക്വയർ 48 55 കുറയ്ക്കുക 7ൻ്റെ സ്ക്വയർ 60 5ൻ്റെ സ്ക്വയർ അല്ലെ 60 കുറയ്ക്കുമ്പോൾ 5ൻ്റെ സ്ക്വയർ. ഓക്കെ, ഡിവൈഡഡ് ബൈ ആർ ഈക്വൽ ടു 194. അപ്പോൾ 194 ഇൻറ്റു 6 എന്ന് വരും. ഇതിനെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ 6 അങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര വരും? 6 4 24 54 2 56 6 5 11 1164. ശരി, അപ്പോൾ ഇത് എ മൈനസ് 55 ഹോൾ സ്ക്വയർ പ്ലസ് ബി മൈനസ് 55 ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു ഇത് എ മൈനസ് 55 ഹോൾ സ്ക്വയർ പ്ലസ് ബി മൈനസ് 55 ഹോൾ സ്ക്വയർ ഈക്വൽ ടു ഇതെല്ലാം കൂടെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഇത് 169 121 7 സ്ക്വയർ. സോ യു വിൽ ഗെറ്റ് 800. അപ്പോൾ നമുക്കിവിടെ എയും ബിയും കണ്ടുപിടിക്കണം അല്ലേ? എയും ബിയും കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് നമുക്ക് ഇങ്ങനെ ചെയ്യാം. ഇത് നമ്മൾ സോൾവ് ചെയ്യുക, ഇതെല്ലാം എക്സ്പാൻഡും ചെയ്യരുത്. എയും ബിയും കൂടെ കൂട്ടിയാൽ 110 എന്ന് വരും. അപ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്യാം. 400 നമുക്ക് 400 പ്ലസ് 400 എന്ന് എഴുതാം. നമ്മൾ ട്രൈ ചെയ്യുകയാണ് കേട്ടോ, ജസ്റ്റ് നമ്മൾ ട്രൈ ചെയ്ത് നോക്കുന്നു. 20 സ്ക്വയർ പ്ലസ് 20 സ്ക്വയർ. അപ്പോൾ എയിൽ നിന്ന് 55 കുറയ്ക്കുമ്പോൾ 20 കിട്ടണം. എ മൈനസ് 55 ഈക്വൽ ടു 20, ബി മൈനസ് 55 ഈക്വൽ ടു 20. അപ്പോൾ നമുക്ക് എ എന്ന് പറഞ്ഞാൽ ഇവിടെ 75 എന്ന് എഴുതാം. ബി എന്ന് പറയുന്നത് 55 ഇത് കുറഞ്ഞിരിക്കണം, അപ്പോൾ 30 എന്ന് എഴുതാം. അപ്പോൾ 75 30 കൂട്ടിയാൽ എത്ര വരും? 75 അല്ല ഒരു 35 വരും അല്ലേ? 35. അപ്പോൾ എയും ബിയുടെ കൂട്ടിയാൽ എത്ര വരും? 110 വരും. അപ്പോൾ എ ആൻഡ് ബി ആർ, ഇപ്പോൾ വലുത് എ ആണ്, ചെറുത് ബി ആണ്. സോ എ ആൻഡ് ബി ആർ എ ഈക്വൽ ടു 75 പ്ലസ് ബി ഈക്വൽ ടു 35 അല്ലേ? അപ്പോൾ 75 പ്ലസ് 105, അപ്പോൾ 180 ഈസ് ദി ആൻസർ. സോ അവർ ഫൈനൽ ആൻസർ ഈസ് ഓപ്ഷൻ സി. 180 is the answer to this question. Okay, it's a very simple question from statistics. ഓക്കെ, അപ്പോൾ നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ട ഇത് നിങ്ങൾ എക്സ്പാൻഡ് ചെയ്യാൻ നിൽക്കരുത്. എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് ചെയ്യാൻ പറ്റത്തില്ല. അത് നമ്മളൊന്ന് ആലോചിച്ച് 800-നെ നമ്മൾ 2 സ്ക്വയറിൻ്റെ നമ്പറായിട്ട് എഴുതാൻ പറ്റണം. ഓക്കെ, 2 സ്ക്വയറിൻ്റെ നമ്പറായിട്ട് എഴുതാൻ പറ്റിയാൽ
കാരണം എയും ബിയും ഇത് രണ്ട് ഇൻറ്റീരിയേഴ്സ് ആണല്ലോ. അപ്പോൾ ഇതിന് ഹോൾ സ്ക്വയർ ആയിട്ടേ വരുള്ളൂ. അപ്പോൾ രണ്ട് സ്ക്വയറിൻ്റെ സമ്മായിട്ട് എഴുതാൻ പറ്റുന്നത് അങ്ങനെയാണ്. ഓക്കെ, 20. So now let us go to the next question. Yeah, it's a question from differential equation. dt by t is equal to minus k into, okay, dt by t equal to dt by dt equal to, capital T stands for temperature, small t stands for time on temperature and time. അപ്പോൾ dt by t is equal to minus k into t minus 8. ഇത് വേരിയബിൾ സെപ്പറബിൾ ആണ്, അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരിക. ഡി ടി ബൈ ടി മൈനസ് 8 ഈസ് ഈക്വൽ ടു മൈനസ് കെ ഇൻറ്റു ഡി ടി ആണ്. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ലോഗ് ടി മൈനസ് 8 ഈസ് ഈക്വൽ ടു മൈനസ് കെ ടി പ്ലസ് സി എന്ന് വരും. ഓക്കെ, മൈനസ് കെ ടി പ്ലസ് സി. അപ്പോൾ അതിൽ കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്. ടൈം 0 ആകുമ്പോൾ ഇനിഷ്യൽ കണ്ടീഷൻ തന്നിട്ടുണ്ട്. ടൈം 0 ആകുമ്പോൾ ടെമ്പറേച്ചർ 160 ആണ്. അപ്പോൾ നമ്മളിവിടെ ടൈമിന് 0 കൊടുക്കുക, ടെമ്പറേച്ചർ 160 കൊടുക്കുക. അപ്പോൾ 160 മൈനസ് 80, ടൈമിന് 0 കൊടുക്കുക, 0 പ്ലസ് സി. അപ്പോൾ സിയുടെ വാല്യൂ 80 എന്ന് കിട്ടി, ലോഗ് 80 എന്ന് കിട്ടി. സിയുടെ വാല്യൂ ലോഗ് 80 എന്ന് കിട്ടി. ടിയുടെ വാല്യൂ എടുത്ത് നമ്മുടെ സിയുടെ വാല്യൂ ലോഗ് 80 ഇവിടെ കൊടുത്തു. സോ log t minus 80 equal to minus kt plus log 80 എന്ന് കിട്ടി. ഇനി അടുത്തത് എന്താ പറഞ്ഞിരിക്കുന്നത്? വേർ k is a പോസിറ്റീവ് കോൺസ്റ്റൻ്റ് ആണ്, k പോസിറ്റീവ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. t of 15 ഇത് ടൈമാണ്. ടൈം 15 ആവുമ്പോൾ ടെമ്പറേച്ചർ 120 ആണ്, ക്യാപിറ്റൽ ടി 120 ആണ്. അപ്പോൾ നമ്മൾ ക്യാപിറ്റൽ ടിക്ക് 120 കൊടുക്കുക. 120 മൈനസ് 80 40 ഇസ് ഈക്വൽ ടു മൈനസ് കെ ഇൻറ്റു ടൈം 15 ആണ് പ്ലസ് ലോഗ് 80. ഓക്കെ, ഈ ലോഗ് 80 ഇവിടെ കൊണ്ടുവരിക. ലോഗ് എ മൈനസ് ലോഗ് ബി, ലോഗ് എ ബൈ ബി. അപ്പോൾ ലോഗ് എ മൈനസ് ലോഗ് ബി, ലോഗ് എ ബൈ ബി ഇസ് ഈക്വൽ ടു ലോഗ് 1/2. ലോഗ് 1/2 എന്ന് പറഞ്ഞാൽ മൈനസ് ലോഗ് 2 ഇസ് ഈക്വൽ ടു മൈനസ് കെ ഇൻറ്റു 15 എന്ന് വരും. അപ്പോൾ കെയുടെ വാല്യൂ ലോഗ് 2/15 എന്ന് വരും. കെയുടെ വാല്യൂ ലോഗ് 2/15. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ആ കെയുടെ വാല്യൂ എടുത്ത് നമുക്ക് ഇവിടെ കൊടുക്കാം. ഇതാണ് നമ്മുടെ ബേസ് ഇക്വേഷൻ. ഈ ഇക്വേഷൻ കൊടുക്കുക. ഓക്കെ, so log, let us go to the next page. Log t minus 80 equals minus kt plus log 80 minus kt plus log 80. kയുടെ വാല്യൂ log 2/15 ആണ്. സോ മൈനസ് ലോഗ് 2/15 ഇൻറ്റു ടി പ്ലസ് ലോഗ് 80 ആണ്. Okay, now what you have to find out, temperature when time is 45 ഇതാണോ കണ്ടുപിടിക്കേണ്ടത്. അപ്പം ടൈമിന് 45 എന്ന് കൊടുക്കുക. സോ put t equal to 45, t is equal to 45 കൊടുക്കുമ്പോൾ log t minus 80 equals minus log 2 into 45/15 plus log 80. ഇത് കട്ട് ചെയ്യുമ്പോൾ 3 വരും. ഓക്കെ, നൗ ലോഗ് 80 ഇവിടെ കൊണ്ടുവരിക. ലോഗ് ടി മൈനസ് 80/80 ലോഗ് എ മൈനസ് ലോഗ് ബി ഇസ് ഈക്വൽ ടു മൈനസ് ലോഗ് 2 ഇൻറ്റു 3 മൈനസ് 3 log 2, that is log 2 raised to minus 3, that is equal to, ഇപ്പോൾ രണ്ട് സൈഡ് that is equal log 1/8. നമുക്ക് രണ്ട് സൈഡിൽ നമുക്ക് ഈ ലോഗ് അങ്ങ് കളയാം. ബാക്കി എത്ര വരും? t minus 80/80 ഈക്വൽ ടു 1/8. 8 കട്ടാക്കുക, അപ്പോൾ 10 വരും. t minus 80 ഈക്വൽ ടു 10. So T equal to 90 degree Fahrenheit. So 90 degree Fahrenheit, option
D is the answer, 90 degree Fahrenheit. So option is the answer. Okay. So a simple differential equation ആണ്. Variables separable ഒട്ടും complicated അല്ല. വേറെ base level തന്നെ ഒരു differential equation ആണ്. Okay. Now let us go to the next question. A coin is biased. Biased coin. Biased coin means probability of head not equal to probability of tail. Okay. So that head is twice. Probability of head is equal to 2 times probability of tail എന്ന് പറയും. നമ്മൾ സാധാരണ പ്രോബബിലിറ്റി ഹെഡിനെ നമ്മൾ പി എന്ന് എടുക്കുന്നു, പ്രോബബിലിറ്റി ടെയിലിനെ ക്യൂ എന്ന് എടുക്കുന്നു. അപ്പം നമുക്കറിയാം ഇതൊരു ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനാണ്. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ഫോർമുല എന്താ? ഒരു കോയിൻ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. അതിലെ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ എന്താണ്? എൻ സി എക്സ് പി റേസ് ടു എക്സ് ക്യൂ റേസ് ടു എൻ മൈനസ് എക്സ് ആണ്. ഓക്കെ, അതിൽ പി പ്ലസ് ക്യൂ 1 ആണ്. പി പ്ലസ് ക്യൂ 1 ആണ്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് പ്രോബബിലിറ്റി ഹെഡ് ഈക്വൽ ടു 2 ടൈംസ് പ്രോബബിലിറ്റി ഓഫ് ടെയിൽ ആണ്. പ്രോബബിലിറ്റി ഹെഡിനെ നമ്മൾ പി എന്ന് വിളിച്ചു, പ്രോബബിലിറ്റി ഓഫ് ടെയിലിനെ ക്യൂ എന്ന് വിളിച്ചു. അപ്പോൾ പി ഇസ് ഈക്വൽ ടു 2q. അപ്പോൾ പി പ്ലസ് ക്യൂ എന്ന് പറയുമ്പോൾ പി എന്ന് പറയുന്നത് 2q പ്ലസ് ക്യൂ. 2q പ്ലസ് ക്യൂ ഇസ് ഈക്വൽ ടു 1, 3q ഈക്വൽ ടു 1, അപ്പോൾ ക്യൂ ഈക്വൽ ടു 1/3. അപ്പോൾ പി എന്ന് പറയുന്നത് അതിൻ്റെ ഡബിൾ ആയിരിക്കും. പി ഇസ് ഈക്വൽ ടു 2q, 2 × 1/3. അപ്പോൾ നമുക്ക് പ്രോബബിലിറ്റി എഴുതാം. പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു എൻ സി എക്സ് പി. പി ഈസ് 2/3 റേസ് ടു എക്സ്, ക്യൂ ഈസ് 1/3 റേസ് ടു 3 n മൈനസ് എക്സ്. എൻ ഇവിടെ 3 ആണ്. എൻ ഇവിടെ 3 ബിക്കോസ് എ കോയിൻ ഈസ് ടോസ്ഡ് 3 ടൈംസ്. സോ എൻ ഈസ് ഈക്വൽ ടു 3 ആണ്. എ കോയിൻ ഈസ് ടോസ്ഡ് 3 ടൈംസ് പറയുമ്പോൾ അവിടെ സാമ്പിൾ സൈസ് അവിടെ 3 ആണ്. ഓക്കെ, C is equal to 3. So n is equal to 3. So 3, 6. Now what is the probability of getting 2 tails? 2 tails and 1 head ആണ്. അപ്പോൾ നമ്മളിവിടെ probability of getting 2 tails. 2 tails probability 2 tail എന്ന് പറയുമ്പോൾ 2 tail means 1 head ആണ്. 2 tail എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ ഹെഡിൻ്റെ എണ്ണമാണ് x എന്ന് പറയുന്നത്. 3c1 1 ഹെഡ്, ഒരു ഹെഡിൻ്റെ പ്രോബബിലിറ്റി 2/3 ആണ്. അപ്പോൾ ഹെഡ് ഒരു പ്രാവശ്യവും ടെയിലിൻ്റെ പ്രോബബിലിറ്റി 2 ആണ്, 1/3 ആണ്. അത് 2 പ്രാവശ്യമാണ്. 3 - 1. ഓക്കെ, എക്സിന് 1 കൊടുക്കുമ്പോൾ 2/3 റേസ് ടു 1, 1/3 റേസ് ടു 3 - 1, ദാറ്റ് ഈസ് 2. ദാറ്റ് ഈസ് 3 × 2/3 × 1/9 ആണ്. അപ്പോൾ 3 യും 3 യും കട്ട് ചെയ്തു, 2/9 ഈസ് ദി ആൻസർ. ഓപ്ഷൻ എ. ഇറ്റ്സ് എ വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ from probability. Okay, now let us go to the next question. Yeah, if the function from minus infinity 1, this is the domain and this is the range ഇവിടെയാണ് വരുന്നത്. Okay, range or codomain അവിടെ വരുന്നത് is defined by, it's a function 1, 1 and 2 ആണ്. It's a function ഇതാണ്. This function is 1, 1 and 2. 1, 1, 2 ഫംഗ്ഷൻ്റെ പ്രോപ്പർട്ടി ഉണ്ട്. 1, 1, 2 ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ അത് ഇൻക്രീസിങ് ഫംഗ്ഷൻ ആയിരിക്കും, അല്ലെങ്കിൽ അത് ഡിക്രീസിങ് ഫംഗ്ഷൻ ആയിരിക്കും. എ 1, 1, 2 ഫംഗ്ഷൻ ഈസ് ഐദർ ഇറ്റ് ഈസ് ഓൾവേസ് ഇൻക്രീസിങ് ഓർ ഇറ്റ് ഈസ് ഓൾവേസ് ഡിക്രീസിങ്. അപ്പോൾ ഒരു 1, 1 ഫംഗ്ഷൻ എടുക്കുമ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവ് ഒന്നുകിൽ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും ഫോർ ഓൾ എക്സ് ഇൻ ദ ഡൊമെയിൻ. ഓക്കെ, ഓർ എഫ് ഡാഷ് നെഗറ്റീവ് ആയിരിക്കും ഫോർ ഓൾ എക്സ് ഇൻ ദ ഡൊമെയിൻ. ഇടയ്ക്ക് പോസിറ്റീവ് ഇടയ്ക്ക് നെഗറ്റീവും വരില്ല. ഓക്കെ, സോ ദാറ്റ് ഈസ് വാട്ട് 1, 1, 2 function property is that. Okay, now see what is given. Then the distance of the point 2b plus 4 comma a plus 2 from the line. നമുക്ക് ലൈനിൽ നിന്നുള്ള ഡിസ്റ്റൻസാണ് കണ്ടുപിടിക്കേണ്ടത്. പോയിൻറ്റും ലൈനും തമ്മിലുള്ള ഡിസ്റ്റൻസാണ്. നമുക്കൊരു ലൈൻ തന്നിട്ടുണ്ട്, പോയിൻ്റ് തന്നിട്ടുണ്ട്, ഈ ഡിസ്റ്റൻസാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആ പോയിൻ്റ് കണ്ടുപിടിക്കണം, എയും ബിയും കണ്ടുപിടിക്കണം. എയും ബിയും നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ എയും ബിയും കണ്ടുപിടിക്കണമെങ്കിൽ നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ? ഫംഗ്ഷൻ്റെ ഡൊമെയിൻ. ഓക്കെ, അത്
ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണോ ഡിക്രീസിങ് ആണോ നമ്മൾ നോക്കണം. ആ ഡൊമൈനിൽ ഇൻക്രീസിങ് ആണോ ഡിക്രീസിങ് ആണോ നോക്കണം. അപ്പോൾ ഇവിടെ നോക്കണം, എഫ് എക്സ് ഇസ് ഈക്വൽ ടു e raised to x cube minus 3x plus 1. e raised to x cube minus 3x plus 1. Now, ഇതിൻ്റെ ഡെറിവേറ്റീവ് എന്തായിരിക്കും? എഫ് ഡാഷ് എക്സ് ഈസ് ഈക്വൽ ടു ഇ റേസ് ടു ഡെറിവേറ്റീവ് അത് തന്നെയാണ്, എസ് ക്യൂ മൈനസ് 3x പ്ലസ് 1 ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എക്സ് ക്യൂബ് ഈസ് 3x സ്ക്വയർ മൈനസ് 3. ഇത് പോസിറ്റീവ് ആണെങ്കിൽ ഇൻക്രീസിങ് ആയിരിക്കും, നെഗറ്റീവ് ആണെങ്കിൽ ഡിക്രീസിങ് ആയിരിക്കും. ഇതെപ്പോഴും പോസിറ്റീവ് ആണ്, ഈ ഫംഗ്ഷൻ എപ്പോഴും പോസിറ്റീവ് ആണ്. ഓക്കെ, സോ ദാറ്റ് ഈസ് ഓൾവേസ് പോസിറ്റീവ്, ദിസ് ഈസ് ഓൾവേസ് പോസിറ്റീവ്. പിന്നെ ഇത് നോക്കിയാൽ മതി, 3x സ്ക്വയർ മൈനസ് 3 ഇൻറ്റു എക്സ് സ്ക്വയർ മൈനസ് 1. 3 ഇൻറ്റു എക്സ് സ്ക്വയർ മൈനസ് നമ്മൾ ഫാക്ടറൈസ് ചെയ്യുമ്പോൾ എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് മൈനസ് 1. ഓക്കെ, അപ്പോൾ നമ്മൾ ലൈൻ വരയ്ക്കുമ്പോൾ ഇത് -1, ദിസ് ഈസ് +1, പ്ലസ് മൈനസ് പ്ലസ്. നമുക്കിവിടെ ഡൊമൈൻ പറഞ്ഞിരിക്കുന്നത് -∞ ടു -1 വരെ ഉള്ളൂ. ദിസ് ഈസ് ദ ഡൊമൈൻ. അപ്പോൾ ഇത് വേണ്ട. ഇവിടുന്ന് ഇവിടെ വരെ ഫംഗ്ഷൻ എഫ് ഡാഷ് പോസിറ്റീവ് ആണ്. പോസിറ്റീവ് മീൻസ് ഇൻക്രീസിങ്. ഇവിടെ ഡിക്രീസിങ്, ഇവിടെ ഇൻക്രീസിങ്ങും ആണ്. പക്ഷെ നമുക്കത് വേണ്ട, കാരണം നമ്മുടെ ഡൊമൈനിനകത്ത് -1 ഉള്ളൂ. സോ ഇവിടെ നിന്ന് ഇവിടെ വരെ ഫംഗ്ഷൻ ഈസ് ഇൻക്രീസിങ്. സോ ദ ഫംഗ്ഷൻ ഈസ് ഇൻക്രീസിങ് ഫ്രം ഹിയർ ടു ഹിയർ. ദ ഫംഗ്ഷൻ ഈസ് ഇൻക്രീസിങ്. ഓക്കെ, ആൻഡ് എഫ് ഓഫ് -∞ എന്ന് പറയുന്നതാണ് എ എന്ന് പറയുന്നത്. ദിസ് ഈസ് എ, എഫ് ഓഫ് -∞. എഫ് ഓഫ് -1 എന്ന് പറയുന്നതാണ് ബി എന്ന് പറയുന്നത്. സോ ബി ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എ ഈസ് ഈക്വൽ, കാരണം ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണ്. ഇൻക്രീസിങ് ആകുമ്പോൾ മൈനസ്, ഇത് ഗോസ് ടു -∞, എക്സ്റ്റെൻസ് ടു -∞ എന്ന് പറയുന്നതാണ്. അപ്പോൾ എഫ് ഓഫ് -∞ എന്ന് പറയുന്നത് ആണ് എ, എഫ് ഓഫ് -1 എന്ന് പറയുന്നതാണ് ബി അല്ലേ. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ എക്സിന് -∞ കൊടുക്കുമ്പോൾ എന്താ വരിക? ഇ റേസ് ടു -∞ എന്ന് വരും. അത് 0 ആണ്. ബി എന്ന് പറഞ്ഞാലോ, ബി എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് -1, എക്സിന് -1 കൊടുക്കുക. അപ്പോൾ ഇ റേസ് ടു -1 പ്ലസ് 3 പ്ലസ് 1, അപ്പോൾ ഇ റേസ് ടു 3 എന്ന് വരും. അപ്പോൾ എയുടെ വാല്യൂ 0 എന്ന് കിട്ടി, ബിയുടെ വാല്യൂ ഇ റേസ് ടു 3 എന്ന് കിട്ടി. എ ഈക്വൽ ടു 0 ആൻഡ് ബി ഈക്വൽ ടു ഇ റേസ് ടു 3. ആ എയും ബിയും കണ്ടുപിടിച്ചാൽ നമ്മുടെ ആൻസറായി. എയും ബിയും കണ്ടുപിടിച്ചാൽ നമുക്ക് ഡിസ്റ്റൻസ് ഫോർമുലയിലേക്ക് പോയാൽ മതി. ഓക്കെ, എയും ബിയും കിട്ടി. സോ എ ഈസ് ഈക്വൽ ടു ഇ റേസ് ടു 3. എ എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് -∞, ബി ഈസ് ഈക്വൽ ടു എഫ് ഓഫ് -1. കാരണം ഇത് ഇൻക്രീസിങ് ഫംഗ്ഷനാണ്. ഇൻക്രീസ് ഫംഗ്ഷൻ ആകുമ്പോൾ പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ വരില്ലല്ലോ, ഇങ്ങനെ അപ്പ് ആൻഡ് ഡൗൺ വരില്ലല്ലോ. അപ്പോൾ ഏറ്റവും ചെറിയ വാല്യൂ ഇവിടെ എ ആയിരിക്കും, ഏറ്റവും വലിയ വാല്യൂ ബി ആയിരിക്കും. ഫംഗ്ഷൻ ആ ഇൻ്റർവെല്ലിൽ ഇൻക്രീസിങ് ആണ്. ഓക്കെ, നൗ വിൽ ഗോ ടു ദ നെക്സ്റ്റ് പേജ്. 2b പി എന്ന് പറയുന്നത് 2b + 4, a + 2. And distance of this point from the line x plus e raised to -3y, x plus e raised to -3 into y equal to 4. So we have to find out this distance of this point from this line. x plus e raised to, ഈ ലൈനാണ് x plus e raised to -3y. സോ ഡിസ്റ്റൻസ് ഫോർമുല എന്താണ്? ഇപ്പോൾ ഡിസ്റ്റൻസ് ഫോർമുല എന്ന് പറയുന്നത് നമ്മൾ എക്സിന് പകരം ഇവിടെ കൊടുക്കുക. സോ വാട്ട് ഈസ് ഡിസ്റ്റൻസ് ഓഫ് ദിസ് പോയിന്റ്? ഈ ഡിസ്റ്റൻസ് പി എം ഇസ് ഈക്വൽ ടു വാട്ട്? ദ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഈസ് ഗിവൺ ബൈ മോഡുലസ് ഓഫ് എക്സിന് പകരം 2b + 4 കൊടുക്കുക. 2b + 4 പ്ലസ് ഇ റേസ് ടു -3 ഇൻറ്റു വൈക്ക് പകരം a + 2 -4 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ഇവിടെ 1 ആണ്, 1 സ്ക്വയർ പ്ലസ് ഇ റേസ് ടു -3യുടെ സ്ക്വയർ. ഓക്കെ, നൗ ദാറ്റ്സ് ഈക്വൽ ടു, ഓക്കെ, 4 - 4 കട്ട് ചെയ്യാം. നമുക്ക് നേരത്തെ ബിയുടെ വാല്യൂ എത്ര കിട്ടിയായിരുന്നു? ബിയുടെ വാല്യൂ ഇ റേസ് ടു 3, എയുടെ വാല്യൂ 0, എയുടെ വാല്യൂ 0, ബിയുടെ വാല്യൂ ഇ റേസ് ടു 3 നമുക്ക് നേരത്തെ കിട്ടി. അപ്പോൾ 2 ഇൻറ്റു ഇ റേസ് ടു 3 പ്ലസ് ഇ റേസ് ടു -3 ഇൻറ്റു എയുടെ വാല്യൂ 2, 0 പ്ലസ് 2 ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് 1 പ്ലസ് ഇ റേസ് ടു -6. ഓക്കെ,
ഞാനിവിടെ താഴെ മുകളിൽ ഒരു e⁻³ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. e⁻³ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ e⁻³ ഇൻറ്റു e⁻³ നമുക്ക് 2 ഇനി പുറത്തെടുത്തേക്കാം. e⁻³ ഇൻറ്റു e⁻³ is e⁻6 പ്ലസ് 1. കാരണം e⁻³ e⁻³ കട്ടാവും. ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ്, ഇവിടെ e⁻6 അകത്തേക്ക് കൊടുക്കുക. അപ്പോൾ കാരണം റൂട്ടിനകത്തേക്ക് കൊടുക്കുമ്പോൾ e⁻6 വരും. ഓക്കെ, റൂട്ടിനകത്ത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ e⁻6 എന്ന് വേണം മൾട്ടിപ്ലൈ ചെയ്യാൻ. ഓക്കെ, അപ്പോൾ e⁻6 പ്ലസ് 1 എന്ന് വരും. ഇത് തമ്മിൽ കട്ട് ചെയ്യുമ്പോൾ എത്ര വരിക? 2 ഇൻറ്റു റൂട്ട് ഓഫ് e⁻6 പ്ലസ് 1. സോ ദാറ്റ് ഈസ് അവർ ആൻസർ. 2 ഇൻറ്റു റൂട്ട് ഓഫ് e⁻6 പ്ലസ് 1. 2 into root of e⁻6 plus 1. Option A is the answer to this question. So I would write it as a medium question. It's not very difficult, but only thing calculation കുറച്ച് സമയം എടുക്കും. ഓക്കെ, അത്ര എഴുതി കണ്ടുപിടിക്കുന്നത്. ഓക്കെ, now let us go to the next question. Let alpha, beta, gamma be the mirror image of the point 2, 3, 5 in the line. 3D question ആണ്. അപ്പോൾ ലൈൻ വരച്ചു. ആ ലൈൻ്റെ ഇക്വേഷൻ x-1/2 ഈക്വൽ ടു y-2/3 ഈക്വൽ ടു z-3/4. ഓക്കെ, ആ പോയിന്റ് 2, 3, 5 ആണ്. ഓക്കെ, മിറർ ഇമേജ് ഓഫ് ദിസ് പോയിന്റ്. ഇതിൻ്റെ മിറർ ഇമേജ് എന്ന് പറയുമ്പോൾ അത് ഇവിടെ ആയിരിക്കും വരിക. ദിസ് ഈസ് മിറർ ഇമേജ്. ആ മിറർ ഇമേജ് ആൽഫ, ബീറ്റ, ഗാമ എന്ന് പറഞ്ഞിട്ടുണ്ട്. ആൽഫ, ബീറ്റ, ഗാമ ഇസ് ദ മിറർ ഇമേജ്. അപ്പോൾ ഈ മിറർ ഇമേജ് ഇതാണെങ്കിൽ നമുക്കറിയാം ഈ ലൈനിന് പെർപെൻഡിക്കുലർ ആയിരിക്കും ഈ ലൈൻ. ഇപ്പം ഇത് പി, ഇത് ക്യൂ ആണെങ്കിൽ പി ക്യൂ എന്ന് പറയുന്നത് ഈസ് പെർപെൻഡിക്കുലർ ടു വാട്ട്? ദ ലൈൻ എൽ. ലൈൻ എൽ എന്ന് എഴുതാം. ഈസ് പെർപെൻഡിക്കുലർ ടു ദ ലൈൻ എൽ. ആ ലൈനിലെ വെക്ടർ ബി ആണെങ്കിൽ നമുക്ക് ഇറ്റ് ഈസ് പെർപെൻഡിക്കുലർ ടു ബി വെക്ടർ എന്ന് എഴുതാം. ബി വെക്ടർ. So we can write PQ dot B equal to 0. PQ dot B equal to 0. PQ എന്ന് പറയുന്നത് ഡയറക്ഷൻ റേഷ്യോസ് ഓഫ് PQ. PQൻ്റെ ഡയറക്ഷൻ റേഷ്യോ എന്താ? ആൽഫ മൈനസ് 2 ഡോട്ട് ഇൻറ്റു ഡയറക്ഷൻ റേഷ്യോ ഏതാ? 2, 3, 4. ഈ ലൈനിൻ്റെ ഡയറക്ഷൻ റേഷ്യോ 2:3:4 ആണ്. അപ്പോൾ 2 ഇൻറ്റു ആൽഫ മൈനസ് 2 പ്ലസ് അടുത്ത 3 ഇൻറ്റു ബീറ്റ മൈനസ് 3 പ്ലസ് ഇവിടെ 4 ഇൻറ്റു ഗാമ മൈനസ് 5 ഈക്വൽ ടു 0. ഓക്കെ, സോ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. 2 ആൽഫ പ്ലസ് 3 ബീറ്റ പ്ലസ് 4 ഗാമ ഈക്വൽ ടു ബാക്കി അപ്പുറത്തുണ്ട് 4 പ്ലസ് 9 പ്ലസ് 20, 29 പ്ലസ് 4 33. ഇതാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. 2 ആൽഫ പ്ലസ് 3 ബീറ്റ പ്ലസ് 4 ഗാമ is equal to 33. Option C is very simple question. ഒരു 1 minute കൊണ്ട് നമുക്ക് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ ആണത്. ഓക്കെ, now let us go to the next question. Yeah, it's a question from inverse trigonometry. A is equal to sin inverse sin 5 and B is equal to cos inverse cos 5. Sin inverse sin 5 റേഡിയനിലാണ്. This is in terms of radian. 5 റേഡിയൻ ആണ്. ഓക്കെ, 5 റേഡിയൻ. ഇപ്പോൾ sin inverse sin 5 നമുക്കറിയാം. π/2 എന്ന് പറയുന്നത് 1.57 ആണ്. പൈ എന്ന് പറയുമ്പോൾ അപ്രോക്സിമേറ്റ്ലി 3.14 ആണ്. അപ്പോൾ 3π/2 എന്ന് പറയുന്നത് എത്രയാണ്? 45 അല്ലേ, 21, 4.71 വരും. അപ്പോൾ 4.71 വരും. 2π എന്ന് പറഞ്ഞാലോ? 2π എന്ന് പറഞ്ഞാൽ 6.28 വരും. 6.28. അപ്പോൾ 5 എന്ന് പറയുന്നത് ഈ 4.71നും പിന്നെ 6.28നും ഇടയിലാണ്. അല്ലെങ്കിൽ 3π/2നും 2πയ്ക്കും ഇടയിലാണ്. അല്ലെങ്കിൽ നമുക്ക് പറയാം 4th ക്വാർട്ടറിലാണ് 5 എന്ന് പറയുന്ന ആംഗിൾ വരിക. 5 റേഡിയൻ ആണ്. 5 റേഡിയൻ ലൈസ് ഇൻ ബിറ്റ്വീൻ 3π/2 ആൻഡ് 2π. 4th ക്വാർട്ടറിലാണ് വരുന്നത്. അപ്പോൾ നമുക്കറിയാം സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ 5ൻ്റെ ഗ്രാഫ് എങ്ങനെയാണ്? സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ 5 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ലൈക്ക് ദിസ്. ദിസ് ഈസ് ദി ഗ്രാഫ് ഓഫ് സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ 5. ഇതിങ്ങനെ ആയിരിക്കും പോവാം. ഓക്കെ, സോ ഇത് നോ ദിസ് ഈസ് 0 ആണ്. ഓക്കെ, ഇത് π/2 ആണ്. ഇത് പൈ ആണ്. ഇത് π/2 ആയിരിക്കും. ഇത് -π/2 ആയിരിക്കും. കാരണം സൈനിൻ്റെ
സൈൻ ഇൻവേഴ്സിൻ്റെ റേഞ്ച് -90ക്കും +90ക്കും ഇടയ്ക്കേ വരുള്ളൂ. ഡൊമെയിൻ ക്യാൻ ബി എനിത്തിങ്. ഇത് പൈ ആണ്, ഇത് 3π/2 ആണ്, ആൻഡ് ദിസ് ഈസ് 2π. 3π/2നും 2πക്ക് ഇടയ്ക്കാണ് 5 എന്ന് പറയുന്ന റേഡിയൻ വരിക. 5 റേഡിയൻ എന്ന് പറയുന്ന അവിടെയാണ്. ഓക്കെ, അപ്പോൾ ഈ ലൈൻ എന്ന് പറയുന്നത് x ആണ്, ഇത് π-x ആണ്, ഇത് x-2π ആണ്. ഓക്കെ, that is x-2π. This is x-2π, this is π-x, this is x. ഇത് മുകളിലേക്ക് പോകുന്നു, ഇത് താഴേക്ക് വരുന്നു, മുകളിലേക്ക് പോകുന്നു. അപ്പോൾ സൈൻ ഇൻവേഴ്സ് ഓഫ് sin 5 എന്ന് പറയുമ്പോൾ ഇവിടെ ആയിരിക്കും വരിക. ദാറ്റ് ഈസ് ഈക്വൽ ടു x-2π is equal to 5-2π. 5-2π. So sin inverse of sin 5 is equal to 5-2π. ഇനി cos inverse of cos 5. Cos inverse cos 5ൻ്റെ ഗ്രാഫ് എങ്ങനെയാണ് വരിക? Cos inverseൻ്റെ ഗ്രാഫ് എന്ന് പറയുന്നത് it is like this. Cos inverseൻ്റെ റേഞ്ച് 0 to π ആണ്. അപ്പോൾ 0 to π വരെ പോകും. ഓക്കെ, 0 to π വീണ്ടും ഇങ്ങനെ ആയിരിക്കും വരിക. ഓക്കെ, ഇറ്റ് ഗോസ് ലൈക്ക് ദിസ്. സോ ദിസ് ഈസ് 0, ദിസ് ഈസ് π/2, ദിസ് ഈസ് π, this is pi, this is 2π. Okay, so this is pi. Okay, so this line is y equal to x. This line is 2π minus x. 2π minus x. 2π minus x. So 5 എന്ന് പറയുമ്പോൾ somewhere over here. So the answer cos inverse of cos 5. The cos inverse of cos 5 will be 2π minus x. That is equal to 2π minus 5. Therefore, what you have to find out? A is equal to this is A and this is B. A is equal to, so we have to find out a square plus b square equal to 5 minus 2π the whole square plus 2π minus 5 the whole square. ഇത് രണ്ട് സെയിം ആണ്. അപ്പോൾ that is 2π minus 5 the whole square. With expand ചെയ്യുമ്പോൾ you will get what? 4π square minus 10 into 2, 20π plus 25. Okay, so bracket open ചെയ്യുമ്പോൾ you will get 8π square minus 40π plus 50. 8π square minus 40π plus 50. So option C is the answer. So it's inverse trigonometry question. It's inverse sin inverseൻ്റെ ഗ്രാഫ് അറിഞ്ഞാലേ നമുക്കത് പെട്ടെന്ന് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, so now let us go to the next question. It's a very simple question actually. 6cm plus 2 into ഇതെങ്ങനെ എഴുതാം? 6cm plus 1 plus 6cm plus 1 plus 6cm plus 2 is greater than 8c3. ഇത് രണ്ടും കൂടി എത്രയാണ് വരിക? 7cm plus 1 plus ഇത് രണ്ടും കൂടി 7cm plus 2. വീണ്ടും ഇത് രണ്ടും ആഡ് ചെയ്യുമ്പോൾ എത്ര വരും? 8cm plus 2. This is greater than 8c3. 8c3 എന്ന് പറയുമ്പോൾ നമുക്കറിയാം 8c0, 8c1, 8c2, 8c3, 8c4, പിന്നെ 8c5, 8c6, 8c7, 8c8. അപ്പോൾ 8c3യേക്കാൾ കൂടുതൽ വരുന്നത് 8c4 മാത്രമേ ഉള്ളൂ. അപ്പോൾ 8cm plus 2 എന്ന് പറയുന്നത് കാരണം 8c0, 8c1, 8c2 ഇങ്ങനെ കൂടി വന്നിട്ട് എന്ത് ചെയ്യും? പിന്നെ കുറഞ്ഞു വരുന്നു. അപ്പോൾ അതിൽ മാക്സിമം വരുന്ന ഏതാണ്? 8c4. 8c4 കഴിഞ്ഞാൽ പിന്നെ കുറഞ്ഞേ വരുള്ളൂ. അപ്പോൾ 8c3യെക്കാട്ടിൽ കൂടുതൽ ഒറ്റ ഒരെണ്ണേ ഉള്ളൂ. അവിടെ ഏതാ? ദാറ്റ് ഈസ് ഈക്വൽ ടു 8c4. 8cm plus 2 ഈക്വൽ ടു 8c4. മനസ്സിലായില്ലേ? Therefore m plus 2 ഈക്വൽ ടു 4. അപ്പോൾ എമ്മിൻ്റെ വാല്യൂ എത്രയാ? 2. m is equal to 2. ഓക്കെ, അപ്പോൾ എമ്മിൻ്റെ വാല്യൂ കിട്ടി. ഇനിയും എന്നിൻ്റെ വാല്യൂ കിട്ടണം. എന്താ പറഞ്ഞിരിക്കുന്നത്? n-1p3 divided by np4 is equal to 1/8. n-1p3 നമുക്ക് എഴുതാമല്ലോ. n-1 into n-2 into n-3 by np4 എന്താ? n into n-1 into n-2 into
n minus 3 equal to 1 by 8. n minus 1 minus n minus 3 കട്ടായി. അപ്പോൾ n equal to 8 എന്ന് വരും. n-ൻ്റെ വാല്യൂ 8 എന്ന് വരും. അപ്പോൾ n-ൻ്റെ വാല്യൂ 8 ആകുമ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ട ഇതാണ്. ഓക്കെ, n b m plus 1. n എന്ന് പറയുന്നത് 8p3. n 8 ആണ്, m 2 ആണ്. അപ്പോൾ m plus 1 8p3 plus n plus 1, that is 9c2. 9c2. 8p3 എത്രയാണ്? 8 into 7 into 6. 8 into 7 into 6 plus 9c2 എത്രയാണ്? 9 into 8 by 2. 9 into 4 36. So 48 into 7 plus 36. You can take 12 outside, but 21, 28, I'm sorry, 28, 12 into 4, 28 plus 3, 31, 12 into 31, 12, 372, so 372, option C is the answer to this question. It's a very simple question actually. Now let's go to the next question. A line passes through 2 points A and B. The point P, ABC, where ABC are non-negative integers on the line. ഒരു ലൈനിലെ 2 പോയിന്റ്സ് തന്നിട്ടുണ്ട്, എയും ബിയും. എ എന്ന് പറയുന്നത് 4, -6, -2. ബി എന്ന് പറയുന്നത് 16, -2, 4. ഓക്കെ, 16, -2, 4. അപ്പോൾ ഒരു ലൈനിലെ 2 പോയിന്റ്സ് തന്നിട്ടുണ്ട്. ദ പോയിന്റ് പി എ ബി സി വേർ എ ബി സി ആർ നോൺ നെഗറ്റീവ് ഇൻറ്റീജേഴ്സ്, പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് ആണ്. ദേ ആർ പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് ഓൺ ദ ലൈൻ എ ബി ലൈസ് അറ്റ് എ ഡിസ്റ്റൻസ്. അപ്പോൾ പി ഇവിടെയാണെന്ന് വെച്ചോളൂ. പി എ ബി സി ഇവിടെയാണ്. ഇവിടെ നിന്ന് ഇവിടെയുള്ള ഡിസ്റ്റൻസ് 21 ആണ്. 21 units from the point A. From the point A. Then the distance between the point P, A, B, C and Q. അത് നമുക്ക് ഇപ്പോൾ പിയിൽ നിന്ന് വേറെ പോയിന്റ് Q ഇവിടെയാണെന്ന് വയ്ക്കുക. Q is equal to 4 - 12 3. നമുക്ക് ആ ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. We have to find out this distance. We have to find out this distance PQ. ഈ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് ഇതാണ്. ഓക്കെ, അപ്പോൾ ലൈനിലെ 2 പോയിന്റ്സ് തന്നിട്ടുണ്ട്, എയും ബിയും. എയിൽ നിന്ന് പിയിലേക്കുള്ള ഡിസ്റ്റൻസ് 21 ആണ്. പി എന്ന് പറയുന്നത് പോസിറ്റീവ് നമ്പേഴ്സ്. പി എന്ന് പറയുന്ന പോയിന്റ്സ് എ ബി സി എല്ലാം പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് ആണ്, 0യും പാടില്ല. ഓക്കെ, അപ്പം നമ്മൾ എന്ത് ചോദിച്ചാൽ ആദ്യം ലൈനിൻ്റെ ഇക്വേഷൻ എഴുതുക. വാട്ട് ഈസ് ഇക്വേഷൻ ഓഫ് ദ ലൈൻ? x - 4 y + 6 z + 2 ഡിവൈഡഡ് ബൈ ഇത് തമ്മിൽ കുറയ്ക്കുക. അപ്പോൾ 16 - 4 12, -2 + 4 6 4, then 4 + 2 6. നമുക്കിവിടെ കട്ട് ചെയ്യാം, ഇവിടെ 2 കട്ട് ചെയ്യാം, 6 2 3. അപ്പോൾ x - 4/6 equal to y + 6/2 equal to z + 2/3. Okay, that is equal to lambda. Okay, അപ്പോൾ x - 4 y + 6 z + 2 divided by 16 - 12 -6 + 4 -2 6 + -2 4. ഓക്കെ, 6 2 4. ശരി, അപ്പോൾ ഈ ലൈനിലെ ജനറൽ പോയിന്റ് പറയൂ. ദ ജനറൽ പോയിന്റ് 6 lambda + 4. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 6 × lambda + 4 2 × lambda -6 comma 3 × lambda -2 3 lambda -2. ഇതാണ് ജനറൽ പോയിന്റ്, എനി പോയിന്റ് ഓൺ ദിസ് ലൈൻ. അപ്പോൾ ഇതാണ് നമ്മുടെ പി എന്ന് വിചാരിക്കുക. P is the point 6 lambda + 4, 2 lambda -6, 3 lambda -2.
അപ്പോൾ നമ്മൾ എന്ത് ചെയ്ത് ലൈൻ്റെ ഇക്വേഷൻ എഴുതിയതിന് ശേഷം അത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ലൈനിലെ ഒരു ആർബിട്രറി പോയിന്റ് കിട്ടും, അല്ലെങ്കിൽ ജനറൽ പോയിന്റ് കിട്ടും. ആ ജനറൽ പോയിന്റ് പി ആണെന്ന് വിചാരിക്കുക. എന്നിട്ട് നമ്മൾ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുക. ഈ ഡിസ്റ്റൻസ് എ പി എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് എന്താണ്? റൂട്ട് ഓഫ് 6 ലാംഡ പ്ലസ് 4 എന്ന് 4 പറയുക, x2 മൈനസ് x1. അപ്പോൾ 6 ലാംഡ എന്ന് തന്നെ വരും അല്ലേ. 6 ലാംഡ സ്ക്വയർ പ്ലസ് 2 ലാംഡ സ്ക്വയർ പ്ലസ് 3 ലാംഡ സ്ക്വയർ. അതായത് ഈ പിയിൽ നിന്ന് എ കുറയ്ക്കുക. അപ്പോൾ 6 ലാംഡ പ്ലസ് 4 നിന്ന് 4 കുറയ്ക്കുക, 6 ലാംഡ വരും. 2 ലാംഡ മൈനസ് 6 കുറയ്ക്കുക, 2 ലാംഡ വരും. അടുത്ത 3 ലാംഡ വരും. ഇത് 21 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഡിസ്റ്റൻസ് ഈസ് 21. ഓക്കെ, അപ്പോൾ നമ്മൾ സ്ക്വയർ ചെയ്യുക, റൂട്ട് കളയുക. അപ്പോൾ ബാക്കി എത്ര? 6ൻ്റെ സ്ക്വയർ 36 പ്ലസ് 4 പ്ലസ് 9 ഇൻറ്റു ലാംഡ സ്ക്വയർ ഈക്വൽ ടു 441 എന്ന് വരും അല്ലേ, സ്ക്വയർ ചെയ്യുമ്പോൾ. അപ്പോൾ ലാംഡ സ്ക്വയറിൻ്റെ വാല്യൂ എത്ര വരും? 441/49 എന്ന് വരും. അപ്പോൾ ലാംഡയുടെ വാല്യൂ എത്രയാണ്? അതിൻ്റെ റൂട്ട് ഓഫ് ദാറ്റ് പ്ലസ് ഓർ മൈനസ് 21/7, that is equal to plus or minus 21/7 plus or minus 3 എന്ന് വരും. ലാംഡയുടെ വാല്യൂ പ്ലസ് ഓർ മൈനസ് 3. സോ ലാംഡ വാല്യൂസ് പ്ലസ് ഓർ മൈനസ് 3 ആണ്. ആ പ്ലസ് ഓർ മൈനസ് 3യിൽ നമുക്ക് മൈനസ് എടുക്കാൻ പറ്റില്ല. കാരണം അതിൽ നമ്മൾ മൈനസ് ഇവിടെ കൊടുത്താൽ നെഗറ്റീവ് വരും അല്ലേ. -3 കൊടുത്തു കഴിഞ്ഞാൽ -18 + 4 നെഗറ്റീവ് വരും. ഇവിടെ നോൺ നെഗറ്റീവ് എന്ന് പറഞ്ഞേക്കുന്നത്, അതായത് എ ബി സി എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 വരാം, പക്ഷേ നെഗറ്റീവ് വരാൻ പാടില്ല. അപ്പോൾ ലാംഡയുടെ വാല്യൂ നമ്മൾ റെസ്ട്രിക്റ്റ് ചെയ്യണം. ലാംഡയുടെ വാല്യൂ 3 എന്ന് എടുക്കുക. ഓക്കെ, ലാംഡയുടെ വാല്യൂ 3 കൊടുക്കുമ്പോൾ എത്ര വരിക? ഇവിടെ നമ്മൾ ലാംഡയുടെ വാല്യൂ 3 കൊടുക്കൂ. 18 + 4 22, 6 - 6 0, 9 - 2 7 എന്ന് വരും. ഓക്കെ, സോ പിയുടെ വാല്യൂ 2207. അപ്പം പി എന്ന് പറയുന്ന പോയിന്റ് കിട്ടി. പി ഈസ് ഈക്വൽ ടു 22,0,7 കിട്ടി. ഓക്കെ, ഇനി നമുക്ക് പി ക്യൂ എന്ന് പറയുന്ന ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാം. പി ക്യൂ ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ഓഫ് ദി പോയിന്റ്. സോ therefore the distance PQ is equal to, let me write over here, therefore the distance PQ is equal to root of, okay, 22 minus 4, that is 18 square plus 0 minus 12 square plus and 7 minus 3 4 square, that is equal to 324 144. So you will be getting the answer as root of 484 is equal to 22 is the final answer. So answer to this question is 22. Okay, now let us go to the next question. Yeah, it's a question from integration. ഇത് ഒരല്പം ലെങ്തി ക്വസ്റ്റൻ ആണ്. പ്രോപ്പർട്ടി അപ്ലൈ ചെയ്ത് ചെയ്യേണ്ട ക്വസ്റ്റൻ ആണ്. മോഡുലസ് ഓഫ് 120/π³ integral 0 to π x² into sin x cos x by sin raised to 4x plus cos raised to 4x. പിന്നെ അതിൽ കഴിഞ്ഞാൽ നമുക്ക് ഒരു കാര്യം ചെയ്യാൻ നോക്കി, ഇത് മാത്രം ഇങ്ങ് എടുക്കുക. ആദ്യം നമ്മൾ ഇത് മാത്രം എടുത്ത് സിംപ്ലിഫൈ ചെയ്യുക. ഓക്കെ, integral for, so let us take it as I is equal to integral from 0 to π x² into sin x cos x dx by sin raised to 4x plus cos raised to 4x. Sin raised to 4x plus cos raised to 4x. Now we apply property x changes to π minus x. X changes to a plus b minus x എന്നുള്ള പ്രോപ്പർട്ടി. ഇവിടെ a plus b എന്ന് പറയുന്നത് π minus x ആണ്. സോ I is equal to integral from 0 to π minus x the whole square into എക്സിനെ മാറ്റി പൈ മൈനസ് എക്സ് ആക്കുക. സൈൻ പൈ മൈനസ് എക്സ് സൈൻ എക്സ് ആണ്. കോസ് പൈ മൈനസ് എക്സ്, ഞാൻ ആ സ്റ്റെപ്പ് എഴുതുന്നില്ല. സൈൻ പൈ മൈനസ് എക്സ് കൊടുക്കുമ്പോൾ സൈൻ എക്സ് വരും. കോസ് പൈ മൈനസ് എക്സ് എന്ന് പറയുമ്പോൾ മൈനസ് കോസ് എക്സ് ഡി എക്സ് ബൈ ഡിനോമിനേറ്റർ പവർ ഈവൻ ആയതുകൊണ്ട് നമ്മൾ വറി ചെയ്യേണ്ട സൈൻ റേസ് ടു 4x പ്ലസ് കോസ് റേസ് ടു 4x തന്നെ കിട്ടും.
sin raised to 4x plus cos raised to 4x. Denominator power even ayadondu we don't worry about the sign. Now this is equation number 1 and this is equation number 2. This is going to add involve what you get. Adding these two equations, you will get 2i is equal to integral from 0 to pi. Okay. Now ഇവിടെ sin x cos x നമുക്ക് താഴെ ഇത് രണ്ടിടത്ത് denominator same ആണ്. Denominator is sin raised to 4x plus cos raised to 4x. But what is numerator? You can take sin x cos x outside. അപ്പോൾ ഇവിടെ എത്ര വരും? x square. ഇവിടെ ഒരു മൈനസ് കിടപ്പുണ്ട് അല്ലേ? ഈ മൈനസ് ഓഫ് പൈ മൈനസ് എക്സ് ദ ഹോൾ സ്ക്വയർ. പൈ മൈനസ് എക്സ് ദ ഹോൾ സ്ക്വയർ ഇൻറ്റു ഡി എക്സ് വരും. ഓക്കെ. നൗ ഇതിപ്പോൾ ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഒരു എക്സ് സ്ക്വയർ വരും. എക്സ് സ്ക്വയർ എക്സ് സ്ക്വയർ കട്ടായി പോവും. ബാക്കി പൈ സ്ക്വയർ വരും, മൈനസ് 2πx വരും. അപ്പോൾ അവിടെ നമ്മൾ മൈനസ് അകത്തേക്ക് കൊടുക്കുമ്പോൾ 2πx മൈനസ് പൈ സ്ക്വയർ. സംശയം ഉണ്ടെങ്കിൽ സൈഡിൽ എഴുതി നോക്കിക്കോളൂ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഫ്രം 0 to pi ഇവിടെ വരുന്നത് 2πx മൈനസ് പൈ സ്ക്വയർ 2πx minus pi square into sin x cos x dx by sin raised to 4x plus cos raised to 4x. Okay. Sin 2πx minus pi square. Okay. 2πx minus pi square. നമുക്കൊരു കാര്യം ചെയ്യാം. ഇവിടുന്ന് ഒരു പൈ പുറത്തെടുക്കാം. സോ പൈ പുറത്തെടുത്തു കഴിഞ്ഞാൽ you will get that is 2i is equal to pi into integral from 0 to pi. Okay. 2x minus pi into sin x cos x dx by sin x cos x dx by sin raised to 4x plus cos raised to 4x. Sin raised to 4x plus cos raised to 4x. Now when you change again x നെ പൈ മൈനസ് എക്സ് ആക്കുന്നു. again നമ്മൾ x നെ പൈ മൈനസ് എക്സ് ആക്കുമ്പോൾ what will happen? when you change x to pi minus x, നമുക്കിവിടെ x നെ പൈ മൈനസ് എക്സ് ആകുമ്പോൾ ഇത് കോസ് പൈ മൈനസ് എക്സ് മൈനസ് വരും. സൈൻ മാറ്റം വരില്ല. ഇവിടെ എത്ര വരും? നമുക്കിവിടെ എഴുതാം. അത് മാത്രം ന്യൂമറേറ്റർ മാത്രം ഞാൻ എഴുതുകയാണ്. 2 into 2x എന്ന് പറയുമ്പോൾ 2π മൈനസ് 2x എന്ന് വരും. 2x എക്സിനെ പൈ മൈനസ് എക്സ് ആക്കുകയാണ്. അപ്പോൾ 2 into പൈ മൈനസ് എക്സ് 2π മൈനസ് 2x മൈനസ് പൈ. ഓക്കെ. ഇൻറ്റു സൈൻ എക്സിന് മാറ്റം വരത്തില്ല. പിന്നെ കോസ് എക്സ് എന്താവും? മൈനസ് കോസ് എക്സ് ആവും. കോസ് എക്സ് മൈനസ് കോസ് എക്സ് ആവും. 2π മൈനസ് പൈ എന്താ? പൈ മൈനസ് 2x എന്ന് വരും. പൈ മൈനസ് 2x ഇവിടെ ഒരു മൈനസ് കിടപ്പുണ്ട്. അപ്പോൾ ഇതെന്താവും? അത് മൈനസ് കൊടുക്കുമ്പോൾ 2x മൈനസ് പൈ എന്ന് തന്നെ വരും. 2x മൈനസ് പൈ എന്ന് തന്നെ വരും. ഓക്കെ. അപ്പോൾ ഇതിനെ നമ്മൾ പൈ മൈനസ് എക്സ് ആക്കുമ്പോൾ എക്സിനെ പൈ മൈനസ് എക്സ് ആകുമ്പോൾ ഫംഗ്ഷൻ മാറുന്നില്ല. അത് തന്നെ വരിക. കാരണം 2x മൈനസ് പൈ എന്ന് തന്നെ വരും. സൈൻ എക്സ് കോസ് എക്സ്. കാരണം ഇവിടെ ഒരു മൈനസ് ഉണ്ടായിരുന്നു. ആ മൈനസ് ഇവിടെ കൊടുക്കുമ്പോഴാണ് എന്താ വരിക? 2x മൈനസ് പൈ എന്ന് തന്നെ വരിക. അപ്പോൾ എക്സിനെ പൈ മൈനസ് എക്സ് ആക്കുമ്പോൾ ഫംഗ്ഷന് മാറ്റം വരുന്നില്ല എങ്കിൽ അത് സിമെട്രിക് ആണ്. എവിടെ വെച്ച് സിമെട്രിക് ആണ്? π/2 സിമെട്രിക് ആണ്. ഇറ്റ് ഈസ് സിമെട്രിക് അബൌട്ട് π/2 ആണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് 0 to pi കാണുന്നതിന് പകരം എന്ത് ചെയ്താൽ മതി? 2 into 0 to π/2 ഈ ഏരിയ നമ്മൾ കണ്ടുപിടിച്ചാൽ മതി. എന്നിട്ട് അതിൻ്റെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ. സോ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് 2 into integral from 0 to pi. So I will write it in the next page. 2i is equal to 2 into 2π. ഇവിടെ ഒരു 2π ഉണ്ട്. ഓക്കെ. 2 into integral 0 to pi/2 integral 0 to pi/2 2x minus pi into 2x minus pi into sin x cos x dx by sin raised to 4x plus cos raised to 4x. Sin raised to 4x plus cos raised to 4x. Now we can cancel 2 on both sides. Okay. 2i is equal to, okay. So I is equal to, now ഞാൻ ഇവിടുന്ന് ഒരു 2 പുറത്തെടുക്കുകയാണ്. ദാറ്റ് ഈസ് 2π into
ഇൻ്റർവൽ 0 to pi by 2. ഒരു മൈനസ് കൂടെ എടുക്കുകയാണ്, മൈനസ് എടുത്ത് അപ്പോൾ -2 എടുത്ത് കഴിയുമ്പോൾ നമുക്ക് വരുന്നത് എന്തായിരിക്കും? π/2 മൈനസ് എക്സ് എന്നായിരിക്കും. π/2 മൈനസ് എക്സ് ഇൻറ്റു സൈൻ എക്സ് കോസ് എക്സ് ഡി എക്സ് ബൈ സൈൻ റേസ് ടു 4x പ്ലസ് കോസ് റേസ് ടു 4x എന്ന് വരും. സൈൻ റേസ് ടു 4x പ്ലസ് കോസ് റേസ് ടു 4x. നൗ വീണ്ടും നോക്കി, നമുക്കിവിടെ ഇതിനെ ഞാൻ ഇത്രയും ഞാൻ അതിനെ എഫ് എക്സ് എന്ന് വിളിച്ചാൽ, ഇതിനെ എഫ് എക്സ് എന്ന് വിളിച്ചാൽ വാട്ട് ഈസ് എഫ് ഓഫ് π/2 മൈനസ് എക്സ്? എഫ് ഓഫ് π/2 മൈനസ് എക്സ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് സൈൻ എക്സ് ബിക്കംസ് കോസ് എക്സ്, കോസ് എക്സ് ബിക്കംസ് സൈൻ എക്സ് ഡിവൈഡഡ് ബൈ സൈൻ റേസ് ടു 4 പ്ലസ് കോസ് റേസ് ടു 4. ഓക്കെ, അതായത് ഇൻ്റഗ്രൽ എ ടു ബി എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് ഡി എക്സ്, ഇൻ്റഗ്രൽ എ ടു ബി എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് ഡി എക്സ്. നിങ്ങൾ പ്രോപ്പർട്ടി പഠിച്ചിട്ടുണ്ട്. എക്സിനെ എ പ്ലസ് ബി മൈനസ് എക്സ് ആക്കുമ്പോൾ എഫ് ഓഫ് എക്സിന് എഫ് ഓഫ് എ പ്ലസ് ബി മൈനസ് എക്സ് എന്ന് പറയുന്നത് എഫ് എക്സ് തന്നെ വന്നാൽ നമ്മുടെ ആൻസർ എ പ്ലസ് ബി ബൈ 2 ഇൻറ്റു ഇൻ്റഗ്രൽ എ ടു ബി എഫ് എക്സ് ഡി എക്സ് ആയിരിക്കും. അപ്പോൾ ദിസ് ഈസ് അനദർ പ്രോപ്പർട്ടി ദാറ്റ് യു മൈറ്റ് ഹാവ് ലേൺഡ്. ഓക്കെ, എ പ്ലസ് ബി ബൈ 2. അപ്പോൾ ഇവിടെ ഞാൻ ഇതിനെ π/2 മൈനസ് എക്സ് എന്നാക്കുമ്പോൾ, എക്സിനെ π/2 മൈനസ് എക്സ് എന്ന് മാറ്റുമ്പോൾ ഇതിന് മാറ്റം വരുന്നില്ല. കാരണം ഫംഗ്ഷൻ എന്തായി? ഫംഗ്ഷൻ അത് തന്നെ വരുന്നു. നോക്കിക്കേ, സൈൻ എക്സ് കോസ് എക്സ് ബൈ സൈൻ റേസ് ടു 4 പ്ലസ് കോസ് റേസ് ടു 4. അങ്ങനെ വരുമ്പോൾ നമുക്കിവിടെ ഈ എക്സിൻ്റെ ഈ ഫംഗ്ഷൻ എവിടെ എക്സ് എന്നും വരാം, എ പ്ലസ് ബി മൈനസ് എക്സ് എന്നും വരാം കേട്ടോ. ഇവിടെ എക്സ് എന്നും ആകാം, എ പ്ലസ് ബി മൈനസ് എക്സ് എന്നും ആകാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവിടെ എക്സ് അല്ലെങ്കിൽ π/2 മൈനസ്, ഇവിടെ എക്സ് എന്നും വരാം, π/2 മൈനസ് എക്സും വരാം. രണ്ട് കേസിലും നമുക്ക് എന്ത് ചെയ്യാം? അതങ്ങ് കളഞ്ഞിട്ട് നമുക്ക് അവിടെ എ പ്ലസ് ബി ബൈ 2 എന്ന് എഴുതാം. ഓക്കെ, ദാറ്റ് ഈസ് -2π ഇൻറ്റു എ പ്ലസ് ബി ബൈ 2 0 പ്ലസ് π/2 ബൈ 2 ഇൻറ്റു, ഓക്കെ, ഈ പ്രോപ്പർട്ടി ഇൻ്റഗ്രൽ എ ടു ബി പിന്നെ നമ്മളിത് കളഞ്ഞേക്കുക. ഇതും കളഞ്ഞാൽ ബാക്കി എത്ര വരും? സൈൻ എക്സ് കോസ് എക്സ് ഡി എക്സ് ബൈ സൈൻ റേസ് ടു 4x പ്ലസ് cos raised to 4x. ഓക്കെ, sin raised to 4x plus cos raised to 4x. അപ്പോൾ അങ്ങനെ നമുക്ക് അവിടെ വരെ എത്തി. ഓക്കെ, അപ്പോൾ ആ പ്രോപ്പർട്ടി, അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ എക്സ് അല്ലെങ്കിൽ π/2 മൈനസ് എക്സ് വന്നു കഴിഞ്ഞിട്ട് ഈ എഫ് എക്സിനെ എക്സ് ചേഞ്ചസ് ടു എ പ്ലസ് ബി മൈനസ് എക്സ് ആക്കി. നമ്മൾ എക്സിനെ π/2 മൈനസ് എക്സ് കൊടുത്തപ്പോൾ എഫ് ഓഫ് π/2 മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ എഫ് എക്സ് ആണ്. എഫ് ഓഫ് π/2 മൈനസ് എഫ് എക്സ് കിട്ടിയാൽ അതിൻ്റെ ആൻസർ എന്തായിരിക്കും? എ പ്ലസ് ബി ബൈ 2 ഇൻറ്റു ഇൻ്റഗ്രൽ എ ടു ബി എഫ് എക്സ് ഡി എക്സ് ആയിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് ഇവിടെ ഈ 2 കട്ടാക്കിയിട്ട് -π² ബൈ 2 എന്ന് എഴുതാം. കാരണം π ഇൻറ്റു π² ബൈ 2 ഇൻറ്റു ഇൻ്റഗ്രൽ എ ടു ബി, ഓക്കെ, ഇൻ്റഗ്രൽ എ ടു ബി സൈൻ എക്സ് കോസ് എക്സ് ഡി എക്സ് ബൈ സൈൻ റേസ് ടു 4x പ്ലസ് കോസ് റേസ് ടു 4x. ഓക്കെ, ഇത് ഇൻ്റഗ്രേഷൻ, നമ്മുടെ സാധാരണ ഇൻ്റഗ്രേഷൻ ആണ്. അത് നിങ്ങൾ പഠിച്ചത് എ ടു ബി അല്ല, 0 to π/2. ഐ എം സോറി, ദിസ് ഈസ് 0 to π/2, 0 to π/2. ലെഫ്റ്റ് സൈഡ് ഐ ആണ്. ഓക്കെ, സോ ലെഫ്റ്റ് സൈഡ് ഐ ഈസ് ഈക്വൽ ടു അഗെയിൻ കോസ് റേസ് ടു 4 സൈൻ റേസ് ടു 4 വന്നാൽ നമ്മൾ സാധാരണ ചെയ്യുന്നത് എന്താണ്? കോസ് റേസ് ടു 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. കോസ് റേസ് ടു 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഒരു കോസ് കട്ടായി പോകും അല്ലേ? ബാക്കി ഒരു കോസ് കട്ടായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വരുന്നൊരു കോസ് ക്യൂബാണ്. കോസ് ക്യൂബിൽ സൈൻ, ഇത് ഇവിടെ എഴുതാം, സൈൻ ഇൻറ്റു കോസ് ബൈ കോസ്, പിന്നെ കോസ് റേസ് ടു 4ൽ ഒരു കോസ് കട്ടാകുമ്പോൾ സൈൻ ബൈ കോസ് ക്യൂബാണ്. കോസ് ക്യൂബിനെ കോസ് ഇൻറ്റു കോസ് സ്ക്വയർ എന്ന് എഴുതി. അപ്പോൾ സൈൻ ബൈ കോസ് ടാൻ ആവും, പിന്നെ 1 ബൈ കോസ് സ്ക്വയർ 6 സ്ക്വയർ എക്സ് ആവും. അപ്പോൾ -π² ബൈ 2 ഇൻറ്റു ഇൻ്റഗ്രൽ 0 to π/2, ഓക്കെ, ടാൻ എക്സ് ഇൻറ്റു 6 സ്ക്വയർ എക്സ് എന്ന് വരും. tan x into 6 square x dx by, ഇവിടെ ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര വരും? 1 plus tan raised to 4x എന്ന് വരും. tan raised to 4x. ഇനി നമുക്കറിയാം ടാൻ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് ആണ് ഈ ന്യൂമറേറ്ററിലുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ടാൻ സ്ക്വയറിനെ നമ്മൾ ടാൻ സ്ക്വയർ എക്സിനെ y എന്ന് കൊടുത്താൽ 2 tan x into 6 square x dx dy ആവും. അപ്പോൾ tan x into 6 square x dx എന്താവും? dy by 2 എന്ന് വരും. tan x into 6 square x dx is dy by 2. പിന്നെ ലിമിറ്റ് എന്താവും? 0 to infinity എന്നാവും. കാരണം tan 90 0 to infinity എന്നാവും. അപ്പോൾ I will write it over here. I is equal to
minus pi square by 2 integral 0 to infinity. ഇത് dy by 2 now dy by 2 by 1 plus y square എന്ന് വരും. dy by 2 ഈ by 2 നമുക്കിവിടെ മെർജ് ചെയ്താൽ മൈനസ് പൈ സ്ക്വയർ ബൈ 4 ഇൻറ്റു ഇതിൻ്റെ ഇൻ്റർവൽ എന്താ 1 by 1 plus y square ടാൻ ഇൻവേഴ്സ് y ആണ് ഫ്രം 0 to infinity. അപ്പോൾ മൈനസ് പൈ സ്ക്വയർ ബൈ 4 ഇൻറ്റു ടാൻ ഇൻവേഴ്സ് ഇൻഫിനിറ്റി കൊടുത്താൽ 1 പിന്നെ പൈ ബൈ 2 വരും അല്ലേ. അപ്പോൾ ആൻസർ ഈസ് മൈനസ് പൈ ക്യൂബ് ബൈ 8 എന്ന് വരും. മൈനസ് പൈ ക്യൂബ് ബൈ ഇവിടെ 0 നോക്കണ്ട, 0 കൊടുത്താൽ 0 തന്നെ വരുള്ളൂ. മൈനസ് പൈ ക്യൂബ് ബൈ 8 എന്ന് വരും. അപ്പോൾ ഐയുടെ വാല്യൂ മൈനസ് പൈ ക്യൂബ് ബൈ 8 എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ നമ്മുടെ ഒറിജിനൽ ക്വസ്റ്റ്യനിൽ ഇതാണ് ഐയുടെ വാല്യൂ മൈനസ് പൈ ക്യൂബ് ബൈ 8 കിട്ടി. അപ്പോൾ നമ്മൾ ഒറിജിനൽ ക്വസ്റ്റ്യനിൽ എന്താണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? മോഡുലസ് ഓഫ് 120 by pi cube 120 by pi cube into integral value. What is the integral value? Minus pi cube by 8. So minus pi cube by 8. Okay, modulus ആണ്. അപ്പോൾ മൈനസ് വേണ്ട, പൈ ക്യൂബ് കട്ടാവും. ബാക്കി വരുന്നത് 120 by 8, that is equal to 15. So the answer to this question is 15. It is a moderate level or അല്ലെങ്കിൽ ഒരു ടഫർ ക്വസ്റ്റ്യൻ എന്ന് പറയാം. കാരണം ഇത്രയും സ്റ്റെപ്സ് നമുക്ക് അവിടെ വരുന്നുണ്ട്, ഇത്രയും കാര്യങ്ങൾ അവിടെ അപ്ലൈ ചെയ്യണം, ഇത്രയും സ്റ്റെപ്സ് നമ്മൾ പ്രോപ്പർട്ടീസ് ഓർമ്മ വരണം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നൗ ലെറ്റ് us go to the next question. Yeah, let a minus 2 minus 1 b c and d gamma delta be the vertices of a parallelogram ABCD if the point C lies on 2x minus y equal to 5 and the point D lies on. So let us first draw a parallelogram. Let us draw a parallelogram. So this is a parallelogram. Okay, now given that A is minus 2 minus 1 and B is 1 comma 0 and C is alpha comma beta, D is gamma comma delta. Okay, are the vertices of a parallelogram. അപ്പോൾ നമ്മളൊരു പാരലോഗ്രാം എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ നമുക്ക് ആ പ്രോപ്പർട്ടി ഓർമ്മ വരണം. വാട്ട് ഈസ് ദ പ്രോപ്പർട്ടി ഓഫ് എ പാരലോഗ്രാം? എ മൈനസ് ബി പ്ലസ് സി മൈനസ് ഡി ഈക്വൽ ടു 0 ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതിൻ്റെ എക്സ് കോർഡിനേറ്റ് പറയുക -2 -1 പ്ലസ് ആൽഫ മൈനസ് ഡെൽറ്റ ഈക്വൽ ടു 0. അടുത്തത് -1 -0 പ്ലസ് ബീറ്റ ആൽഫ മൈനസ് ഗാമയാണ്. ആൽഫ മൈനസ് ഗാമ ഈക്വൽ ടു 0, ബീറ്റ മൈനസ് ഡെൽറ്റ ഈക്വൽ ടു 0. അപ്പോൾ ഇവിടുന്ന് നമുക്ക് ആൽഫ മൈനസ് ഗാമ എന്ന് പറയുന്നത് -2 -1 -3 +3 ആവും. ഇവിടുന്ന് നമ്മൾ ബീറ്റ മൈനസ് ഡെൽറ്റ എന്ന് പറയുന്നത് -1 അപ്പുറത്ത് പോകുമ്പോൾ 1 എന്ന് വരും. അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻസ്, ഓക്കെ, ആൽഫ മൈനസ് ഗാമ ബീറ്റ മൈനസ് ഡെൽറ്റ ഈസ് ഈക്വൽ ടു 1. ഇനിയും പറഞ്ഞിരിക്കുന്നത് എന്താണ്? ദ പോയിന്റ് സി, എ ബി സി, ദിസ് ഈസ് സി ആൻഡ് ദിസ് ഈസ് ഡി. ദ പോയിന്റ് സി ലൈസ് ഓൺ ദ ലൈൻ 2x minus y equal to 5. 2x minus y equal to 5. അപ്പോൾ അവിടെ നമുക്കൊരു ഇക്വേഷൻ കിട്ടും 2 alpha minus beta equal to 5. So this is another equation and the point D lies on another line 3x minus 2y. 3x minus 2y equal to 6. അപ്പോൾ 3 gamma minus 2 delta equal to 6. 3 gamma minus 2 delta equal to 6. So you will get alpha minus gamma equal to 3 and ഇപ്പോൾ ഇവിടുന്ന് ഗാമയുടെ വാല്യൂ ഗാമ ഈസ് ഈക്വൽ ടു ആൽഫ മൈനസ് 3. ഇവിടുന്ന് ഡെൽറ്റ ഈക്വൽ ടു ബീറ്റ മൈനസ് 1. ഡെൽറ്റ ഈക്വൽ ടു ബീറ്റ മൈനസ് 1. അപ്പോൾ ആ ഗാമയുടെ വാല്യൂ വി പുട്ട് ഇറ്റ് ഇൻ ദിസ് ക്വസ്റ്റ്യൻ, ദറ്റ് ഈസ് 3 ഇൻറ്റു ഗാമ. ഈ ഇക്വേഷൻ കൊടുക്കുക. ഗാമയുടെ വാല്യൂ ആൽഫ മൈനസ് 3 മൈനസ് 2 ഇൻറ്റു ഡെൽറ്റയുടെ വാല്യൂ ബീറ്റ മൈനസ് 1 ഈക്വൽ ടു 6. സോ 3 ആൽഫ മൈനസ് 2 ബീറ്റ ഈക്വൽ ടു
ഇവിടെ -9, അപ്പോൾ 6 -9 becomes +9, +2 becomes -2, 7 + 6 13. So 3 alpha minus 2 beta equal to 13. ഇവിടെ നമുക്ക് 2 alpha minus beta equal to 5 ഉണ്ട്, and 3 alpha minus 2 beta equal to 13. ഇവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, subtract ചെയ്യുക, that is 4 alpha minus 3 alpha, that is alpha equal to 10 minus 13 minus 3, and so beta equal to -6 minus 5 minus 11. Beta equal to -6 minus 5, that is -11. Then so alpha value കിട്ടി. So therefore gamma equal to alpha -3, that is -6. Delta equal to -11 minus 1, that is -12. So we have to find out value of modulus of alpha plus alpha value -3 plus beta value -11, gamma value -6, delta value -12. എല്ലായിടത്തുനിന്നും മൈനസ് കളയുക. 11, 14, 6, 20, 12, 32. Okay, so 32 is the answer to this question. It's a very simple level 1 question. Okay, now let us go to the next question. Yeah, it's a limit question from limits. Question from limits. Now limit extends to 0, ax square e raised to x minus b log 1 plus x minus c plus cx into e raised to -6 divided by x square into sin x equal to 1. Then you have to find out 16 into a square plus b square plus c square. Okay, now it's a സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ നമ്മളത് ചെയ്യുന്ന മെത്തേഡ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമുക്ക് പല മെത്തേഡ്സ് നമുക്ക് ലിമിറ്റ് കണ്ടുപിടിക്കാം. ഇതിപ്പോൾ 0/0 ഫോം വരും. 0/0 ഫോം വന്നു കഴിഞ്ഞാൽ അത് നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. പക്ഷേ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഇറ്റ്സ് വെരി കോംപ്ലിക്കേറ്റഡ് ആകും. അപ്പോൾ അതിനുവേണ്ടി അതിന് പകരം ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ, നമുക്കറിയാം sin x ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 sin x എന്ന് പറഞ്ഞാൽ x എന്ന് എഴുതാം. sin x by x equal to 1 എന്നാണ്. അപ്പോൾ sin x ഉള്ളിടത്തൊക്കെ നമുക്ക് x എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഈ sin x മാറ്റിയിട്ട് x ആക്കുന്നു. അപ്പോൾ എത്ര വരിക? ax square e raised to x minus b log 1 plus x plus cx into e raised to -x divided by x square into x cube എന്ന് വരും. ഓക്കെ, ഇതിൻ്റെ ലിമിറ്റ് 1 വരണം. അപ്പോൾ ലിമിറ്റ് 1 വരണമെങ്കിൽ ഡിനോമിനേറ്റർ x ക്യൂബ് ആണെങ്കിൽ ന്യൂമറേറ്ററിൽ x ക്യൂബ് കട്ട് ചെയ്തായിരിക്കും 1 വരിക. ഓക്കെ, അതായത് ഡിനോമിനേറ്റർ x ക്യൂബിൻ്റെ പവർ ന്യൂമറേറ്ററിലെ പവർ അപ്പോൾ x ക്യൂബ് വരണം. ആ x ക്യൂബ് താഴെ x ക്യൂബ് കട്ട് ചെയ്യുമ്പോൾ 1 വരും. പിന്നെ x raised to 4ൻ്റെ ടേം ബൈ x ക്യൂബ് വരാം അല്ലേ. പിന്നെ ഇവിടെ നമുക്ക് x സ്ക്വയറിൻ്റെ ടേം വരും. x സ്ക്വയറിൻ്റെ ടേം വന്നു കഴിഞ്ഞാൽ ബൈ x ക്യൂബ് സ്ക്വയർ ബൈ എക്സ് ക്യൂബ് വന്നാൽ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ സ്ക്വയർ കട്ട് ചെയ്ത് 1/x വരും. 1/x വന്നാൽ എക്സിന് 0 എടുക്കുമ്പോൾ 1/∞ ഡിഫൈൻഡ് ആവില്ല, ഡസ് നോട്ട് എക്സിസ്റ്റ് വരും. അപ്പോൾ എക്സ് സ്ക്വയറിൻ്റെ ടേം ഉണ്ടാവാൻ പാടില്ല. എക്സ് സ്ക്വയറിൻ്റെ ടേം 0 ആയിരിക്കണം. അതുപോലെ എക്സിൻ്റെ ടേം 0 ആയിരിക്കണം. അതുപോലെ കോൺസ്റ്റൻ്റ് ടേം 0 ആയിരിക്കണം. ഈ 3 കണ്ടീഷൻസ്, എക്സ് സ്ക്വയറിൻ്റെ ടേം 0 ആയിരിക്കും, എക്സിൻ്റെ ടേം 0 ആയിരിക്കും, കോൺസ്റ്റൻ്റ് ടേം 0 ആയിരിക്കും. അപ്പോൾ ബാക്കി എസ് ക്യൂബിൻ്റെ കോഎഫിഷ്യൻ്റ് 1 ആയിട്ട് വരണം, എങ്കിലേ ആൻസർ 1 വരികയുള്ളൂ. പിന്നെ ബാക്കിയുള്ളതെല്ലാം എന്തെങ്കിലും ആകാം. അപ്പം നമ്മളിത് എക്സ്പാൻഡ് ചെയ്തിട്ട് ax square into e raised to xൻ്റെ എക്സ്പാൻഷൻ 1 plus x by 1 factorial plus s square by 2 factorial plus s cube by 3 factorial plus etc. പിന്നെ നമ്മൾ എഴുതുന്നത് s cube വരെ എഴുതിയാൽ മതി, ബാക്കിയുള്ളതൊക്കെ ഇഗ്നോർ ചെയ്തേക്കുക. കാരണം x raised to 4 ഓൺവേഡ്സ് അത് 0 ആയിട്ട് പോകും. x raised to 4 by s cube എടുക്കുമ്പോഴത്തേക്ക് s cube കട്ട് ചെയ്ത് x വരും, 0 ആയിട്ട് പോകും. Now മൈനസ് b into log 1 plus x expansion by x minus x square by 2 plus s cube by 3 minus etc. എന്നാണ്. ഓക്കെ, പ്ലസ് cx into
plus cx into e raised to minus x in the 1 minus x by 1 factorial plus s square by 2 factorial minus s cube by 3 factorial plus etc. Expansion നമ്മൾ അറിഞ്ഞിരിക്കുക e raised to x in expansion 1 plus x by 1 factorial plus x square by 2 factorial plus etc. Log 1 plus x expansion x minus s square by 2 or factorial illa minus s cube by 3 plus etc. E raised to minus x വരുമ്പോൾ alternate plus minus വരും. Okay. So you will get like this divided by x cube divided by s cube വരും. അപ്പോൾ ഇതിൽ നിങ്ങൾ ചെയ്യേണ്ടത് x സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻ്റ് എടുക്കുക. x സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻ്റ് നോക്കുക, നമ്മൾ ശ്രദ്ധിച്ചെടുക്കുക. a into x square into 1 a പ്ലസ് പിന്നെ ഇവിടെ സ്ക്വയർ വരില്ല, പിന്നെ ഇവിടെ മൈനസ് മൈനസ് പ്ലസ് b by 2. ഓക്കെ, എസ് സ്ക്വയർ ആദ്യം നമുക്ക് എക്സിൻ്റെ കോൺസ്റ്റൻറ്റ് ടൈം എടുക്കുക. ഇവിടെ കോൺസ്റ്റൻറ്റ് ടൈം ഉണ്ടോ എന്ന് നോക്കുക. കോൺസ്റ്റൻറ്റ് ടൈം ഈസ് ബി ലോഗ് 1 plus x plus cx ഇൻറ്റു ഓക്കെ, കോൺസ്റ്റൻറ്റ് ടൈം അവിടെ വരുന്നില്ല അല്ലേ, സ്ക്വയർ. ഓക്കെ, എക്സ് സ്ക്വയറിൻ്റെ ടൈമോ നമ്മൾ എടുക്കുന്നു, എക്സിൻ്റെ ടൈം അവിടെ എക്സിൻ്റെ ടൈം എടുക്കുക. എസ് സ്ക്വയറിൻ്റെ കോൺസ്റ്റൻറ്റ് ടൈം വരുന്നില്ല അവിടെ, ഇനി എക്സിൻ്റെ ടൈം വരിക. അപ്പോൾ ഇവിടെ മൈനസ് ബി, ഇവിടെ പ്ലസ് സി എക്സ് ഈക്വൽ ടു 0. അപ്പോൾ ബി ഈക്വൽ ടു സി എന്ന് വരും, ബി ഈക്വൽ ടു സി എന്ന് വരും. ഓക്കെ, നൗ എക്സ് സ്ക്വയറിൻ്റെ ടൈം എടുക്കുക. എക്സ് സ്ക്വയറിൻ്റെ ടൈം എന്താണ്? എക്സ് സ്ക്വയറിൻ്റെ ഒന്ന് എ എക്സ് സ്ക്വയറിൻ്റെ 1 എ, ഇത് എക്സിൻ്റെ ടൈമാണ്, ഇത് എക്സ് സ്ക്വയറിൻ്റെ ടൈമാണ്. എക്സ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻറ്റ് എ, ഇവിടെ മൈനസ് മൈനസ് പ്ലസ് ബി ബൈ 2, ഇവിടെ എക്സിൻ്റെ ടൈം വരുന്ന പ്ലസ് സി അല്ല മൈനസ് സി എക്സിൻ്റെ എക്സ് സ്ക്വയർ, എക്സ് സ്ക്വയറിൻ്റെ ടൈം മൈനസ് സി എക്സ് സ്ക്വയർ ഈക്വൽ ടു 0 എന്ന് വരും, ഈക്വൽ ടു 0 എന്ന് വരും. ഓക്കെ, നൗ എക്സ് ക്യൂബിൻ്റെ കോഎഫിഷ്യൻറ്റ് 1 ആവണം. എസ് ക്യൂബിൻ്റെ കോഎഫിഷ്യൻറ്റ് 1 ആവണം. എസ് ക്യൂബിൻ്റെ കോഎഫിഷ്യൻറ്റ് എടുക്കുക, എ സ്ക്വയർ ഇൻറ്റു എക്സ് എ, ഇവിടെ മൈനസ് ബി ബൈ 3 എ മൈനസ് ബി ബൈ 3, ഇവിടെ എസ് ക്യൂബിൻ്റെ കോഎഫിഷ്യൻറ്റ് പ്ലസ് സി ബൈ 2 ഈക്വൽ ടു 0. ഇവിടെ നമുക്ക് ഈ ബി ഈക്വൽ ടു സി ആയതുകൊണ്ട് നമുക്ക് ഇങ്ങനെ എഴുതാം, എ പ്ലസ് ബി ബൈ 2 മൈനസ് ബി, കാരണം ബി ഈക്വൽ ടു സി ആണ്, അപ്പോൾ സിക്ക് വരെ ബി എന്ന് എഴുതി, ഈക്വൽ ടു 0. ബി ബൈ 2 മൈനസ് ബി ഈസ് മൈനസ് ബി ബൈ 2, സോ എ മൈനസ് ബി ബൈ 2 ഈക്വൽ ടു 0. എ ഈക്വൽ ടു 2a ഈക്വൽ ടു ബി എന്ന് വരും, ബി ഈക്വൽ ടു 2a എന്ന് വരും, ബി ഈക്വൽ ടു 2a എന്ന് വരും. സോ ബി ഈക്വൽ ടു 2a. അപ്പോൾ നമ്മൾ ഇവിടെ കൊടുക്കുമ്പോൾ എ മൈനസ് ബി ഈക്വൽ ടു 2a ബൈ 3 പ്ലസ് സി ഈക്വൽ ടു ബി, സി ഈക്വൽ ടു ബി, ബി ഈക്വൽ ടു 2a, സി ഈക്വൽ ടു ബി ഈക്വൽ ടു 2a ബൈ 2 ഈക്വൽ ടു 0. അപ്പോൾ ഇവിടെ എ 2 വരും, എ പ്ലസ് എ 2a മൈനസ് 2a ബൈ 3 ഈക്വൽ ടു 0. 2a മൈനസ് 2a മൈനസ് കോഎഫിഷ്യൻ്റ് ഓഫ് എസ് ക്യൂബ്, ഐം സോറി ഇത് 0 അല്ല, എസ് ക്യൂബിൻ്റെ കോഎഫിഷ്യൻ്റ് 1 ആണ്. സോ 2a മൈനസ് 2a ബൈ 3 ഈക്വൽ ടു 0. 2a മൈനസ് 2a ബൈ 3 ഈക്വൽ ടു 1. അപ്പോൾ 2a പുറത്തെടുത്താൽ 2a ഇൻറ്റു 1 മൈനസ് 1 ബൈ 3 2 ബൈ 3 ഈക്വൽ ടു 1. അപ്പോൾ എയുടെ വാല്യൂ എ ഇസ് ഈക്വൽ ടു 3 ബൈ 4 എന്ന് വരും. എ ഇസ് ഈക്വൽ ടു 3 ബൈ 4. എ ഇസ് ഈക്വൽ ടു 3 ബൈ 4 ആണ്. അപ്പോൾ ബി ഈക്വൽ ടു 2a ആണ്. അപ്പോൾ ബി ഈക്വൽ ടു 2a, 2a ഇസ് ഈക്വൽ ടു 3 ബൈ 2. അപ്പോൾ ബിയുടെ സിയുടെ വാല്യൂ 3 ബൈ 2 കിട്ടി. അപ്പോൾ എയുടെ വാല്യൂ 3 ബൈ 4 കിട്ടി, ബിയുടെ വാല്യൂ സിയുടെ വാല്യൂ 3 ബൈ 2 കിട്ടി. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 16 ഇൻറ്റു എ സ്ക്വയർ 9 ബൈ 16 പ്ലസ് ബി സ്ക്വയർ 9 ബൈ 4 പ്ലസ്
സി സ്ക്വയർ 9/4 ആണ്. 16 അകത്തേക്ക് കൊടുക്കുക. അപ്പോൾ 9 അങ്ങ് പുറത്തെടുത്തേക്കുക. 16 അകത്ത് കൊടുത്താൽ 1 + 4 + 4. സോ 4 4 8 1 9. 9 × 9 81. 81 ഈസ് ദി ആൻസർ ടു ദിസ് ക്വസ്റ്റ്യൻ. ഓക്കെ, ആ സിംപ്ലിഫയിങ് പ്രോസസ്സ്. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ എസ് ക്യൂബിൻ്റെ കോയഫിഷ്യൻ്റ്, കാരണം എസ് ക്യൂബ് കട്ട് ചെയ്ത് പോകുമ്പോൾ 1 വരണം. അപ്പോൾ എസ് ക്യൂബിൻ്റെ കോയഫിഷ്യൻ്റ് 1 വരണം. അതാണ് നമ്മൾ ഇവിടെ എഴുതുക. കോയഫിഷ്യൻ്റ് ഓഫ് എക്സ് ക്യൂബ് കെ എക്സ് ക്യൂബ് ഈക്വൽ ടു 1 എക്സ് ക്യൂബ് എന്ന് പറയും. എസ് ക്യൂബിൻ്റെ കോയഫിഷ്യൻ്റ് 1 വരണം. പിന്നെ ബാക്കിയുള്ള ടേംസ് ഒക്കെ 0 ആയിരിക്കണം. എസ് സ്ക്വയറും എക്സും കെയും കോൺസ്റ്റൻറ്റും 0 ആയിരിക്കണം. അപ്പോൾ ആ കണ്ടീഷൻ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ എയുടെയും ബിയുടെയും സിയുടെയും വാല്യൂ കിട്ടും. ഓക്കെ, so this is the easy method. Now let us go to the next question. Yeah, it's a question from relations and functions. A എന്ന് പറയുന്ന സെറ്റ് തന്നിട്ടുണ്ട്. 1 മുതൽ 100 വരെയുള്ള എലമെൻറ്റ്സ് വരുന്ന നാച്ചുറൽ നമ്പേഴ്സ് വരുന്ന സെറ്റാണ് എ എന്ന് പറയുന്നത്. R is a relation on A defined by x, y belongs to or if and only if 2x = 3y എന്ന് പറയുന്ന നമ്മുടെ റിലേഷൻ. 2x = 3y എന്ന് പറയുമ്പോൾ x/y is equal to 3/2 എന്ന് വരും. 2x = 3y എന്ന് വരും. 2x = 3y. എക്സും വൈയും തമ്മിലുള്ള റേഷ്യോ x/y എന്ന് പറയുന്നത് 3:2 ആയിരിക്കണം. x/y is equal to 3:2 ആയിരിക്കണം. 2x is equal to 3y ആയിരിക്കണം. ശരി. ആൻഡ് R1 ഈസ് എ റിലേഷൻ, സിമെട്രിക് റിലേഷൻ ഓൺ എ. അപ്പോൾ നമ്മൾ ആദ്യം R കണ്ടുപിടിക്കണം. R എന്ന് പറയുന്നത് എന്താണ്? അപ്പോൾ എക്സിൻ്റെ വാല്യൂ സ്റ്റാർട്ട് ചെയ്യുന്നത് 2. അപ്പോൾ ഒരു എലമെൻറ്റ് നമുക്ക് എഴുതാം 3,2. ഓക്കെ, x/y is equal to 3,2. x/y is equal to 3,2. അണ്ടർസ്റ്റുഡ്. നൗ അടുത്തത് നമ്മൾ ഇതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 6,4. അപ്പോൾ 3/2 വരും. അടുത്ത 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 9,6. അപ്പോൾ 3 6 3 2 6 4 9 6. അപ്പോൾ ഈ എലമെൻറ്റിനെ നമ്മൾ ബേസ് എലമെൻറ്റായിട്ട് എടുത്തു കഴിഞ്ഞാൽ അതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, എക്സെട്രാ നമുക്ക് 100 വരെ പോകാവും. അപ്പോൾ 99 വരെ 33 കൊണ്ട് മൾട്ടിപ്ലൈ 99,66 വരെ എഴുതാൻ പറ്റുള്ളൂ. അതാണ് R എന്ന് പറയുന്ന റിലേഷൻ. R എന്ന് പറയുന്ന റിലേഷൻ ഇതാകുമ്പോൾ R1 എന്ന് പറയുന്നത് എന്താണ്? R1 ഈസ് എ സിമെട്രിക് റിലേഷൻ ഓൺ എ സച്ച് ദാറ്റ് R ഈസ് എ സബ്സെറ്റ് ഓഫ് R1. R ഈസ്, അപ്പോൾ R1 എന്ന് പറയുന്നത് ആറിൻ്റെ സബ്സെറ്റായിട്ട് വരണം. R എന്ന് പറയുന്നത് R1ൻ്റെ സബ്സെറ്റായിട്ട് വരണം. R1 സിമെട്രിക്കാണ്. അപ്പോൾ ഇതിനകത്ത് R1 എന്ന് പറയുന്ന സിമെട്രിക് റിലേഷൻ എഴുതുമ്പോൾ ഏത് വരും? 3 2ൻ്റെ കൂടെ 2 3യും കൂടെ ആഡ് ചെയ്യണം. 6 4ൻ്റെ കൂടെ 4 6 കൂടെ ആഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ 3 2 2 3 6 4 4 3 4 6 9 6 6 9 എക്സെട്രാ എന്ന് വരും. എക്സെട്രാ. അപ്പോൾ അവസാനം വരുന്നത് 66,99. അപ്പോൾ ഈ ആറിനകത്ത് എത്ര എലമെൻറ്റ്സ് ഉണ്ട്? ആറിനകത്ത് നമുക്ക് 2 4 6 എക്സെട്രാ 66 എന്ന് പറയുമ്പോൾ 33 എലമെൻറ്റ്സ് വരും അല്ലേ? 2 × 33. അപ്പോൾ സിമെട്രിക് എന്ന് പറയുമ്പോൾ എത്ര ആയിരിക്കും? അത്രയും കൂടി എലമെൻറ്റ്സ് ബാക്കി വരും. അപ്പോൾ 33 + 36 33 + 33 ഈക്വൽ ടു 66 എലമെൻറ്റ്സ് വരും. സോ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ R1 ഈസ് what minimum number of elements in R1 is 66. Okay, 66. So this is symmetric മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ട്രാൻസിറ്റീവോ റിഫ്ലെക്സീവോ ഒന്നും പറഞ്ഞിട്ടില്ല. only symmetric relation. Okay, now let us go to the next question. Yeah, let ABC be the length of the 3 sides of a triangle satisfying the condition a square plus b square into a square minus 2b into a plus c into x plus etc. ഓക്കെ, അപ്പോൾ എ ബി സി ആർ. അപ്പോൾ എ ബി സി എന്ന് പറയുന്നത് ദ 3 sides ഓഫ് എ ട്രയാങ്കിൾ ആണ്. എ ബി സി ആർ ദ 3 sides ഓഫ് എ ട്രയാങ്കിൾ. ഓക്കെ, സോ ദിസ് ഈസ്, so let it be, this is A, this is B, this is C.
നമുക്കൊരു ട്രയാങ്കിളിൽ നമുക്കറിയാമല്ലോ, ഒരു ട്രയാങ്കിളിൻ്റെ പ്രോപ്പർട്ടി എന്താണ്? സം ഓഫ് എനി ടു സൈഡ്സ് ഈസ് ഗ്രേറ്റർ ദാൻ ദ തേർഡ് സൈഡ് ആണ്. എ പ്ലസ് ബി ഈസ് ഗ്രേറ്റർ ദാൻ സി ആൻഡ് ബി പ്ലസ് സി ഈസ് ഗ്രേറ്റർ ദാൻ എ ആണ്. സി പ്ലസ് എ ഈസ് ഗ്രേറ്റർ ദാൻ ബി ആണ്. ഇതാണ് ഒരു ട്രയാങ്കിൾ ഇൻഇക്വാളിറ്റി അല്ലെങ്കിൽ ദ പ്രോപ്പർട്ടി ഓഫ് എനി ട്രയാങ്കിൾ. സം ഓഫ് എനി ടു സൈഡ്സ് ഈസ് ഗ്രേറ്റർ ദാൻ ദി തേർഡ് സൈഡ് ആയിരിക്കും. അതുപോലെ ഡിഫറൻസ് ഓഫ് എനി ടു സൈഡ്സ് ഈസ് ലെസ് ദാൻ ദി തേർഡ് സൈഡ് ആയിരിക്കും. നമുക്കിവിടെ ഈ പ്രോപ്പർട്ടി നമുക്ക് നോക്കിയാൽ മതി. അപ്പോൾ ഇതിൽ എ സ്ക്വയർ എന്താ പറഞ്ഞിരിക്കുന്നത്? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഇൻറ്റു എക്സ് സ്ക്വയർ, ഓക്കെ, മൈനസ് 2b ഇൻറ്റു എ പ്ലസ്. ഞാനൊരു കാര്യം ചെയ്യാം, ബ്രാക്കറ്റ് നമുക്ക് ഓപ്പൺ ചെയ്യാം. എ സ്ക്വയർ എക്സ് സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എക്സ് സ്ക്വയർ മൈനസ് 2ab(x) മൈനസ് 2bc(x) പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ ഈക്വൽ ടു 0. അപ്പോൾ നോക്കി ഇതിനകത്ത് ആദ്യത്തെ ടേംസ് ഒക്കെ എടുക്കുക, ഈ ടേംസ് എടുക്കുക, മൈനസ് 2ab. അപ്പോൾ അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? എ സ്ക്വയർ എക്സ് സ്ക്വയർ, അതിനെ നമുക്ക് ax മൈനസ് ബി ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. അടുത്തത് ഇതെടുക്കുക, 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 ദാറ്റ് ഈസ് ബി സ്ക്വയർ എക്സ് സ്ക്വയർ മൈനസ് 2bcx പ്ലസ് സി. അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? bx മൈനസ് സി, ഇടയ്ക്ക് മൈനസ് ആണ്. ഓക്കെ, അപ്പോൾ രണ്ട് സ്ക്വയറിൻ്റെ സം 0 വരണമെങ്കിൽ ഇത് രണ്ടും 0 ആയേ പറ്റുള്ളൂ. സം ഓഫ് ദി സ്ക്വയർ 0 ആണെങ്കിൽ ഈച്ച് ടൈം വിൽ ബി ഈക്വൽ ടു 0. സോ ax മൈനസ് ബി ഈക്വൽ ടു 0, bx മൈനസ് സി ഈക്വൽ ടു 0. അപ്പോൾ ഇവിടുന്ന് എക്സിൻ്റെ വാല്യൂ b/a എന്ന് വരും. അല്ലെങ്കിൽ വേണ്ട, നമുക്കവിടെ ax ഈസ് ഈക്വൽ ടു b എന്ന് എഴുതിയാൽ മതി. ഇവിടെ bx ഈസ് ഈക്വൽ ടു c എന്ന് എഴുതിയാൽ മതി. ഓക്കെ, ax ഈക്വൽ ടു b, bx ഈക്വൽ ടു c, b ഈക്വൽ ടു ax, c ഈക്വൽ ടു bx, b ഈക്വൽ ടു ax. അപ്പോൾ ഈ സൈഡ് b ഈക്വൽ ടു ax ആയിരിക്കും. c ഈക്വൽ ടു bxനെ നമുക്ക് ഒന്നുകൂടി എഴുതാം. c ഈക്വൽ ടു bx, b എന്ന് പറഞ്ഞാൽ ax ആണ്. ax ഇൻറ്റു എക്സ്, ax ഇൻറ്റു എക്സ് ഈസ് ax സ്ക്വയർ. അപ്പോൾ c ഈക്വൽ ടു ax സ്ക്വയർ എന്ന് എഴുതാം. അപ്പോൾ ദ സൈഡ്സ് എന്ന് പറയുന്നത് ഒന്ന് എ ആണ്, ഒന്ന് ax ആണ്, ഒന്ന് ax സ്ക്വയർ ആണ്. അപ്പോൾ നമുക്ക് ഓർക്കാൻ എളുപ്പമാണ്, ഒന്ന് എ ആണ്, ഒന്ന് ax ആണ്, ഒന്ന് ax സ്ക്വയർ ആണ്. അപ്പോൾ ഈ ഓർഡറിൽ ഓർത്തിരിക്കുക. ഓക്കെ, നൗ ഇനി നമ്മൾ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ദെൻ ഇഫ് ദ സെറ്റ് ഓഫ് ഓൾ പോസിബിൾ വാല്യൂസ് ഓഫ് എക്സ്, എക്സിന് ഏതൊക്കെ പോസിബിൾ വാല്യൂസ് വരാം? ഓക്കെ, ആ പോസിബിൾ വാല്യൂസിൻ്റെ സെറ്റാണ് ഏത്? ഇൻ്റർവെൽ ആൽഫ കോമ ബീറ്റ. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് ബിലോങ്സ് ടു ആൽഫ കോമ ബീറ്റ, ഓപ്പൺ ഇൻ്റർവെൽ ആൽഫ കോമ ബീറ്റ. ഓക്കെ, കാരണം ആ ട്രയാങ്കിളിൻ്റെ പ്രോപ്പർട്ടിക്കകത്ത് അത് കൺഫൈൻ ചെയ്യണം. ഓക്കെ, അത് സാറ്റിസ്ഫൈ ചെയ്യണം. സോ എ പ്ലസ് ബി ഗ്രേറ്റർ ദാൻ സി, എ പ്ലസ് ബി ഗ്രേറ്റർ ദാൻ സി എന്നുള്ള കണ്ടീഷൻ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ എന്താ വരിക? ലെറ്റ് us see, എ പ്ലസ് ബി ഈസ് ഗ്രേറ്റർ ദാൻ സി, ദാറ്റ് ഈസ് ഒന്നാമത്തെ കണ്ടീഷൻ നമുക്ക് അപ്ലൈ ചെയ്യാം. എ പ്ലസ് ബി, എ പ്ലസ് ബി ഈസ് ഗ്രേറ്റർ ദാൻ സി. അപ്പോൾ എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ സി എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ ആണ്. നമുക്ക് എല്ലാവരും ഒരു എ കട്ട് ചെയ്യാം, ബാക്കി അപ്പുറത്തേക്ക് കൊണ്ടുപോകാം. അപ്പോൾ എത്ര വരും? എക്സ് സ്ക്വയർ മൈനസ് എക്സ് മൈനസ് 1 ലെസ് ദാൻ 0 എന്ന് വരും ഒരു കണ്ടീഷൻ. എക്സ് സ്ക്വയർ മൈനസ് എക്സ് മൈനസ് 1 ലെസ് ദാൻ 0. ഓക്കെ, ഇവിടുന്ന് എക്സിൻ്റെ വാല്യൂ എത്ര വരും? മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac/2a എന്ന് വരും. അപ്പോൾ 5/2 എന്ന് വരും. ഓക്കെ, ഓക്കെ, നൗ നമുക്ക് അതിൻ്റെ ലൈൻ വരച്ച് നമുക്കത് കണ്ടുപിടിക്കണം. ഓക്കെ, ലെറ്റ് മീ ഗോ ടു ദ നെക്സ്റ്റ് വൺ. ബി പ്ലസ് സി ഈക്വൽ ടു എ, ബി പ്ലസ് സി ഗ്രേറ്റർ ദാൻ എ എന്ന് പറയുമ്പോൾ ബി എന്ന് പറഞ്ഞാൽ ax, സി എന്ന് പറഞ്ഞാൽ ax സ്ക്വയർ ഗ്രേറ്റർ ദാൻ എ. അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് 1, എക്സ് സ്ക്വയർ പ്ലസ് 1, സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് 1 ഗ്രേറ്റർ ദാൻ 0 എന്ന് വരും. എക്സ് സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് 1 ഗ്രേറ്റർ ദാൻ 0. ഇവിടുന്ന് എക്സിൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ എത്ര വരും? മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac പ്ലസ് 5/2. എക്സ് മൈനസ് 1 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac/2. നൗ മൂന്നാമത്തെ കണ്ടീഷൻ എടുക്കുക. സി പ്ലസ് എ ഗ്രേറ്റർ ദാൻ ബി എടുത്താലോ? സി എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ പ്ലസ് എ ഗ്രേറ്റർ ദാൻ എക്സ് എന്ന് വരും. എല്ലാവരും എ കട്ട് ചെയ്യുമ്പോൾ എക്സ് സ്ക്വയർ മൈനസ് എക്സ് പ്ലസ് 1 ഗ്രേറ്റർ ദാൻ 0 എന്ന് വരും. എക്സ് സ്ക്വയർ മൈനസ് എക്സ് പ്ലസ് 1, അവിടെ അതിൻ്റെ റൂട്ട്സ് എടുക്കുമ്പോൾ ഇമാജിനറി വരും. കാരണം എന്താ? എക്സ് ഈക്വൽ ടു ബി സ്ക്വയർ മൈനസ് 4ac. ബി സ്ക്വയർ മൈനസ് 4ac എന്ന് പറയുമ്പോൾ
1 minus 4 നെഗറ്റീവ് ആണ് അല്ലേ? അപ്പോൾ റൂട്ട്സ് ഇമാജിനറി ആണ്. റൂട്ട്സ് ഇമാജിനറി ആകുമ്പോൾ ഇതെപ്പോഴും പോസിറ്റീവ് ആയിരിക്കും, കാരണം ഇവിടെ പോസിറ്റീവ് അല്ലേ. എക്സ് സ്ക്വയർ മൈനസ് എക്സ് പ്ലസ് 1 എക്സിന് ഏത് വാല്യൂ കൊടുത്താലും അത് പോസിറ്റീവ് വരുള്ളൂ. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് എക്സ് ഈസ് എനി വാല്യൂ, എക്സ് ബിലോങ്സ് ടു ക്യാപിറ്റൽ ആർ, എക്സ് ബിലോങ്സ് ടു ക്യാപിറ്റൽ ആർ ഇവിടെ. അപ്പോൾ നമുക്ക് ഈ 3 കണ്ടീഷനിനകത്ത് ഇൻ്റർസെക്ഷൻ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ ഇൻ്റർസെക്ഷൻ എടുത്താൽ മതി. ഓക്കെ, ഇത് അപ്പോൾ എക്സിൻ്റെ വാല്യൂ നമുക്ക് ഒന്നാമത്തെ നമുക്ക് ലെറ്റസ് ഗോ ടു ദി നെക്സ്റ്റ് പേജ്. ഈ ഇക്വേഷൻ നമ്മൾ ഈ ഇനിക്വാളിറ്റി സോൾവ് ചെയ്യുമ്പോൾ 1 + or - √5/2 ആണ്. അപ്പോൾ നമ്മൾ ലൈൻ വരയ്ക്കുന്നു. 1 + or - √5, 1 + √5/2, 1 - √5/2. ഓക്കെ, 1 - √5/2. ഇത് ലെസ് ദാൻ 0 ആകുമ്പോൾ നമുക്കറിയാം ഇത് പ്ലസ് മൈനസ് പ്ലസ് ആണ്, പ്ലസ് മൈനസ് പ്ലസ്. അപ്പോൾ ലെസ് ദാൻ എന്ന് പറയുമ്പോൾ ഇവിടെ ആയിരിക്കും വരിക, ഓപ്പൺ ഇൻ്റർവെൽ ആണ്. 1 - √5/2 ഇത് നെഗറ്റീവ് ആണ്, ഇത് പോസിറ്റീവ് ആണ്. നൗ 1 - √5 രണ്ടാമത്തെ എടുക്കുമ്പോഴോ -1 + √5 ആണ്. അപ്പോൾ -1 + √5/2 എന്ന് പറയുമ്പോൾ -1 രണ്ടാമത്തെ ലൈൻ നമ്മൾ വരയ്ക്കുന്നു. -1 + √5 ഇവിടെ വരുള്ളൂ. ഓക്കെ, ആൻഡ് -1 - √5/2 അതിവിടെ ആയിരിക്കും വരിക, ഇതിനേക്കാൾ ചെറുതായിരിക്കും. -1 - √5/2 ആയിരിക്കും വരിക. അപ്പോൾ അതിൽ പോസിറ്റീവ് പ്ലസ് മൈനസ് പ്ലസ് ഇതാണ്. അപ്പം നമുക്ക് വേണ്ടത് ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 0 ആണ്. അപ്പോൾ പോസിറ്റീവ് വേണം നമ്മൾ ഷെയ്ഡ് ചെയ്യാൻ. ഓക്കെ, പോസിറ്റീവ് വേണം ഷെയ്ഡ് ചെയ്യാൻ. നൗ വെൻ യു ലുക്ക് അറ്റ് ദി ഇൻ്റർസെക്ഷൻ, ഈ ലൈനിങ് ആട്ടോ. ഓക്കെ, ഇവിടെ ഇൻ്റർസെക്ഷൻ ഇല്ല, ഇവിടെ ഇൻ്റർസെക്ഷൻ ഇല്ല, ഇവിടെ ഇൻ്റർസെക്ഷൻ ഇല്ല, പിന്നെ ഇവിടെ ഇൻ്റർസെക്ഷൻ, ഇവിടെ ഇൻ്റർസെക്ഷൻ, ഇവിടെ മാത്രമേ ഇൻ്റർസെക്ഷൻ വരുന്നുള്ളൂ. ഓക്കെ, ആ 2 ലൈൻ വരച്ചിട്ട് കോമൺ ആയിട്ട് രണ്ടിടത്തും ഷെയ്ഡുള്ള എടുക്കുമ്പോൾ ഇവിടെ മാത്രമേ വരുള്ളൂ. അപ്പോൾ ആ നമുക്ക് ഇൻ്റർവെൽ ഏതാണ്? √5 - 1/2. ഇതെന്താ? √5 + 1/2 ആണ് വരിക. അപ്പോൾ ഇതാണ് ആൽഫ കോമ ബീറ്റ എന്ന് പറയുന്ന ഇൻ്റർവെൽ. ഓക്കെ, നമ്മൾ പറഞ്ഞിരിക്കുന്ന ഇൻ്റർവെലാണ് എക്സ് ബിലോങ്സ് ടു ആൽഫ കോമ ബീറ്റ എന്നാണ്. ഓക്കെ, എക്സ് ബിലോങ്സ് ടു ആൽഫ കോമ ബീറ്റ എന്നാണ്. അപ്പോൾ നമുക്കിവിടെ എടുക്കാൻ പറ്റുന്ന ഇൻ്റർവെൽ ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ആൽഫയും ഇതാണ് ബീറ്റയും, ഈ വാല്യൂ. ഓക്കെ, ബീറ്റ. സോ √5 - 1/2 ആൽഫ എന്ന് പറഞ്ഞാൽ √5 - 1/2, ബീറ്റ എന്ന് പറയുന്നത് √5 + 1/2 ആണ്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? 12 × α² + β² ആണ്. അപ്പോൾ 12 × α² + β², α² എന്ന് പറയുമ്പോൾ √5 - 1/4 പ്ലസ് β² എത്രയാണ്? √5 + 1/4 ആണ്. അപ്പോൾ 4 നമുക്ക് കട്ട് ചെയ്യാം, അപ്പോൾ 3 വരും അല്ലേ. = 3 × ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 5 + 1 6 വരും, പിന്നെ -2 √5 വരും അല്ലേ. അത് കട്ട് ചെയ്ത് പോവും, -2 √5. അടുത്തത് എത്ര വരും? 5 + 1 6 + 2 √5 വരും. ഓക്കെ, 2 √5 കട്ട് ചെയ്യും. 6 6 12, 12 × 3 12 × 3 36 is the answer to this question. Numerical question ആണ്. So the answer to this question is 36. Okay, clear? So it's a very അത്ര ടഫ് ക്വസ്റ്റ്യൻ അല്ല, ഇറ്റ്സ് എ മീഡിയം ലെവൽ ക്വസ്റ്റ്യൻ, മോഡറേറ്റ് ക്വസ്റ്റ്യൻ ആണ്. ട്രയാങ്കുലറിൻ്റെ പ്രോപ്പർട്ടി, ജോമെട്രി ട്രയാങ്കിൾ പ്രോപ്പർട്ടീസ് ഓഫ് ട്രയാങ്കിളിൽ നിന്നുള്ള റിസൾട്ടാണ് നമുക്ക് ഇവിടെ ഉപയോഗിക്കേണ്ടത്. ഓക്കെ, സോ ലെറ്റ് us go to the next question. Now this is A is a vector, question from vectors. A is a vector from A is equal to 3 to 1 ആണ്. A is equal to 3 to 1 ആണ്. Okay, and B is equal to 2 - 1 3 ആണ്. C is a vector such that A plus B cross C is equal to 2 × A cross B plus 24J minus 6K. അപ്പോൾ A plus B എത്ര വരിക? A plus B കണ്ടുപിടിക്കുക. 3 2 5, 2 1 1 3 4 എന്ന് വരും. അപ്പോൾ A plus B കണ്ടുപിടിച്ചു. അവിടെ നമുക്ക് A minus B
പ്ലസ് ഐ ഡോട്ട് സി തന്നിട്ടുണ്ട്. എ മൈനസ് ബിയും കൂടെ നമുക്ക് കണ്ടുപിടിക്കാം. എ മൈനസ് ബി എന്ന് പറയുമ്പോൾ 3 മൈനസ് 2 1 ആണ്, 2 പ്ലസ് 1 3 ആണ്, 1 മൈനസ് 3 മൈനസ് 2 ആണ്. ഓക്കെ, ഫൈനലി നമുക്ക് കണ്ടുപിടിക്കേണ്ട മോഡ് സി സ്ക്വയർ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. സി എന്ന് പറയുന്ന വെക്റ്റർ നമുക്ക് അസ്യൂം ചെയ്യാം. ലെറ്റ് us take it as xyz. let c is equal to xyz. സി എന്ന് പറയുന്ന വെക്റ്റർ നമുക്ക് xyz എന്ന് അസ്യൂം ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ എ ക്രോസ് ബി കണ്ടുപിടിക്കണം, എ പ്ലസ് ബി ക്രോസ് സി കണ്ടുപിടിക്കണം. എ പ്ലസ് ബി ക്രോസ് സി എന്ന് പറയുമ്പോൾ എ പ്ലസ് ബി ഇതാണ്. എ പ്ലസ് ബി ക്രോസ് സി കണ്ടുപിടിക്കുന്നത് നമുക്ക് എ പ്ലസ് ബി ഇങ്ങനെ എഴുതാം, 5 1 4 എന്ന് എഴുതി, സി എന്ന് പറയുന്നത് XYZ എന്ന് എഴുതി. ഓക്കെ, സോ ഓക്കെ 5 x കൂടെ നമ്മൾ ഒരിക്കൽ കൂടെ എഴുതുക. നൗ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. z മൈനസ് 16 കോമ 4x മൈനസ് 5z കോമ y 5y മൈനസ് x 5y മൈനസ് x z മൈനസ് 16 4x മൈനസ് 5z അതാണ് എ പ്ലസ് ബി ക്രോസ് സി. നൗ is equal to 2 into a cross b പ്ലസ് എ ക്രോസ് ബി കൂടെ കണ്ടുപിടിക്കുക. എ ക്രോസ് ബി എന്ന് പറയുമ്പോൾ എ എന്ന് പറയുന്നത് 3 2 1 ആണ്, ബി എന്ന് പറയുന്നത് 2 മൈനസ് 1 3. ഓക്കെ, 3 2 നമുക്ക് ഒരിക്കൽ കൂടെ എഴുതാം. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 6 പ്ലസ് 1 7, പിന്നെ 2 മൈനസ് 9 മൈനസ് 7, മൈനസ് 3 മൈനസ് 4 മൈനസ് 7 മൈനസ് 7. അപ്പോൾ എ ക്രോസ് ബി കിട്ടി. അത് നമ്മളിവിടെ കൊടുക്കുക. അപ്പോൾ എ പ്ലസ് ബി ക്രോസ് സി നമ്മളിവിടെ കണ്ടുപിടിച്ചു. അതാണ് z മൈനസ് 16 കോമ 4x മൈനസ് 5z z minus 4y. This is 4y. z minus 4y. z minus 4y. 4x minus 5z, comma 5y minus x. 5y minus x equal to, this is equal to, ഇത് 2 ഇൻറ്റു എ ക്രോസ് ബി ആണ്. 2 ഇൻറ്റു എ ക്രോസ് ബി എന്ന് പറയുമ്പോൾ എ ക്രോസ് ബി ഇതാണ്. അതിനെ നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. എന്നിട്ട് 24 ആഡ് ചെയ്യും, 24 ജെ മൈനസ്. അപ്പോൾ 14 കോമ ഇത് മൈനസ് 40, ഇതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, 2 ഇൻറ്റു ഓക്കെ മൈനസ് 14 പ്ലസ് 24 ദാറ്റ് ഈസ് പ്ലസ് 10, പിന്നെ മൈനസ് 14 മൈനസ് 6 മൈനസ് 20. സോ നമുക്കവിടെ 3 ഇക്വേഷൻ കിട്ടി. ഒന്ന് 5y z മൈനസ് 4y ഈക്വൽ ടു 14, 4x മൈനസ് 5z ഈസ് ഈക്വൽ ടു 10 ആൻഡ് 5y മൈനസ് x ഈക്വൽ ടു മൈനസ് 20. 5y മൈനസ് x ഈസ് ഈക്വൽ ടു മൈനസ് 20. നൗ ഒരു കണ്ടീഷൻ കൂടെ നമ്മൾ അപ്ലൈ ചെയ്യുക. എ മൈനസ് ബി പ്ലസ് ഐ. എ മൈനസ് ബി നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഐ എടുക്കുക, ഐ ആഡ് ചെയ്യുക. എ മൈനസ് ബി പ്ലസ് ഐ. അപ്പോൾ ഐ എന്ന് പറയുമ്പോൾ 1 ആണ്. 1 ആഡ് ചെയ്യുമ്പോൾ എത്ര വരും? 2, 3, മൈനസ് 2 ഡോട്ട് XYZ. ഓക്കെ, ഡോട്ട് സി ഈക്വൽ ടു മൈനസ് 3. അപ്പോൾ ഇത് 2x പ്ലസ് 3y മൈനസ് 2z ഈക്വൽ ടു മൈനസ് 3 എന്ന് വരും. മൈനസ് 2z ഈസ് ഈക്വൽ ടു minus 3. അപ്പോൾ നമുക്കിവിടെ we got 4 equations. Okay, and we can simplify it. You will get the values of CS. When you simplify, you will get XYZ as 5, minus 3, 2. ഈ 3 ഇക്വേഷൻസ് കൂടി സോൾവ് ചെയ്യുമ്പോൾ 4 ഇക്വേഷൻസ് ഉണ്ട്. 4 ഇക്വേഷൻസ് സോൾവ് ചെയ്യുമ്പോൾ നമ്മൾ സിയുടെ വാല്യൂ കിട്ടും. ദെൻ മോഡ് സി is equal to mod c square ആണ്. That's equal to 5 square plus 3 square plus 2 square. 5 square plus 3 square, so 25 34 38 എന്ന് കിട്ടും. So the answer to this question is 38. ആ 3 ഇക്വേഷനോടെ സോൾവ് ചെയ്യുമ്പോൾ you will get the answer. Okay, it's not a difficult question, medium level question it is. Now let us go to the next question. Let y is equal to
y of x is the solution of the differential equation c square x into dx plus e raised to 2y tan square x plus tan x dy. So the differential equation is 6 square x into 6 square x dx plus we can take tan x outside, tan x into e raised to 2y into tan x plus 1 into dy is equal to 0. അപ്പോൾ ഇത് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഇത് നമ്മൾ പഠിച്ച ടൈപ്പ്, അതായത് പിന്നെ വേരിയബിൾ സെപ്പറബിൾ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഹോമോജിനസ്. അപ്പോൾ അതിൽ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷനിലേക്ക് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇക്വേഷനാണിത്. അപ്പോൾ അത് നമ്മൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ നമുക്കറിയാം ടാൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് ആണ് 6 square x എന്ന് പറയുന്നത്. Therefore, I am putting tan x is equal to y. Okay, tan x is equal to, tan x is equal to say z. I am putting tan x is equal to z. So, what is its derivative? 6 square x dx equal to dz. So, ഇവിടെ 6 square x dx-നെ നമുക്ക് dz ആയിട്ട് എഴുതാം. So, dz plus this tan x is z into e raised to 2y into z plus 1 into dy is equal to 0. Into dy is equal to 0. Now, again, suppose I am taking this z into the bracket itself. E raised to 2y into z square plus z into dy. അപ്പോൾ നമുക്ക് dy യോടെ നമുക്ക് അകത്തേക്ക് കൊടുക്കാം. ഓക്കെ, e raised to 2y into z square into dy plus z dy is equal to 0. Now let us divide by dy. This is e raised to 2y into z square into. Therefore, dividing by dy, you will be getting dz by dy plus e raised to 2y z square into dy by dy, that is 1 plus z equal to 0. അപ്പോൾ ഞാനവിടെ dy വെച്ച് ഡിവൈഡ് ചെയ്തു. ഓക്കെ, അപ്പോൾ നമുക്കിത് ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടി. അപ്പോൾ ഇത് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഫോമിലേക്ക് വന്നിട്ടില്ല. So what I am going to do is I am dividing by z square. Now dividing by z square, we will be getting, we'll go to the next page, 1 by z square into dz by dy plus then e raised to 2y plus 1 by z is equal to 0 plus 1 by z is equal to 0. Okay. അപ്പോൾ ഇവിടെ 1 by z square dz എന്ന് പറയുന്നത് 1 by z ഡെറിവേറ്റീവ് ആയിട്ട് വരും. 1 by z ഡെറിവേറ്റീവ് മൈനസ് 1 by z. അപ്പോൾ ഞാൻ ചെയ്യുന്നത് 1 by z-നെ ഞാൻ u എന്ന് വിളിക്കുന്നു. സോ മൈനസ് 1 by z square dz is equal to what? du എന്ന് വരും. സോ മൈനസ് 1 by z square, therefore 1 by z square dz എന്തായിരിക്കും? മൈനസ് du by dy. മൈനസ് du by dy plus e raised to 2y plus 1 by z is u equal to 0. അപ്പോൾ ഇത് നമുക്ക് നമുക്ക് മൈനസ് 1 കളയാം. മൈനസ് 1 മൾട്ടിപ്ലൈ ചെയ്താൽ du by dy മൈനസ് u ഈക്വൽ ടു മൈനസ് e raised to 2y എന്ന് വരും. മൈനസ് 1 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് അത് അപ്പുറത്തേക്ക് പോകുമ്പോഴത്തേക്ക് പ്ലസ് e raised to 2y എന്ന് വരും. ഓക്കെ, സോ du by dy മൈനസ് മൾട്ടിപ്ലൈ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ മൈനസ് യു ഇസ് ഈക്വൽ ടു ഇ റേഷ്യോ 2y എന്ന് വരും. അപ്പോൾ ദിസ് ഹാസ് ബിക്കം ഒരു ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഫോമിലേക്ക് വന്നു. dy ബൈ ഡി, നമ്മുടെ ലീനിയർ ഇക്വേഷൻ ഫോം എന്താണ്? dy ബൈ ഡി എക്സ് പ്ലസ് പി വൈ ഇസ് ഈക്വൽ ടു ക്യൂ എന്നുള്ള ഫോമാണ്. അപ്പോൾ ഇവിടെ യു വൈയുടെ പ്ലേസിൽ ഇവിടെ യു ആണ്. ഓക്കെ, വൈയുടെ പ്ലേസിൽ യു ആണ്. ഇവിടെ എക്സിൻ്റെ പ്ലേസിൽ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ഇവിടെ വൈ യു ആണ്. ഓക്കെ, സോ what is the integrating factor? Integrating factor is equal to e raised to integral minus 1 dx ആയിരിക്കും. കാരണം ഇവിടെ y-ൻ്റെ കോയഫിഷ്യൻ്റ് മൈനസ് 1 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ഡി വൈ ആണ്. കാരണം ഇവിടെ ഡി വൈ ആണ്. സോ മൈനസ് 1 ഡി വൈ, എക്സിന് പകരം ഇവിടെ വൈ ആണ്. സോ മൈനസ് 1 ഡി വൈ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇ റേസ്ഡ് ടു മൈനസ് വൈ. അപ്പോൾ അതാണ് നമ്മുടെ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ആൻസർ പറയുന്നത് എങ്ങനെയായിരിക്കും? യു ഇൻറ്റു ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ. യു ഇൻറ്റു integrating factor is equal to
integral of e raised to 2y into integrating factor, that is minus y dy. So u into e raised to minus y is equal to integral e raised to 2y into e raised to minus y dy. So that is equal to integral e raised to y dy. So integral e raised to y, integral is e raised to y plus a constant. So u into e raised to minus y is equal to e raised to y plus constant. And what is u is equal to, u എന്ന് പറയുന്നത് 1 by z ആണ്. And what is z is equal to tan x. അപ്പോൾ u എന്ന് പറയുന്നത് ആക്ച്വലി 1 by tan x ആണ്. ഓക്കെ, സോ നമുക്കിവിടെ യുവിന് പകരം 1 by tan x എന്ന് എഴുതാം. So 1 by tan x into 1 by tan x into e raised to minus y is equal to e raised to y plus constant. E raised to y plus constant. ഓക്കെ, സോ ഇതാണ് നമുക്കിപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന നമ്മുടെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ സൊല്യൂഷൻ എന്ന് പറയുന്നത് e raised to minus y by tan x is equal to e raised to y plus constant. E raised to y plus constant. ഇത് നമുക്ക് തന്നിരിക്കുന്ന കണ്ടീഷൻ എന്താണ്? കണ്ടീഷൻ y of pi by 4 is equal to 0 ആണ്. അപ്പോൾ yക്ക് 0 കൊടുക്കുക, എക്സിന് പൈ ബൈ 4 കൊടുക്കുക. ഓക്കെ, വൈക്ക് 0 കൊടുക്കുക, എക്സിന് പൈ ബൈ 4 കൊടുക്കുക. അപ്പോൾ വൈക്ക് 0 കൊടുത്താൽ 1 by tan pi by 4 1 is equal to വൈക്ക് 0 കൊടുക്കുക, that is 1 plus k. അപ്പോൾ kയുടെ വാല്യൂ 0 എന്ന് കിട്ടും. kയുടെ വാല്യൂ 0 ആണ്. Therefore our equation becomes e raised to minus y by tan x. e raised to minus y by tan x. ഇത് നമുക്ക് അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. e raised to minus y equal to e raised to y into tan x. ഓക്കെ, സോ നമുക്ക് e raised to y കൊണ്ട് ഡിവൈഡ് ചെയ്യുക. e raised to minus 2y is equal to tan x. സോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? സോ ദാറ്റ് ഈസ് വാട്ട് ഈസ് ഈ y of pi by 6. y of pi by 6 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ദാറ്റ് ഈസ് ഈക്വൽ ടു ആൽഫ. സോ I am putting y of pi by 6 equal to alpha, that is e raised to minus 2 alpha. കാരണം y of pi by 6 ആൽഫ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ yക്ക് ആൽഫ എന്ന് കൊടുക്കുക, and xന് pi by 6 കൊടുക്കുക. ഓക്കെ, സോ we will getting tan pi by 6. tan pi by 6 is equal to 1 by root 3. So e raised to 2 alpha is equal to root 3. e raised to 2 alpha is equal to root 3. കണ്ടുപിടിക്കേണ്ടത് e raised to 8 alpha ആണ്. അപ്പോൾ ഇതിനെ സ്ക്വയർ ചെയ്യുക. e raised to 4 alpha is equal to 3. Again squaring, e raised to 8 alpha is equal to 9. So our final answer is e raised to 8 alpha is equal to 9. So that is the answer. So our answer is 9. e raised to 8 alpha is equal to 9 is the answer to this question. So it's a moderate level question. It is not very easy, but almost all students can do this type of question. Now let us go to the next question. Now let A be a 3 by 3 matrix and determinant of A is equal to 2 on. Determinant of A is equal to 2 എന്ന് പറയുന്നുണ്ട്. Then if n is equal to determinant of adjoint of A etc. 2024 times, അതായത് 2024 പ്രാവശ്യം അഡ്ജോയിൻറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് വാട്ട് ഈസ് ഡിറ്റർമിനൻ്റ് ഓഫ് അഡ്ജോയിൻറ്റ് ഓഫ് എ ഇസ് ഈക്വൽ ടു ഡിറ്റർമിനൻ്റ് എ റേസ് ടു n minus 1. വാട്ട് ഈസ് ഡിറ്റർമിനൻ്റ് ഓഫ് അഡ്ജോയിൻറ്റ് ഓഫ് എ ഇസ് ഈക്വൽ ടു ഡിറ്റർമിനൻ്റ് എ റേസ് ടു n minus 1 the whole square എക്സെട്ര. അപ്പോൾ എത്ര അഡ്ജോയിൻ്റ് ഉണ്ടോ അത്രയും. അപ്പോൾ അഡ്ജോയിൻറ്റ് 2024 ടൈംസ് വരുമ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, ഡിറ്റർമിനൻ്റ് ഓഫ് എ റേസ് ടു n minus 1 whole raised to 2024. Okay, that is equal to n. അപ്പോൾ n ൻ്റെ വാല്യൂ n is equal to determinant raised to n minus 1. n is equal, ഇവിടെ ഈ n എന്ന് പറയുന്നത് അവിടുത്തെ നമ്മളുടെ ഓർഡർ ആണ്. let me write it as m എന്ന് എഴുതാം. അപ്പോൾ ഇവിടെ m എന്ന് പറയുന്നത് 3 by 3 മാട്രിക്സ് ആണ്. അപ്പോൾ m എന്ന് പറയുന്നത് 3 ആണ്. ഓർഡർ ഓഫ് ദി മാട്രിക്സ് is 3. ഡിറ്റർമിനൻ്റ് 2 ആണ്. അപ്പോൾ 2 raised to 3 minus 1 2 raised to 2024. 2 raised to 2024. അപ്പോൾ ഇവിടെ എ റേസ് ടു ബി റേസ് ടു സി എന്നുള്ള ഫോമിൽ വരുമ്പോൾ നമ്മൾ ബി റേസ് ടു സി വേണം ഒരുമിച്ചെടുക്കാൻ. അപ്പോൾ ഇത് നമ്മൾ ഒരുമിച്ചെടുക്കണം ആദ്യം. അപ്പോൾ ഇതിന് 9 കൊണ്ട് when divided by 9, what is the remainder? We have to find out the remainder when this quantity is divided by 9. അപ്പോൾ അത് നമ്മൾ ആദ്യം ചെയ്യുന്നത് വെച്ചാൽ ഈ 2 raised to 2024 എടുക്കുക. 2 raised to 2024. അതിന് നമുക്ക് ഇങ്ങനെ എഴുതാം,
2 square raised to 1012 എന്ന് എഴുതാം. കാരണം 2 into 1012 is equal to what? 2024. 2 raised to 2 square എന്ന് പറഞ്ഞാൽ 4 raised to 1012 ആണ്. 4 raised to 1012 ആണ്. 4നെ നമുക്ക് 3 plus 1 the whole raised to 1012 എന്ന് എഴുതാം. 3 plus 1 the whole raised to 1012 എന്ന് എഴുതാം. അപ്പോൾ നമുക്കറിയാം a plus b whole raised to n എന്ന് പറയുന്നത് we can write it as it is multiple of a plus b raised to n എന്ന് എഴുതാം, അല്ലെങ്കിൽ multiple of b plus a raised to n എന്ന് എഴുതാം. ഒന്നുകിൽ multiple of a plus b raised to n എന്ന് എഴുതാം, അല്ലെങ്കിൽ multiple of b plus a raised to n എന്ന് എഴുതാം. അപ്പോൾ ഇവിടെ നമുക്ക് എന്താ എഴുതാം? multiple of 3m plus 1 3m plus 1 എന്ന് എഴുതാം. 3m plus 1 raised to n ആണ്. 1 into 1 raised to n is 1. 3m plus 1 എന്ന് എഴുതാം. So 2 raised to 2024 e power 2 raised to 2024 multiple of 3 plus 1 എന്ന് എഴുതാം. 3m plus. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഇതെന്തായാലും ഒരു ഈവൻ നമ്പർ ആയിരിക്കും. 2 raised to 2024 is an ഈവൻ നമ്പർ ആയിരിക്കും. അപ്പോൾ ഈവൻ നമ്പർ കിട്ടണമെങ്കിൽ ഇവിടെ എമ്മിന് ഓട് കൊടുത്താലേ ഈവൻ കിട്ടുള്ളൂ. ഫോർ നോക്കിക്കോളൂ, എമ്മിന് 1 കൊടുത്ത് നോക്കി, എമ്മിന് 1 കൊടുക്കുമ്പോൾ 4 കിട്ടും. എമ്മിന് 2 കൊടുത്താൽ 7 കിട്ടുള്ളൂ, ഓടേ കിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ എം ഒരു ഓഡ് നമ്പർ ആണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കണം. എം ഈസ് ആൻ ഓഡ് ഇൻറ്റീജർ. ഓക്കെ, എം ഈവൻ ആകാൻ പാടില്ല. ഈവൻ ആയി കഴിഞ്ഞാൽ അത് ഓടേ കിട്ടുള്ളൂ. അപ്പോൾ എം ഷുഡ് ബി ആൻ ഓഡ് നമ്പർ. നൗ അപ്പോൾ നമുക്കിവിടെ 2 raised to നമ്മൾ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ, ഇതിനെ നമുക്ക് എന്തായിട്ട് എഴുതാം? 3m plus 1 എന്ന് എഴുതാം. അപ്പോൾ അതിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 2 raised to 3m into 2 raised to 1 എന്ന് എഴുതാം. 2 raised to 3m into 2 raised to 1 that is equal to 2 into 2 raised to 3m എന്ന് പറയുന്നത് 8 raised to m ആണ്. 8 raised to m ആണ്. 2 raised to 3 is 8. അപ്പോൾ 8 raised to m. 8നെ നമുക്ക് 9 minus 1 raised to m എന്ന് എഴുതാം. 8നെ നമുക്ക് 9 minus 1 എന്ന് എഴുതാം. അത് വീണ്ടും നമ്മൾ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ മൾട്ടിപ്പിൾ ഓഫ് 9 പ്ലസ് മൈനസ് 1 raised to m എന്ന് എഴുതാം. മൾട്ടിപ്പിൾ ഓഫ് 9 പ്ലസ് മൈനസ് 1 raised to m എന്ന് എഴുതാം. നമ്മൾ നേരത്തെ പറഞ്ഞ ഈ പ്രിൻസിപ്പിൾ വെച്ചിട്ട് a plus b all raised to n. അതിൽ m ഒരു ഓടാണെന്ന് നമ്മൾ പറഞ്ഞു. m ഓടാകുമ്പോൾ ഇത് 2 into മൾട്ടിപ്പിൾ ഓഫ് 9 മൈനസ് 1 എന്ന്, കാരണം മൈനസ് 1 raised to m ഓടായതുകൊണ്ട് മൈനസ് 1 എന്നേ വരുള്ളൂ. അപ്പോൾ 2 നമ്മൾ അകത്തേക്ക് കൊടുക്കുമ്പോൾ യു വിൽ ഗെറ്റ് 2 into മൾട്ടിപ്പിൾ ഓഫ് 9 -2. അപ്പോൾ റിമൈൻഡർ എത്രയാണ്? ദ റിമൈൻഡർ ഈസ് -2. സോ ദ റിമൈൻഡർ എഴുതുമ്പോൾ -2 ആണ്. അതിനെ നമ്മൾ പോസിറ്റീവ് ആക്കാൻ നമ്മളുടെ ഡിവൈസർ കൊണ്ട് ആഡ് ചെയ്യുക. -2ൻ്റെ കൂടെ 9 ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 7. സോ 7 ഈസ് ദ ഫൈനൽ ആൻസർ ടു ദിസ് ക്വസ്റ്റ്യൻ. സോ ദ റിമൈൻഡർ obtained is what? 7. ഓക്കെ, ദാറ്റ് ഇസ് വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ ആക്ച്വലി. ഓൺലി തിങ് ഈസ് ദാറ്റ് ആ ബൈനോമിയൽ തിയറത്തിൽ നമ്മൾ അതിൻ്റെ മാനിപ്പുലേഷൻസ് നന്നായിട്ട് അറിഞ്ഞിരിക്കുക. ഓക്കെ, നൗ ലെറ്റ് us go to the next question. Let the coefficient of x raised to r in the expansion of x plus 3 whole raised to n minus 1 plus x plus 3 whole raised to n minus 1 plus x plus 3 whole raised to n minus 2 into x plus 2 plus etc. ഇങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിയാൽ x plus 3 raised to n minus 1, ഞാനിവിടെ x plus 3ക്ക് പകരം എളുപ്പത്തിന് വേണ്ടി a എന്ന് വിളിക്കുന്നു. x plus 2നെ ഞാൻ b എന്ന് വിളിക്കുന്നു. b is equal to x plus 2. അപ്പോൾ എന്തായിരിക്കും വരിക? a raised to n minus 1 plus a raised to n minus 2b plus അടുത്ത a raised to n minus 3 b square plus etc. plus b raised to n minus 1. അപ്പോൾ ഇത് നോക്കിയാൽ ഓക്കെ, ഞാനിവിടെ x plus 3ക്ക് പകരം a എന്ന് കൊടുത്തു, x plus 2ന് പകരം b എന്ന് കൊടുത്തു. അപ്പോൾ ദിസ് ഈസ് എ ജി പിയുടെ n ടൈംസ് ഉള്ള ജി പി ആണ് അല്ലേ? ദർ ആർ n ടൈംസ്. കാരണം ഇവിടെ a raised to n minus 1 b raised to 0 ആണ്. b raised to 0 ആണ്. പിന്നെ b raised to 1 etc. ലാസ്റ്റ് b raised to n minus 1. therefore there are n ടൈംസ്. ഇതിൻ്റെ കോമൺ റേഷ്യോ എത്രയാണ്? b ഇൻക്രീസ് ചെയ്ത് പോവാണ്, a കുറഞ്ഞു വരികയാണ്. അപ്പോൾ കോമൺ റേഷ്യോ ഈസ് b by a. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിൻ്റെ സമ്മിൻ്റെ ഫോമുല എന്താ? a into r റേഷ്യോ അല്ലേ? അപ്പോൾ സമ്മിൻ്റെ ഫോമുല a into r raised to n minus 1 by r minus 1 എന്നുള്ള ഫോമുലയാണ്. അപ്പോൾ നമുക്കിവിടെ എയ്ക്ക് വരെ ഫസ്റ്റ് ടൈം ഈസ് വാട്ട്? a raised to n minus 1. സോ a raised to n minus 1 into r. കോമൺ റേഷ്യോ ഈസ് b by a raised to n minus 1 whole by r minus 1. b by a minus 1 എന്ന് വരും. ഓക്കെ, b by a minus 1.
അപ്പോൾ നമുക്കിവിടെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ a raised to n minus 1 into b raised to n minus a raised to n by a raised to n into b minus a by a. b minus a by a എന്ന് വരും. ഇവിടെ നമ്മൾ LCM എടുക്കുമ്പോൾ b minus a by a എന്ന് വരും. ഇവിടെ we can cancel this ഒരു b minus aയും a raised to n ഉം a ഇവിടെ കട്ട് ചെയ്യുമ്പോൾ a raised to n minus 1 ആ a raised to n minus ഇവിടെ കട്ടായി പോയി. ബാക്കി വരുന്നത് നമുക്ക് തിരിച്ചെഴുതാം. a raised to n minus b raised to n by a minus b എന്ന് എഴുതാം. a raised to n minus b raised to n by a minus b എന്ന് എഴുതാം. So, and now what is a? A is equal to x plus 3 whole raised to n minus b is equal to x plus 2 whole raised to n by a minus b, x plus 3 minus x plus 2. അപ്പോൾ x കട്ട് ചെയ്ത് പോവും. 3 minus 2 1 ആണ്. അപ്പോൾ ഫൈനലി we will be getting x plus 3 whole raised to n minus x plus 2 whole raised to n എന്ന് കിട്ടി. x plus 3 whole raised to n. അപ്പോൾ ഇതിൻ്റെ ഈ തന്നിരിക്കുന്ന എക്സ്പാൻഷൻ ആക്ച്വലി നത്തിങ് ബട്ട് ഇറ്റ് ഈസ് x plus 3 whole raised to n minus x plus 2 whole raised to n എന്നാണ്. അപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്നത് ഇതിൽ ആൽഫ ആർ ഈസ് ദി കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് റേസ് ടു ആർ എന്നാണ്. ദ കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് റേസ് ടു ആർ ഈസ് ആൽഫ ആർ. അപ്പോൾ ഇവിടെ നമ്മൾ ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ജനറൽ ടൈം എന്താ വരിക? സിഗ്മ ക്യാൻ ബി റിട്ടൺ ആസ് NCR 3 raised to n minus r x raised to r എന്ന് എഴുതാം. അടുത്ത എന്താ? മൈനസ് NCR 2 raised to n minus r x raised to r എന്ന് എഴുതാം. 2 raised to n minus r x raised to r എന്ന് എഴുതാം. അപ്പോൾ അതിൽ കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് റേസ് ടു ആർ എന്താണ്? ദ കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് റേസ് ടു ആർ ഈസ് NCR 3 raised to n minus r minus NCR 2 raised to n minus r. ഇതാണ് കോഎഫിഷ്യൻ്റ് ഓഫ് let me write it over here. The coefficient of x raised to r is NCR 3 raised to n minus r minus NCR 2 raised to n minus r. 2 raised to n minus r. Okay. Now, ഇനിയും അടുത്ത പറഞ്ഞിരിക്കുന്നത് എന്താ? ദ സം ഓഫ് സിഗ്മ ആൽഫ ആർ ഇസ് ഈക്വൽ ടു ബീറ്റ റേസ് ടു എൻ മൈനസ് ഗാമ റേസ് ടു എൻ എന്നാണ്. അപ്പോൾ അതിൻ്റെ സം എന്തായിരിക്കും? Now let us find the sum of this. Okay. Now let us find the sigma alpha. അപ്പോൾ സിഗ്മ ഇടുമ്പോൾ ഇതിൻ്റെ സിഗ്മ NCR 3 raised to n minus r minus sigma NCR 2 raised to n minus r. ഓക്കെ. ഇത് നമ്മൾ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്ത് വരും? 1 plus 3 whole raised to r എന്ന് വരും. 1 plus 3 whole raised to n എന്ന് വരും. 1 plus 3 whole raised to n. ഓക്കെ. 1 plus 3 whole raised to n minus ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 1 plus 2 whole raised to n എന്ന് വരും. സോ ദിസ് ഈസ് ഈക്വൽ ടു 4 raised to n minus 3 raised to n. അതാണ് ബീറ്റ. അപ്പോൾ ബീറ്റ എന്ന് പറയുന്നത് ബീറ്റ ഈക്വൽ ടു 4 ആൻഡ് ഗാമ ഈസ് ഈക്വൽ ടു 3. സോ അവർ ചോദിച്ചിരിക്കുന്നത് എന്താണ്? വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ബീറ്റ സ്ക്വയർ പ്ലസ് ഗാമ സ്ക്വയർ? സോ ബീറ്റ സ്ക്വയർ പ്ലസ് ഗാമ സ്ക്വയർ ഈസ് 4 square plus 3 square, that is equal to 5 square, that is equal to 25. So our final answer to this question is 25. It's a medium level question, it's a moderate level question. It's not very difficult, but at the same time it's not very easy also. Okay, so finally that is the end of this session. And എല്ലാ സ്റ്റുഡൻസും ഇതൊന്നുകൂടി നന്നായിട്ട് നിർത്തി നോക്കി പഠിക്കുക, മനസ്സിലാക്കി പഠിക്കുക. ഓക്കെ, നമ്മൾ അടുത്ത സെഷനിൽ വീണ്ടും കാണാം. താങ്ക് യു.